നമസ്കാരം. നീൽ ഫ്ലെമിംഗ് പറഞ്ഞ വാചകത്തിന് പൗലിൻ മാസ്റ്റർ പറഞ്ഞ മറുപടി കേട്ടതും സീസർ പൗലിൻ മാസ്റ്ററോട് ചോദിച്ചു, ഏയ് യുവാന, ഈ ഗാർഡിയനെ കണ്ടിട്ടുള്ള ഏക വ്യക്തി നീയാണ്. നീ പറയുന്നത് വാസ്തവമാണോ? ഗാർഡിയന്റെ അതേ രൂപമാണോ ഈ നീലിനുള്ളത്? സീസർ അത് ചോദിച്ചതും പൗലിൻ മാസ്റ്റർ നീലിനെ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഗാർഡിയന്റെ ബോഡി സ്ട്രക്ചറും നീലിന്റെ ബോഡി സ്ട്രക്ചറും ഏതാണ്ട് ഒരുപോലെയാണ്. രണ്ടുപേർക്കും ഒരേ പൊക്കവും ഒരേ വണ്ണവുമാണ്. തലമുടി പോലും ഏതാണ്ട് ഒരുപോലെയാണ്. പക്ഷേ ഒരു വ്യത്യാസം പ്രകടവുമാണ്. എന്നാ വ്യത്യാസം? നീലാണ് അങ്ങനെ ചോദിച്ചത്. ഗാർഡിയന്റെ ഓറ നിനക്കില്ല, അതാണ് വ്യത്യാസം. ഗാർഡിയൻ ശരിക്കും അവർക്കാർക്കും പ്രാപ്യനായ ഒരു വ്യക്തിയല്ല. അപ്രാപ്യനായ ആ ഗാർഡിയന്റെ ഓറ സ്വാഭാവികമായും ഒരു ഡിവൈൻ ഓറയാണ്. പൗലിൻ മാസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ നീൽ ഫ്ലെമിങ്ങിന് ആ കാര്യം ബോധ്യമായി. പൗലിൻ മാസ്റ്ററും നീലും സീസറും അങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്കും നീലിനെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. മാർക്ക് അവൻ്റെ അച്ഛനെ ശരിക്കും കണ്ടിട്ടില്ല. അച്ഛനെ ഏതാണ്ട് ഒരു പുകയുടെ രൂപത്തിൽ മാത്രമേ മാർക്ക് കണ്ടിട്ടുള്ളൂ. മാർക്കിന്റെ മനസ്സിനകത്ത് അവൻ്റെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും ഇമോട്ടൽ സ്ലേയിങ് സെക്ഷനകത്ത് അവൻ്റെ അച്ഛൻ പ്രത്യക്ഷപ്പെട്ടപ്പോഴും മാർക്ക് അവൻ്റെ അച്ഛൻ്റെ പുറകുവശം മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കാഴ്ച ഇപ്പോഴും മാർക്കിന്റെ കണ്ണുകളിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. നീൽ ഫ്ലെമിംഗ് നടക്കുമ്പോൾ മാർക്കിന് പലപ്പോഴും അവൻ്റെ അച്ഛനെ ഓർമ്മ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ പൗലിൻ മാസ്റ്റർ കൂടി ആ കാര്യം പറഞ്ഞപ്പോൾ വളരെ വളരെ കൗതുകത്തോടെ മാർക്ക് നീലിനെ അങ്ങനെ നോക്കി നിന്ന് പോവുകയാണ്. പെട്ടെന്ന് സീസർ നീലിനോട് പറഞ്ഞു, നീൽ, നമ്മൾ 4 പേരുമേ ഈ കാര്യം അറിയാവൂ. വേറെ ഒരാളും ഇതറിയരുത്. വളരെ വളരെ രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവരിപ്പോൾ സംസാരിക്കുന്നത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് പല ആളുകളും എത്തിത്തുടങ്ങി. ആ പ്രവാചകന്റെ പ്രവചനം കേട്ടതുകൊണ്ടാണ് പലരും വന്നിരിക്കുന്നത്. ഹോളി റീജിയനെയും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത്ത് ഗാർഡിയൻ സീൽ ചെയ്തിട്ട് കാലം കുറേയായി. ആ സീൽ ബ്രേക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രവാചകന്റെ പ്രവചനമാണ് പലരെയും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മിസ്റ്റിക് വേൾഡിലേക്ക് ഓടി എത്തിയിരിക്കുന്നത് ആ ന്യൂ സെലസ്റ്റിൽ തന്നെയുള്ള അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളിലെ ആളുകളാണ്. അവർക്കൊപ്പം ജിയാങ്ഹിയും ഓടിയെത്തിയിട്ടുണ്ട്. ജിയാങ്ഹി എത്തിയിരിക്കുന്നത് കാൻ സിറ്റിയിൽ നിന്നാണ്. എല്ലാവരും ആ അവിസ്മരണീയമായ ആ രംഗം കാണാനാണ് വന്നിരിക്കുന്നത്. യാവോമെങ്ങും യുവാൻ ഷോയും ചൂ ഹെഡും ഷുവാങ് ടെങ്ങും കോങ് യാനിക്കും എല്ലാം ഉണ്ട്. അവർക്ക് പുറമെ തികച്ചും അപരിചിതരായ ആളുകളും അവിടേക്ക് വന്നിട്ടുണ്ട്. ആ അപരിചിതരും മാർഷൽ സെയിന്റുകളാണ്. എല്ലാവരും ത്രില്ലിലാണ്. ആ ത്രില്ല് അവരുടെ മുഖത്ത് വിസിബിൾ ആണ്. മാർക്ക് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ചൂ ഹെഡ് മാർക്കിനെ വിളിച്ചുകൊണ്ട് പതുക്കെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ചൂ ഹെഡ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് മാർക്കിനോട് കാര്യം പറയാനുണ്ട്. എന്താ ചൂ, പറഞ്ഞോളൂ. മാർക്ക്, ആ യുവാൻ ഷോയെ മാർക്ക് ശ്രദ്ധിച്ചായിരുന്നു? ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ യുവാൻ ഷോയുടെ ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ഗന്ധം എനിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ചൂ ഹെഡ് അത് പറഞ്ഞപ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് ആ ഭാഗം മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തു. ശരിയാണ്, യുവാൻ ഷോയുടെ ബോഡിയിൽ നിന്ന് പുറത്തു വരുന്ന ഗന്ധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് മനസ്സിലായതും മാർക്ക് ഫെല്ലർ ചൂ ഹെഡിനോട് ചോദിച്ചു, അത് ശരിയാണല്ലോ, നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? മാർക്ക്, ഈ യുവാൻ ഷോ നമ്മളുമായിട്ടൊക്കെ കണക്ട് ചെയ്താണ് നിൽക്കുന്നെങ്കിലും അവന് നമ്മൾക്കാർക്കുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകത ഉള്ളതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല എനിക്ക് ആ തോന്നലുണ്ടായത്, കുറേ നാളുകൾക്ക് മുമ്പേ ആ തോന്നലുണ്ടായി. നമ്മൾ ആ ക്ലൗഡ് ഡ്രാഗൺ ഐലൻഡിൽ പോയില്ലേ, ആ സമയത്ത് ആ കടലിലെ ഡീമനുകളുമായി നമ്മൾ ഏറ്റുമുട്ടിയ സമയത്ത് എൻ്റെ സമീപത്ത് ഈ യുവാൻ ഷോ ഉണ്ടായിരുന്നു. യുവാൻ ഷോ ശരിക്കും എന്നെ അതിശയപ്പെടുത്തിയിരുന്നു. അവൻ്റെ ആ സ്കില്ല് വഴി നമ്മൾക്ക് ആർക്കും ഇല്ലാത്ത കപ്പാസിറ്റിയും സ്കില്ലും യുവാൻ ഷോയ്ക്ക് ഉണ്ട്. യുവാൻ ഷോ ശരിക്കും യാവോമെങ്ങിനും മാർക്കിനും ഒപ്പം നിൽക്കാൻ പറ്റുന്ന കക്ഷിയാണ്. സാധാരണഗതിയിൽ ലൈം ലൈറ്റിലേക്ക് കടന്നു വരാൻ മടിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ യുവാൻ ഷോ. പലപ്പോഴും യാവോമെങ്ങിനും ചൂ ഹെഡിനും ഒപ്പമൊക്കെ യുവാൻ ഷോയെ മാർക്ക് കാണാറുള്ളതാണ്. മാർക്കിനോട് ഒരു അടുപ്പം തുടക്കം മുതലേ കാണിക്കുന്ന ആളാണ് ഈ യുവാൻ ഷോ. ആ യുവാൻ ഷോയെ കുറിച്ചാണ് ചൂ ഹെഡ് അവന്റെ മനസ്സിലെ സംശയങ്ങൾ പങ്കുവച്ചത്. ചൂ, നീ എന്താ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, അവൻ ആ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത്
അവൻ്റെ ബോഡിയിലെ ഓറ വളരെ അടുത്ത് നിന്ന് അനുഭവിച്ച ആളാണ്. ആ സമയത്ത് എനിക്ക് മറ്റൊരാളുടെ ഓറയുമായി അതിന് സാമ്യമുള്ളതായി തോന്നിയിരുന്നു. ആരുടെ ഓറയുമായി? മാർക്ക് പെട്ടെന്ന് ചോദിച്ചു പോവുകയാണ്. മാർക്ക്, ആ ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ടോറസ് ഇവിടെ വന്നിട്ടില്ലേ? ആ ടോറസിന്റെ ഓറയും യുവാൻഷയുടെ ഓറയും ഒന്നാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ചൂഹെഡ് മാർക്കിന് കൊടുത്തത്. ചൂഹെഡ് പറഞ്ഞത് കേട്ടതും മാർക്ക് അറിയാതെ അവിടെ ഗ്രൂപ്പിനിടയിൽ നിന്ന് സംസാരിക്കുന്ന യുവാൻഷയെ നോക്കിപ്പോവുകയാണ്. ഇമോർട്ടൽ സ്ലെയിങ് സെക്ഷന്റെ അനന്തരാവകാശികളിൽ ഒരാളാണ് ഈ ടോറസ്. ആ ടോറസിനെ പോലെ ഇനി മറ്റൊരു അനന്തരാവകാശിയാണോ ഈ യുവാൻഷോ? യുവാൻഷോയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അധികം വിവരങ്ങളൊന്നും ചൂഹെഡിനുമില്ല, മാർക്കിന് തീരെയില്ല. എപ്പോഴോ ഈ യുവാൻഷോ അവരുമായി കണക്ട് ആയതാണ്. അവനെക്കുറിച്ചുള്ള കൂടുതൽ ഡേറ്റകൾ അവൻ സാധാരണ ആരുമായി പങ്കുവയ്ക്കാറുമില്ല. ചൂഹെഡ് അവൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ മാർക്കിനോട് പറഞ്ഞപ്പോൾ മാർക്ക് ചൂഹെഡിനോട് പറഞ്ഞു, ഓക്കെ, തൽക്കാലം നമുക്ക് ഈ വിഷയം ഇവിടെ വിടാം. എന്തായാലും നിന്റെ ഒരു കണ്ണ് യുവാൻഷോയിൽ ഉണ്ടാകണം. മാർക്ക്, അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ? ഞാൻ യുവാൻഷോയെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇന്നും ഇന്നലെയോ അല്ലല്ലോ. ഇത് മാർക്കിനോട് പറയണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഇത്രയും കാലം. എന്തായാലും മാർക്ക് കൂടി അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അങ്ങനെ ചൂഹെഡ് പറയുമ്പോഴേക്കും മാർക്കിന്റെ അടുത്തേക്ക് യാവമെങ്ങും യുവാൻഷോയും ആ ടീമും നടന്നു വരികയാണ്. മാർക്കിന്റെ അടുത്തേക്ക് നടന്നു വന്ന യാവമെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ശരിക്കും ആവേശത്തിലാണ്. ഹോളി റീജൻ തുറക്കപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ മാർക്ക്, സത്യം നമുക്കേ അറിയാവൂ. ഇന്നല്ലെങ്കിൽ നാളെ മിക്കവാറും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്കുള്ള ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിന്റെ ആ വാതിൽ തുറക്കപ്പെടും. അങ്ങനെ തുറന്നാൽ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ആ ഹയറപ്സ് ഇവിടെ എത്തും. അവരെ നമ്മൾ എങ്ങനെ നേരിടും? അതിന് മറുപടി പറഞ്ഞത് ചാങ് മാങ് ആണ്. യാവോ, അതിനെക്കുറിച്ച് എന്താ ആലോചിക്കാതിരിക്കുന്നത്? നമുക്ക് അവനെ ഇടിക്കാം. ചാങ് മാങ്ങിന്റെ ആ ധൈര്യപൂർവ്വമുള്ള മറുപടി കേട്ടതും മാർക്ക് ഫെല്ലർ പോലും ചിരിച്ചു പോവുകയാണ്. ചാങ്, നീ വിചാരിക്കും പോലെ അത്ര സിമ്പിൾ അല്ല കാര്യം. നമ്മുടെ ഒന്നും കയ്യിൽ ഒതുങ്ങുന്ന കക്ഷികളൊന്നും അല്ല ഈ ഹയറപ്സ്. അങ്ങനെ മാർക്ക് പറഞ്ഞതും കോങ്യാനിക് മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, അപ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കോങ്, നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ആദ്യം അവർ വരട്ടെ, നമുക്ക് നോക്കാം എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ മീറ്റിംഗ് അവിടെ അവസാനിച്ചു. അന്ന് ഏകദേശം രാത്രിയാകാറായപ്പോൾ ജിയാങ് ഹി ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ അങ്ങനെ നടക്കുകയാണ്. അയാൾ നടന്നെത്തിയത് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന്റെ ഏകദേശം പുറകു ഭാഗത്തുള്ള ഒരു മലയുടെ മുകളിലേക്കാണ്. ജിയാങ് ഹി ആ മലയുടെ മുകളിലേക്ക് നടക്കുന്ന സമയത്ത് യാവമെങ്ങും കൂട്ടരും ഒക്കെ ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡും സെക്കൻഡ് മിസ്റ്റിക് വേൾഡും തമ്മിൽ കണക്ട് ചെയ്യപ്പെടുമെന്ന് അവർ കരുതുന്ന ആ സ്ഥലത്ത് പോയി നോക്കുന്നുണ്ട്. അവിടെ ആ ഗ്യാപ്പ് വളരെ വളരെ വലുതായിരിക്കുകയാണ്. ഏകദേശം ഒരടി വലിപ്പമുള്ള വലിയൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനെയും ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ആ സീല് തകരും. ആ കാഴ്ച കണ്ടപ്പോൾ അങ്ങനെയാണ് യാവോമിങ്ങിന് തോന്നിയത്. യാവോ കോങ് യാനിക്കിനോടും ചാങ് മാങ്ങിനോടും യുവാൻഷോടും ഒക്കെ ആ വിവരങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജിയാങ് ഹി ആ മലയുടെ മുകളിലേക്ക് നടന്നെത്തി. ജിയാങ് ഹി ആ മലയുടെ മുകളിൽ നടന്നെത്തുമ്പോൾ വിദൂരത്തിലേക്ക് നോക്കി കൈ പുറകിൽ കെട്ടി സാക്ഷാൽ മാർക്ക് ഫെല്ലർ അങ്ങനെ നിൽക്കുകയാണ്. ജിയാങ് ഹി മാർക്ക് ഫെല്ലറുടെ അടുത്തേക്ക് നടന്നു വന്നു. മാർക്ക്, നീ എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്താ സംഭവം? അങ്ങനെ ജിയാങ് ഹി ചോദിച്ചതും മാർക്ക് ജിയാങ് ഹിയോട് ചോദിച്ചു, സീനിയർ ഇപ്പോ ആ ലെറ്റർ ഫോർമുലയിൽ ഏത് ലെവൽ വരെ പഠിച്ചിട്ടുണ്ടാവും? 9 സീക്രട്സ് എന്ന ലെറ്റർ ഫോർമുല മാർക്ക് ഫെല്ലറെ ജിയാങ് ഹിയാണ് പഠിപ്പിച്ചത്. മാർക്ക് ഫെല്ലറെ ആ ലെറ്റർ ഫോർമുല പഠിപ്പിച്ച ജിയാങ് ഹി ആ ലെറ്റർ ഫോർമുലയിൽ ഏത് ലെവൽ വരെ എത്തി എന്നുള്ള മാർക്കിന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നെ ജിയാങ് ഹി പറയുകയും ചെയ്തു. മാർക്ക്, ഞാനിപ്പോ 5th ലെവല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ആ 5th ലെവലിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സീനിയർ, അതെന്താ അങ്ങനെ? മാർക്ക്, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏവർക്കും പരിധികളുണ്ട്. എൻ്റെ പരിധിയിൽ ഞാൻ എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. 9 സീക്രട്സ് എന്നുള്ളത് വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ ഏറെ റൂൾസ് ചേർന്ന ആയോധന വിധിയാണ്. ആക്ച്വലി അതിൻ്റെ പ്രാക്ടീസ് നടക്കുന്നത് മനസ്സിനുള്ളിലാണ്. ആ പ്രാക്ടീസ് ശരിക്കും സിസ്റ്റമാറ്റിക്കായി ആര് പൂർത്തീകരിച്ചാലും ആ പൂർത്തീകരിക്കുന്ന ലെവലിൽ അവരുടെ ശക്തി വൻതോതിൽ വർദ്ധിക്കും. അത് മാർക്കിനും അറിയാം. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജിയാങ് ഹി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ ഏത് ലെവലിൽ വരെ എത്തി?
സീനിയർ, ഞാൻ 3 ലെവൽ കംപ്ലീറ്റ് ആയി. മാർക്ക്, അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. സീനിയർ, എനിക്കപ്പോ മുകളിലോട്ട് പോകാൻ പറ്റില്ലേ? മാർക്ക്, 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? സീനിയർ, അതെന്ത് ചോദ്യമാ? 1000. 100നെ 20 കൊണ്ട് ഗുണിച്ചാലോ? 2000. 50 കൊണ്ട് ഗുണിച്ചാൽ 5000. 100 കൊണ്ട് ഗുണിച്ചാൽ 10000. മാർക്ക് ജാൻഹിയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുകയാണ്. മാർക്ക്, ഗുണിക്കപ്പെടുന്ന സംഖ്യ മാറുന്നതനുസരിച്ച് ഉത്തരം മാറുന്നുണ്ടല്ലേ? അല്ല സീനിയർ, എന്താ ഉദ്ദേശിക്കുന്നത്? മാർക്ക്, ഓരോ ആളിനും ഓരോ ലെവലുണ്ട്. ആ ലെവലാണ് ശരിക്കും റിസൾട്ടിനെ സ്വാധീനിക്കുക. ജാൻഹി അത് പറഞ്ഞപ്പോൾ മാർക്ക് ഒന്നും മനസ്സിലാക്കാത്ത പോലെ ജാൻഹിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ജാൻഹി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇപ്പോൾ 3rd ലെവൽ സീക്രട്ട് ഫോർമുല പഠിച്ചു കഴിഞ്ഞ വ്യക്തിയാണ്. ആ 3rd ലെവലിൽ വേറെ ആരെങ്കിലുമൊക്കെ എത്തിയെന്ന് വിചാരിക്കുക. അവരുടെ കപ്പാസിറ്റിയും നിന്റെ കപ്പാസിറ്റിയും ഒരുപോലെ ആകുമോ? ഇല്ല, അത് ചിലപ്പോൾ വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരാൻ എന്താ കാരണം? അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി. മാർക്ക് അത്രയും പറഞ്ഞപ്പോൾ അറിയാതെ അങ്ങ് സ്റ്റക്കായി നിന്നു പോവുകയാണ്. ജാൻഹി പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴാണ് മാർക്കിന് മനസ്സിലായത്. ഓരോ ആളിനും വ്യത്യസ്ത കപ്പാസിറ്റിയാണ് ഉള്ളത്. ആ കപ്പാസിറ്റി അനുസരിച്ച് ഈ 9 സീക്രട്സിലെ ഓരോ ലെവലും കടക്കുമ്പോൾ ലഭിക്കുന്ന റിസൾട്ടും വ്യത്യസ്തമാകും. മാർക്ക് ഫെല്ലർ ഇനി 5th ലെവലിൽ എത്തിയാൽ ജാൻഹി 5th ലെവലിൽ എത്തുമ്പോലെ ആകില്ല. മാർക്കിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് റിസൾട്ടിൽ വ്യതിയാനം ഉണ്ടാകും. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്, അവരുടെ കപ്പാസിറ്റിയും വ്യത്യസ്തമാണ്. അത് മനസ്സിലായതും മാർക്ക് ജാൻഹിയോട് ചോദിച്ചു, സീനിയർ, ആ 5th ലെവല് പഠിക്കാൻ സീനിയർക്ക് എത്ര നാൾ വേണ്ടി വന്നു? എത്രയോ കാലങ്ങളായി ആ 9 സീക്രട്സ് അറിയാവുന്ന ആളാണ് ജാൻഹി. ജാൻഹി എത്ര കൊല്ലം എടുത്തിട്ടാണ് ആ 5th ലെവല് പഠിച്ചതെന്ന് അറിയാനാണ് മാർക്ക് അങ്ങനെ ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ജാൻഹി ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൃത്യം 32 ദിവസങ്ങൾ കൊണ്ടാണ് ഞാൻ ആ 5th ലെവല് പഠിച്ചത്. വെറും 32 ദിവസങ്ങളെ ആ 5th ലെവല് പഠിക്കാൻ ജാൻഹി എടുത്തുള്ളെന്ന് കേട്ടപ്പോൾ മാർക്കിന് ഒരു വല്ലാത്ത അതിശയം തോന്നുകയാണ്. ജാൻഹി ആ പൈറോയില് നമ്പർ 1 കാലങ്ങളോളം നിലനിന്ന വ്യക്തിയാണ്. ജീനിയസ് ആണ് ജാൻഹി എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ആ ജീനിയസ് ആയ ജാൻഹി 32 ദിവസം കൊണ്ട് ആ ഫോർമുല പഠിച്ചതിൽ ഒരു അതിശയവുമില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാൻ ജാൻഹിക്ക് പറ്റുന്നില്ല. അതാണ് ജാൻഹിയുടെ പ്രശ്നം. അതിശയത്തോടെ തന്നെ നോക്കുന്ന മാർക്ക് ഫെല്ലർ നോക്കി ജാൻഹി ചോദിച്ചു, മാർക്ക്, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മിക്കവാറും ആ ഫസ്റ്റ് മിസ്റ്റേക്ക് വേർഡ് എന്നുള്ള വഴി തുറക്കപ്പെടാനാണ് സാധ്യത. അങ്ങനെ സംഭവിച്ചാൽ ആ ഫസ്റ്റ് മിസ്റ്റേക്ക് വേർഡിലെ ആളുകളെ നേരിടാൻ നിനക്ക് പറ്റുമോ? സീനിയർ, അതൊരു ചോദ്യമാണ്. എന്തായാലും ഞാനൊരു ശ്രമം നടത്തി നോക്കും. മാർക്ക് അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് ഒരു കോൺഫിഡൻസ് ജാൻഹി കാണുന്നുണ്ട്. ജാൻഹിയും മാർക്കും ഒരുപാട് നേരം ആ മലയുടെ മുകളിൽ നിന്ന് സംസാരിക്കുകയാണ്. രാത്രി നല്ല ഇരുണ്ടു തുടങ്ങിയപ്പോഴാണ് അവര് ആ വസ്തുവിലേക്ക് മടങ്ങിയെത്തുന്നത്. നേരം പുലർന്നു. ആ സെക്കൻഡ് മിസ്റ്റേക്ക് വേർഡിനകത്ത് മാർക്കുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ ആളുകളുണ്ട്. എല്ലാവരും അതിരാവിലെ എണീറ്റിട്ടുണ്ട്. ഓരോരുത്തരും അവരവരുടെ ആക്ടിവിറ്റീസിൽ അങ്ങനെ വ്യാപൃതരായിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു ശബ്ദം സകലരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. ശരിക്കും ചെവി തുളയ്ക്കുന്ന ഒരു ശബ്ദമാണ് അവർ കേട്ടത്. ശബ്ദം കേട്ട് സകലരും അവരവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആകാശത്തേക്ക് ഭൂമിയിൽ നിന്ന് ഒരു പ്രകാശം കുതിച്ചുയരുന്നാണ് അവർ കണ്ടത്. കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം. ശരിക്കും ആളുകളുടെ കണ്ണ് അടിച്ചു പോകത്തക്ക ശൈലിയിൽ ആ പ്രകാശം ആകാശം മുഴുവൻ അങ്ങ് വ്യാപിച്ചു. ആ സെക്കൻഡ് മിസ്റ്റേക്ക് വേൾഡ് മുഴുവൻ ആ പ്രകാശം തൽപരമായി വ്യാപിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല. അപ്പോ വീണ്ടും കാതടയ്ക്കുന്ന ശബ്ദം ഒരു കേൾക്കുകയാണ്. ആ ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് സീസർ കണ്ടുവയ്ക്കാതെ നോക്കുമ്പോൾ സീസറാണ് ആ കാഴ്ച ആദ്യം കണ്ടത്. ഫസ്റ്റ് മിസ്റ്റേക്ക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റേക്ക് വേൾഡിലേക്കുള്ള ആ വഴിയിലൂടെ അനവധി ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ഇറങ്ങി വരുന്ന ആളുകളെ കണ്ട സീസർ അമ്പരപ്പോടെ ആ ആളുകളെ തന്നെ നോക്കുകയാണ്. ആകാശം മുഴുവൻ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുമ്പോൾ ആ 8 ആളുകളും പുറത്തേക്ക് വന്നു. ആ 8 ഹൈറപ്സും അങ്ങനെ നിരന്നു നിന്നതും ശരിക്കൊരു പ്രഷർ എല്ലാവർക്കും അനുഭവപ്പെട്ടു തുടങ്ങി. പൗലിയൻ മാസ്റ്ററും ജിയാങ്ഹിയും എന്ന് വേണ്ട സകല ആളുകളും ആ കാഴ്ച കാണുന്നുണ്ട്. സകലരുടെ പുറത്തും ശക്തമായ പ്രഷർ അനുഭവപ്പെട്ടതും ആ 8 പേരുടെ മുന്നിലേക്ക് സീസർ ഓടിയെത്തി. സീസർ അവരെ കണ്ടു തൊഴുതു. ഹൈറപ്സ്, നമസ്കാരം, ഞാൻ സീസർ. അങ്ങനെ സീസർ പറഞ്ഞതും ആ ഹൈറപ്സ് എന്ന് ഒരാൾ സീസറോട് ചോദിച്ചു, എവിടെ മാർക്ക് ഫെല്ലർ? ശരിക്കും മുഴക്കമുള്ള ഒരു ശബ്ദത്തിലാണ് ആ മനുഷ്യൻ ആ ചോദ്യം ചോദിച്ചത്. അയാൾ അങ്ങനെ ചോദിക്കുമ്പോൾ
ആ എൻ്റെ സെക്കൻഡ് മിസ്റ്റിക് വേൾഡും ഏതാണ്ട് വിറയ്ക്കുന്നു എന്ന് പറയാം. അയാളുടെ ബോഡിക്ക് ചുറ്റുമായി അതിശക്തമായ ഒരു ഓറ സകലർക്കും വിസിബിളാണ്. കണ്ണുകൊണ്ട് നമുക്ക് കാണാം. ആ ശൈലിയിലാണ് അയാളുടെ ബോഡി തിളങ്ങുന്നത്. ആ 8 പേരും മൈറ്റി ലെവലിൽ ഉള്ള ആളുകളാണെന്ന് ഒറ്റത്തോടെ തന്നെ വ്യക്തമാണ്. മൈറ്റി ലെവലുകാരാണെന്ന് മാത്രമല്ല, അവരൊക്കെ മൈറ്റി ലെവലിലെ പീക്ക് ലെവലുകാരുമാണ്. ആ കാര്യവും വ്യക്തമാണ്. സീസർ ആ ഹൈറപ്സിനോട് പറഞ്ഞു, മാർക്ക് എവിടെയുണ്ടെന്ന് അറിയില്ല എന്നാണ് സീസർ പറയാൻ പോയത്. ആ വാചകം പൂർത്തിയാക്കാൻ അനുവദിക്കാതെ സീസറോട് സംസാരിച്ച വ്യക്തി ഉറക്കെ പറഞ്ഞു, നുണ പറയാൻ നീ ശ്രമിക്കണ്ട. എനിക്കറിയാം ഇവിടെ മാർക്ക് ഫെല്ലർ ഉണ്ടെന്ന്. മാർക്ക് ഫെല്ലറെ മാത്രമല്ല, നിങ്ങളെ മുഴുവൻ പേരെയും ഞാനിത് കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ മനുഷ്യൻ കൈ ഒന്ന് ഉയർത്തിയതും ശരിക്കും അയാളുടെ കയ്യിലേക്ക് ശക്തമായ ഒരു പ്രകാശം കേന്ദ്രീകരിക്കപ്പെടുന്നത് സകലരും കണ്ടു. ആ പ്രകാശം അയാളുടെ കയ്യിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടതും സകല ആളുകൾക്കും വൻതോതിൽ പ്രഷർ അനുഭവപ്പെട്ടു. ആ പ്രഷർ അനുഭവപ്പെട്ട നിമിഷത്തിൽ പൗലിയൻ മാസ്റ്ററും യാങ്കി ഉൾപ്പെടെയുള്ള സകലരും അവിടെ തറയിലേക്ക് വീണു പോവുകയാണ്. ശരിക്കും അതിശക്തമായി അവരാരോ പിടിച്ച് ഭൂമിയിലേക്ക് താഴ്ത്തിയത് കൊണ്ടാണ് അവരെല്ലാം ആ മണ്ണിലേക്ക് വീണത്. യാവോമെങ് ഉൾപ്പെടെയുള്ള ആ അരിസ്റ്റോക്രാറ്റിക് കുടുംബാംഗങ്ങളും വീണിട്ടുണ്ട്. തറയിലേക്ക് വീണ ആ ആളുകളെ നോക്കിയിട്ട് ആ മനുഷ്യൻ ഉറക്കെ പറഞ്ഞു, നിങ്ങളെ മുഴുവൻ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ ആ മാർക്കുമായി ഫൈറ്റ് തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് അവിടേക്ക് ഓടി വന്നു. ഫൈറ്റ് ഞാനും നിങ്ങളും തമ്മിലാണ്, അവരെ ആരെയും ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും ആ മനുഷ്യൻ ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നീ എത്തിയല്ലേ? ശരി, നിന്നെ കാണാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അത് കേട്ടതും മാർക്ക് ഫെല്ലർ പറഞ്ഞു, നിങ്ങളല്ലേ അന്ന് ഗൂഡ്ഷീഷന്റെ ബോഡിയിൽ കയറി എന്നോട് ഏറ്റുമുട്ടിയത്? അന്ന് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും മതിയായില്ലേ? അത് കേട്ടതും ആ മനുഷ്യൻ ഒന്ന് പൊട്ടിച്ചിരിച്ചു. മാർക്ക് ഫെല്ലർ, നിന്റെ ഈ കൂസലില്ലായ്മ എന്നെ തെല്ലൊന്നുമല്ല അതിശയിപ്പിക്കുന്നത്. അന്ന് ഞാൻ നിന്നോട് ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ ഡിവൈൻ സെൻസിന്റെ ഒരു അംശം മാത്രമാണ് നിന്നോട് ഏറ്റുമുട്ടിയത്. ഇന്ന് ഞാനിതാ ഈ ഫിസിക്കൽ ബോഡിയിൽ നിന്റെ മുന്നിലുണ്ട്. എൻ്റെ പേര് യാൻ യോങ് ഫു. ഞാനാണ് ഈ 8 ടീമിന്റെ ക്യാപ്റ്റൻ. യാൻ യോങ് ഫു അത് പറഞ്ഞതും എല്ലാവരും അയാളെ തന്നെ ഒന്ന് നോക്കുകയാണ്. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആരും കാണാത്ത ആ 8 ഹൈറപ്സുകളെ ആദ്യമായിട്ടാണ് അവരൊക്കെ കാണുന്നത്. ആ 8 ഹൈറപ്സിനും ചേർന്ന് ഒരു ലീഡർ ഉണ്ടെന്നും ആ ലീഡർ ഈ യാൻ യോങ് ഫു ആണെന്നും ഇതാ അവർ തിരിച്ചറിയുകയാണ്. യാൻ യോങ് ഫു അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ യാൻ യോങ് ഫുവിനോട് പറഞ്ഞു, നിങ്ങളെ അവസാനിപ്പിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്. മാർക്ക് അത് പറഞ്ഞതും ആ ഹൈറപ്സുകൾ ഒന്നടങ്കം അന്ന് ചിരിച്ചു. ആ ചിരിയുടെ അവസാനം യാൻ യോങ് ഫു കൈ നിവർത്തി ഒരൊറ്റ ഇടി. യാൻ യോങ് ഫുവും മാർക്ക് ഫെല്ലറും തമ്മിൽ ഒത്തിരി ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലേക്കാണ് യഥാർത്ഥത്തിൽ യാൻ യോങ് ഫു ആഞ്ഞിടിച്ചത്. മാർക്ക് ആ ഇടി പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ മാർക്കിന്റെ ബോഡിയിൽ ആ സെയിൻലി ബോഡി ടെക്നിക്കും വജ്ര ബോഡി ടെക്നിക്കും അതുപോലെ ഗ്രീൻവുഡ് ബോഡി ടെക്നിക്കും ഒക്കെ മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനു പുറമെ നെറ്റിയിൽ ആ ഡ്രാഗൺ പവറും മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്ക് തൻ്റെ കയ്യിലുള്ള എല്ലാ എടുത്ത് ആ പഞ്ചിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലാണ്. അതിശക്തമായി മാർക്കിന് നേരെ വായുവിലൂടെ യാൻ യോങ് ഫു പഞ്ച് ചെയ്തതും മാർക്ക് 2 കൈകൊണ്ടും ആ പഞ്ച് തടുക്കുകയാണ്. ശരിക്കും തിരിച്ച് ആ പഞ്ചിൽ പഞ്ച് ചെയ്യാനുള്ള ഒരു തോന്നൽ മാർക്കിനില്ല. തന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ മാർക്കിനുള്ളൂ. മാർക്ക് പെട്ടെന്ന് കൈയെടുത്ത് കുറുകെ പിടിക്കുമ്പോഴേക്കും ആ പഞ്ച് മാർക്കിന്റെ പുറത്ത് പതിച്ചു കഴിഞ്ഞു. ആ പഞ്ച് പതിച്ചതും മാർക്ക് ഫെല്ലർ പട്ടം പൊട്ടി പറക്കും പോലെ നിന്ന സ്ഥലത്തുനിന്ന് പറന്ന് ഒത്തിരി ദൂരേക്ക് ചെന്ന് വീണു. ആ പറക്കത്തിനിടയിൽ മാർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുണ്ടായിരുന്ന ആ ഗ്രീൻവുഡ് കവറാണ് ആദ്യം തകർന്നത്. രണ്ടാമത് ആ വജ്ര ടെക്നിക്കും മൂന്നാമത് ആ സെയിൻലി ബോഡി ടെക്നിക്കും തകർത്തിരിക്കുകയാണ്. മാർക്കിന്റെ പച്ചയും സ്വർണവും കലർന്ന ആ എല്ലാ കവറിങ്ങുകളും തകർന്ന് ദൂരേക്ക് തെറിച്ചു വീണ് മാർക്കിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് വരുന്നുമുണ്ട്. താഴേക്ക് വീണ മാർക്ക് പതുക്കെ എണീക്കുന്ന കണ്ടതും യാൻ യോങ് ഫു ശരിക്കും അമ്പരന്ന് പോവുകയാണ്. അയാൾ വളരെ കാഷ്വലായിട്ട് പഞ്ച് ചെയ്തു എന്നാണ് അത് കണ്ട ആളുകളൊക്കെ കരുതുക. എന്നാൽ സത്യം അതല്ല.
അയാൾ അയാളുടെ മുഴുവൻ എനർജിയും ആ പഞ്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സകല ഊർജവും വളരെ ചെറിയ ഒരു പോയിന്റിലേക്ക് അയാൾ കേന്ദ്രീകരിച്ചതാണ്. ആ ഇടി ആർക്ക് ഏറ്റാലും ആ ആള് അവിടെ അവസാനിക്കേണ്ടതാണ്. പക്ഷേ മാർക്ക് ഫെല്ലർ വീണ്ടും എണീക്കുന്ന കണ്ടപ്പോൾ യാൻ യോങ്ഫുവിന് വല്ലാത്തൊരു അമ്പരപ്പാണ് തോന്നിയത്. യാൻ യോങ്ഫു ശരിക്കും അമ്പരപ്പോടെ മാർക്കിനെ നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, നീ അസാമാന്യനാണല്ലോ. വെറുതെ അല്ല നീ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെ പൊളിച്ചടിക്കിയത്. ഈ ഭൂമിയിൽ ഒരാൾക്കും ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചിരുന്നപ്പോഴാണ് നീ ഞങ്ങളുടെ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനെയും സെക്കൻഡ് മെക്സിക് വേർഡിനെയും തകർത്തത്. എന്തുകൊണ്ടാണ് നിനക്കത് കഴിഞ്ഞതെന്ന് പലപ്പോഴും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോഴാ അത് മനസ്സിലായത്. നീ ശരിക്കും ശക്തൻ തന്നെയാണ്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ എൻ്റെ ഫസ്റ്റ് പഞ്ചാണ് തടുത്തിരിക്കുന്നത്. അപ്പോ ബി റെഡി ഫോർ ദ സെക്കൻഡ് പഞ്ച്. വളരെ നാടകീയമായിട്ടാണ് യാൻ യോങ്ഫു അത് പറയുന്നത്. അയാളുടെ ആദ്യത്തെ ഇടി തടുക്കാനായി മാർക്ക് സെയിൻലി ബോഡി ടെക്നിക്കും വജ്ര ബോഡി ടെക്നിക്കും ഗ്രീൻവുഡ് ടെക്നിക്കും സംയുക്തമായാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം ആ ഡ്രാഗൺ പവറും ഉപയോഗിച്ചിരുന്നു. മാർക്ക് പെട്ടെന്ന് അവയെല്ലാം വീണ്ടും ഒന്ന് റീജനറേറ്റ് ചെയ്തു. വീണ്ടും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ പ്രകാശവും പച്ച പ്രകാശവും ഒക്കെ ഉണ്ടാവുകയാണ്. നെറ്റിയിൽ ആ നീലപ്രകാശം ഉണ്ടായി. മാർക്കിന് ഇനി കൈവശമുള്ളത് ആ ഫ്ലെയിം മാത്രമാണ്. മാർക്ക് ആ ഫ്ലെയിം കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ സമയത്ത് പെട്ടെന്നാണ് രക്തത്തിന് നിറമുള്ള ഒരു പ്രകാശം കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന് മുന്നിലൂടെ പാഞ്ഞു പോകുന്നത് മാർക്കിന്റെ ദൃഷ്ടിപ്പെട്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് മനസ്സിലാകും മുമ്പ് ആ യാൻ യോങ്ഫു ശരിക്കും ദൂരേക്ക് തെറിച്ചു കഴിഞ്ഞു. തികച്ചും അപ്രതീക്ഷിതമായിട്ട് യാൻ യോങ്ഫുവിനെ ചാങ്മാങ് ചാടി ഇടിക്കുകയായിരുന്നു. മാർക്കിനെ പഞ്ച് ചെയ്യാനായി കൈ ഉയർത്തിയ യാൻ യോങ്ഫു സൈഡിൽ കൂടി ചാങ്മാങ് വന്നത് കണ്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ചാങ്മാങ്ങിനെ പ്രതിരോധിക്കാനും പറ്റിയില്ല. ശരിക്കും അതിശക്തനാണ് ചാങ്മാങ്. ചാങ്മാങ്ങിന്റെ ബോഡി തന്നെ ഉരുക്ക് പോലെയാണ്. ആ ശക്തമായ ശരീരമുള്ള ചാങ്മാങ് ഒരു വലിയ കാസറോളിന് അത്രയും വലിപ്പമുള്ള മുഷ്ടി കൊണ്ട് ഒരൊറ്റ ഇടി ആ യാനിന് കൊടുത്തപ്പോൾ അയാൾ നിന്നു നിൽപ്പിൽ പറന്ന് ഒത്തിരി ദൂരേക്ക് ചെന്ന് വീണു. ശരിക്കും അയാൾ വീണ ഭാഗത്തേക്ക് ആ നിമിഷത്തിനെ ചാങ്ങം പറന്നെത്തിയായിരുന്നു. ആ യാൻ യോങ്ഷുവിന് എണീക്കാൻ പറ്റുന്നതിന് മുമ്പ് ചാങ്മാങ് തുരുതുര ഇടി തുടങ്ങി. 1, 2, 3 എന്ന ആളുകൾക്ക് എണ്ണാൻ പറ്റുന്നതിന് മുമ്പ് ചാങ്മാങ് തുരുതുര ആ യാൻ യോങ്ഫുവിന്റെ പുറത്തേക്ക് ഇടിച്ച് കയറുകയാണ്. ഏകദേശം 1 ഡസനോളം പഞ്ച് സെക്കൻഡുകൾക്കകം അയാളുടെ പുറത്തു വീണു. പക്ഷെ അടുത്ത നിമിഷത്തിൽ നമ്മൾ കാണുന്നത് ദൂരേക്ക് തെറിക്കുന്ന ചാങ്മാങ്ങിനെയാണ്. അതിനു മുമ്പ് നമ്മൾ ഒരു ശബ്ദവും കേട്ടു, ഒരു അലർച്ച. യാൻ യോങ്ഫു ഒന്ന് അലറിയതും അയാളുടെ ബോഡിയിൽ നിന്ന് ശക്തമായൊരു പ്രകാശം ജനറേറ്റ് ചെയ്യപ്പെടുകയും ആ പ്രകാശം ചാങ്മാങ്ങിനെ എടുത്തങ്ങ് എറിയുകയുമായിരുന്നു. ഒത്തിരി ദൂരേക്കാണ് ചാങ്മാങ് തെറിച്ചു വീണത്. ആ കാഴ്ച കണ്ട മാർക്ക് ഫെല്ലർ ഓടി ചാങ്മാങ്ങിന്റെ അടുത്തെത്തി. ആ വീഴ്ചയിൽ ചാങ്മാങ്ങിന്റെ ബോഡി ശരിക്കും നുറുങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ചാങ്മാങ്ങിന്റെ ഇടിയേറ്റ് കുഴിയിലേക്ക് താണുപോയ യാൻ യോങ്ഫു പുറത്തേക്ക് വന്നിട്ടുണ്ട്. അയാളുടെ കൈയൊന്ന് കുടഞ്ഞതും അയാളുടെ പുറത്തുള്ള ആ പരിക്കൊക്കെ ആ നിമിഷം അപ്രത്യക്ഷമായി. അയാൾ മൈറ്റി റലമിലെ പീക്ക് ലെവലുകാരനാണ്. ആ വ്യക്തിക്ക് ബോഡിയിലെ പരിക്കൊന്നും ഒരു വിഷയമേ അല്ല. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ എടുത്തുയർത്തുന്ന ചാങ്മാങ്ങിനെ ഒന്ന് നോക്കി. ശരിക്കും ഇപ്പോൾ ഒരു ദേഷ്യം ആ യാൻ യോങ്ഫുവിന് വരുന്നുണ്ട്. യാൻ യോങ്ഫുവിന്റെ ഈ ആക്ടിവിറ്റിയിലൊന്നും ഇടപെടാതെ ബാക്കി 7 ഹയറപ്സും അങ്ങനെ കൈകെട്ടി ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവരെ എല്ലാവരും കൂടി ഇടപെടാൻ വേണ്ടി ഒന്നുമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവര് നിശബ്ദരായി നിൽക്കുന്നത്. മാർക്ക് ഫെല്ലർക്കൊപ്പമുള്ള ബാക്കി ആളുകൾക്കും ആ കാര്യം അറിയാം. യാൻ യോങ്ഫു എണീക്കാൻ ശ്രമിക്കുന്ന ചാങ്മാങ്ങിനെയും മാർക്കിനെയും ഒന്ന് നോക്കിയിട്ട് വീണ്ടും കൈ ഒന്ന് ഉയർത്തി. ശരിക്കും അയാളുടെ മുഖത്ത് ഇപ്പോ ഒരു ദേഷ്യം പ്രകടമാണ്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് അയാൾക്ക് ചാങ്മാങ്ങിന്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടിയത്. അതിൻ്റെതായ ഒരു ദേഷ്യവും അയാൾക്കുണ്ട്. യാൻ യോങ്ഫു കൈയിലേക്ക് മുഴുവൻ പവറും കേന്ദ്രീകരിച്ചിട്ട് കൈ ഒന്ന് പുറകോട്ടെടുത്തു. ശരിക്കും അയാൾ വളരെ കൂളായിട്ട് ആ കൈ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഒരു പവർ അവിടെ ജനിക്കും. ആ പവർ ഇപ്രാവശ്യം മാർക്കിനെയും ചാങ്മാങ്ങിനെയും ഒരുമിച്ച് ഇല്ലാതാക്കുമെന്ന് 100% ഉറപ്പുള്ള ആ നിമിഷത്തിൽ
പെട്ടെന്ന് അവിടെ ഒരു ശബ്ദം കേട്ടു. ഏയ് സ്റ്റോപ്പ് ദയർ. ശബ്ദം കേട്ട ദിക്കിലേക്ക് യാങ് യോഫു നോക്കുമ്പോൾ മാർക്ക് ഫെല്ലറെ പാസ് ചെയ്ത് ഒരു മനുഷ്യൻ അയാൾക്ക് നേരെ നടന്നു വരികയാണ്. തന്നെ പാസ് ചെയ്തു പോകുന്ന നീൽ ഫ്ലെമിങ്ങിനെ മാർക്കും കണ്ടു. ശേ, ഇവൻ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നു? ആ ഒരു ചോദ്യമാണ് ആ നിമിഷത്തിൽ മാർക്കിന്റെ മനസ്സിലോട്ട് വന്നത്. നീൽ ഫ്ലെമിങ് ആ കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. തല പൂർണ്ണമായും മൂടിയിരിക്കുന്ന നീൽ ഫ്ലെമിങ് ദേഹം മുഴുവൻ ആ കറുത്ത വസ്ത്രം കൊണ്ട് കവർ ചെയ്ത് മാർക്കിനെ കടന്ന് മുന്നോട്ട് വന്നു. നീൽ ഫ്ലെമിങ്ങിനെ കണ്ട യാങ് യോഫു അയാളോട് ചോദിച്ചു, ഏയ് ആരാ നീ? ഞാൻ ഗാർഡിയൻ. വളരെ മുഴക്കമുള്ള ശബ്ദത്തിൽ നീൽ ഫ്ലെമിങ് അത് പറയുമ്പോൾ ചാങ് മാങ്ങിനെ നേരെ നിർത്തിക്കഴിഞ്ഞ മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ആ രംഗത്തേക്ക് അങ്ങനെ നോക്കുകയാണ്. ഈ നിമിഷത്തിൽ സീസറും പൗലി മാസ്റ്ററും അതുപോലെ ബാക്കി ആളുകളൊക്കെ എണീറ്റ് നിൽക്കുകയാണ്. അവരുടെ മുകളിലുള്ള പ്രഷർ ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. സീസറും പൗലി മാസ്റ്ററും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി നീൽ ഫ്ലെമിങ്ങിനെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീൽ ഫ്ലെമിങ്ങിൻ പറഞ്ഞ വാചകം കേട്ട് യാങ് യോഫു പെട്ടെന്ന് കൈ പിൻവലിച്ചു. യാങ് യോഫു കൈ പിൻവലിച്ച അതേ നിമിഷത്തിൽ അതിന്റെ റിഫ്ലക്ഷൻ നിലയിൽ പുറകുവശത്ത് കൈ കെട്ടിരുന്ന ആളുകൾ കൈ പെട്ടെന്ന് നിവർത്തി. അവരാരും പ്രതീക്ഷിക്കാത്ത ഒരു എൻട്രി ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. ഡാവോ പ്രൊട്ടക്ടർ ഗാർഡിയൻ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് അമ്പരന്ന് പോയെങ്കിലും യാങ് യോഫു നീൽ ഫ്ലെമിങ്ങിനോട് പറഞ്ഞു, ലോർഡ് ഗാർഡിയൻ, ഞങ്ങളുടെ വന്ദനം. ലോർഡ് ഗാർഡിയൻ, അങ്ങെന്താ ഇവിടെ? ഏയ്, നിങ്ങളെല്ലാവരും ഇപ്പോ ഇവിടുന്ന് തിരിച്ചു പോകണം. നീൽ ഫ്ലെമിങ് കൂടുതൽ ഡയലോഗുകൾക്കൊന്നും ശ്രമിക്കാതെ വ്യക്തമായിട്ട് ആ വാചകം പറഞ്ഞതും യാങ് യോഫും കൂടെയുള്ള അയാളുടെ ഹയറപ്സും ഒന്ന് മുഖത്തോട് പോയി നോക്കി. ഗാർഡിയൻ, അങ്ങ് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെന്നാണ്. അങ്ങനെ യാങ് യോഫു പറഞ്ഞതും നീൽ ഫ്ലെമിങ് നിശബ്ദനായി അവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. നീൽ ഫ്ലെമിങ് ഒരക്ഷരം പോലും ഇടുന്നില്ല. യാങ് യോഫു നീൽ ഫ്ലെമിങ്ങിനെ നോക്കിയിട്ട് നീൽ ഫ്ലെമിങ്ങിനോടായി പറഞ്ഞു, ഗാർഡിയൻ, അങ്ങ് സാധാരണഗതിയിൽ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത ആളാണ്. അങ്ങ് തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഈ മാർക്ക് ഫെല്ലർ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. ആ മാർക്ക് ഫെല്ലറെ വകവരുത്തുക അല്ലാതെ ഞങ്ങൾക്ക് വേറെ മാർഗമില്ല. മാർക്ക് ഫെല്ലറെ ഞങ്ങൾ വകവരുത്തിയില്ലെങ്കിൽ മാർക്ക് വളർന്നു വലുതായി ഓൾമൈറ്റി ലെവലിൽ എത്തുമ്പോൾ മാർക്ക് ഞങ്ങളെ കൊല്ലും. അത് സംഭവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് ഞങ്ങൾക്ക് വാക്ക് നൽകണം. മാർക്ക് ഓൾമൈറ്റി ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഉപദ്രവിക്കില്ല. ആ 8 പേരും മൈറ്റി ലെവലുകാരാണ്. മൈറ്റി ലെവലിലുള്ള അവരെ മറികടന്ന് മാർക്ക് ഫെല്ലർ നാളെ ഓൾമൈറ്റി ലെവലിൽ എത്തുമ്പോൾ മാർക്കിന് നിഷ്പ്രയാസം അവരെ കൊല്ലാൻ പറ്റും. അത് സംഭവിക്കരുത് എന്ന് ആ 8 പേർക്കും ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് അവർ പങ്കുവച്ചത്. അവർ പറഞ്ഞത് കേട്ടതും നീൽ ഫ്ലെമിങ് തിരിഞ്ഞ് മാർക്കിനൊന്ന് നോക്കി. മാർക്ക് നീൽ ഫ്ലെമിങ് നോക്കുന്ന കണ്ടതും ഉറക്കെ അതിന് മറുപടി കൊടുത്തു, ആ ഞാൻ ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ മാർക്ക് ഫെല്ലർ പറഞ്ഞതും യാങ് യോഫു മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, അങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ. നീ നിന്റെ ഡിവൈൻ സെൻസിനെ ഹോളി പാത്തുമായി കണക്ട് ചെയ്ത് സത്യം ചെയ്യണം. നിന്റെ ബ്ലഡ് എസൻസ് ഉപയോഗിച്ച് 2 പുരുകങ്ങൾക്കിടയിലാണ് ഗ്ലാബല്ല. ആ ഗ്ലാബലയിൽ നടക്കുന്ന 3 തുള്ളി രക്തം ഉപയോഗിച്ച് മാർക്ക് ഒരു പ്രതിജ്ഞ ചൊല്ലണം. ആ പ്രതിജ്ഞ മാർക്കിന്റെ ഡിവൈൻ സെൻസുമായി കണക്ട് ചെയ്യും. അങ്ങനെ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ മാർക്കിന് ഒരിക്കലും ആ പ്രതിജ്ഞ ലംഘിക്കാൻ പറ്റില്ല. ആ 8 പേരെയും മാർക്ക് കൊല്ലില്ല എന്നാണ് മാർക്ക് പ്രതിജ്ഞ ചെയ്യേണ്ടത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഏയ് അത് പറ്റത്തില്ല. ഞാൻ ആ ശൈലിയിൽ ഒരു പ്രതിജ്ഞയും ചെയ്യില്ല. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയാത്തതാണ് അതിന്റെ കാരണം. നിങ്ങൾ എന്റെ എമിലി ബ്ലാക്കിനെ എത്ര ക്രൂരമായാണ് പീഡിപ്പിച്ചത്. എമിലിയെ നരകതുല്യമായ ജീവിതത്തിലൂടെ കൊണ്ടുപോയത് നിങ്ങളാണ്. ആ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാ മാപ്പ് നൽകുക? എമിലി അനുഭവിച്ച ദുരന്തത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ മാർക്ക് ഫെല്ലർക്കുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിന് ഒരു കാരണവശാലും അവരോട് ക്ഷമിക്കാനാവില്ല. മാർക്ക് അത് വ്യക്തമാക്കിയതും യാങ് യോഫു നീൽ ഫ്ലെമിങ്ങിന് നേരെ തിരിഞ്ഞ് അദ്ദേഹത്തോടായി പറഞ്ഞു, ഗാർഡിയൻ, കണ്ടില്ലേ, ഇതാണ് മാർക്കിന്റെ മൈൻഡ് സെറ്റ്. അപ്പോ ഞങ്ങൾ എങ്ങനെ മാർക്കിനെ വെറുതെ വിടും? അങ്ങനെ യാങ് യോഫു ചോദിച്ചതും നീൽ ഫ്ലെമിങ് അവരോടായി പറഞ്ഞു, ഈ നിമിഷം നിങ്ങൾ മടങ്ങിപ്പോകണം. ഗാർഡിയൻ, അത് പിന്നെ എങ്ങനെ? അത്രയുമേ യാങ് യോഫു പറഞ്ഞോളൂ. പെട്ടെന്ന് നീല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. നീല് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതും ശരിക്കും ഒരു ഭയം ആ 8 പേർക്കും ഉണ്ടായി. ആ 8 പേരും ഭയത്തോടെ നീൽ ഫ്ലെമിങ്ങിനെ നോക്കുമ്പോൾ നീല്
അവരോടായി പറഞ്ഞു, നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുകയാണോ? വളരെ മുഴക്കമുള്ള ശബ്ദത്തിൽ നീൽ ഫ്ലെമിംഗ് അത് ചോദിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അമ്പരപ്പോടെ നീലിനെ തന്നെ അതിനെ നോക്കി നിൽക്കുകയാണ്. ശരിക്കും കിടിലം ഒരു അഭിനയമാണ് നീൽ കാഴ്ചവെക്കുന്നത്. അവനെ കണ്ടാൽ ഒരാളും അവൻ ഗാർഡിയൻ അല്ല എന്ന് പറയില്ല. ഗാർഡിയനെ കണ്ടിട്ടുള്ള ഏക വ്യക്തി അവിടെ പൗലി മാസ്റ്ററാണ്. പൗലി മാസ്റ്റർ കണ്ണ് എന്നിട്ട് തള്ളി നിൽക്കുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന കിടിലം പെർഫോമൻസ് ആണ് ഇപ്പോൾ നീലിന്റെ വകയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സീസറും ആകെ ഞെട്ടി നിൽക്കുകയാണ്. നീൽ ഫ്ലെമിംഗ് ആ ചോദ്യം ചോദിച്ചതും യാൻ യോങ്ഫും ബാക്കിയുള്ള 7 പേരും ഒന്ന് ഗാർഡിയനെ തൊഴുതിട്ട് പതുക്കെ പുറകോട്ട് നടന്നു തുടങ്ങി. അവർ ഏകദേശം ഒരു 2-3 സ്റ്റെപ്പ് നടന്നു കാണും. പെട്ടെന്ന് അതിലൊരാള് അവിടെ നിന്നു. അയാൾ തിരിയുന്നത് കണ്ടതും ബാക്കിയുള്ള ആളുകളും തിരിഞ്ഞു. അയാള് നീൽ ഫ്ലെമിങ്ങിനോടായി ചോദിച്ചു, ഗാർഡിയൻ, ശരിക്കും അങ്ങേ ആരും ഈ ഭൂമിയിൽ കണ്ടിട്ടില്ല. അങ്ങ് യഥാർത്ഥത്തിൽ ഗാർഡിയൻ തന്നെയാണോ? ആ 8 ഹയറപ്സിൽ ഒരാൾ ആ ചോദ്യം ചോദിച്ചപ്പോ ശരിക്കും കിളി പോയത് മാർക്ക് ഫെല്ലറുടേതാണ്. നീൽ ഫ്ലെമിങ്ങിന്റെ അഭിനയം ഇതാ പിടിക്കപ്പെട്ടിരിക്കുന്നു. നീൽ ഫ്ലെമിങ്ങിന്റെ അഭിനയം പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സകലതും അവസാനിച്ചു എന്നാണ്. അത് മനസ്സിലാക്കിയ മാർക്ക് പെട്ടെന്ന് തന്നെ സെയിൻലി ബോഡി ടെക്നിക്കും അതുപോലെ വജ്ര ബോഡി ടെക്നിക്കും ഗിരനോഡ് ടെക്നിക്കും ഒക്കെ ആക്ടിവേറ്റ് ചെയ്തു. മുന്നോട്ട് കുതിക്കാൻ മാർക്ക് റെഡിയാകുമ്പോഴേക്കും നീൽ ഫ്ലെമിംഗ് ആ വ്യക്തിയോട് ചോദിക്കുന്നത് മാർക്ക് കേട്ടു. എന്താ, നിങ്ങൾക്ക് എന്റെ ശക്തി പരീക്ഷിക്കണമെന്നുണ്ടോ? നീൽ ഫ്ലെമിംഗ് ആ ചോദ്യം ചോദിക്കുന്ന കേട്ടപ്പോ മുന്നോട്ട് കുതിക്കാൻ പോയ മാർക്ക് അറിയാതെ അങ്ങ് നിന്നു പോവുകയാണ്. ഷേ, ഇവൻ എന്ത് പരിപാടിയെ കാണിക്കുന്നത്? അങ്ങനെ മാർക്ക് ആലോചിക്കുമ്പോഴേക്കും നീൽ ഫ്ലെമിങ്ങിനോട് സംസാരിക്കുന്ന ഹയറപ്പ് നീൽ ഫ്ലെമിങ്ങിനോട് പറഞ്ഞു, ഞാൻ ശരിക്കും അങ്ങയോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയൊന്ന് ഉയർത്തി. അയാളെ കൈയൊന്ന് ഉയർത്തിയതും അയാളുടെ കയ്യിലേക്ക് അയാളുടെ ഇന്റേണൽ എനർജി മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. അയാളൊരു മൈറ്റി ലെവലിലെ ഫൈറ്ററാണ്. മൈറ്റി ലെവലിലെ പീക്ക് സ്റ്റേജിലാണ് ആ കക്ഷി. അയാളുടെ കയ്യിലേക്ക് ആ ഊർജം കേന്ദ്രീകരിക്കുന്ന കാണുന്ന ഏതൊരാൾക്കും അത് ബോധ്യമാവുകയും ചെയ്യും. കയ്യിലേക്ക് ആ പ്രകാശം കണ്ടൻസ് ചെയ്യപ്പെട്ടതും അയാളെ പ്രകാശം നീൽ ഫ്ലെമിംഗ് നേരെ ഒന്ന് പ്രസ് ചെയ്തു. ആ കാഴ്ച കണ്ടതും മാർക്ക് ഫെല്ലർ മുന്നോട്ട് കുതിക്കുകയാണ്. എങ്ങനെയും നീലിനെ രക്ഷിക്കണം, ആ ഒരൊറ്റ ചിന്ത മാത്രമേ മുന്നോട്ട് കുതിക്കുന്ന മാർക്ക് ഫെല്ലർക്കുള്ളൂ. നീലിനെ പിടിച്ചു തള്ളിയിട്ട് ആ പ്രകാശത്തെ നേർക്കുനേർ നേരിടുക, ആ ഒരു ചിന്ത മാത്രമാണ് മുന്നോട്ട് കുതിക്കുന്ന മാർക്ക് ഫെല്ലറുടെ മനസ്സിലുള്ളത്. മാർക്ക് അതിവേഗം മുന്നോട്ട് കുതിക്കുമ്പോൾ കൂളായി നിൽക്കുന്ന നീൽ ഫ്ലെമിംഗ് അവന്റെ വലത് കൈ ഒന്ന് ഉയർത്തി. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ അതിശക്തമായ പ്രകാശ ബീമിലേക്ക് നീൽ ഫ്ലെമിംഗ് കൈ ഒന്ന് കാണിക്കുകയാണ് ചെയ്തത്. നീൽ അങ്ങനെ കൈ കാണിച്ചതും നീലിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം പെട്ടെന്ന് മുന്നോട്ട് കുതിച്ചു. ആ പ്രകാശം നീലിന് നേരെ പാഞ്ഞു വരുന്ന പ്രകാശത്തിൽ നിന്ന് തട്ടി നേരെ ആ പ്രകാശത്തെ മുകളിലോട്ട് കൊണ്ടുപോവുകയാണ്. ആ പ്രകാശം അവിടെ ചിതറാതെ വളരെ കൂളായിട്ട് നീലിന്റെ പ്രകാശം ആ ഹയറപ്സിൽ ഒരാളുടെ പ്രകാശത്തെ ആകാശത്തേക്ക് എടുത്തുയർത്തി. സകലരും വാപൊളിച്ച് നിൽക്കുമ്പോൾ ആ പ്രകാശം ആകാശത്ത് അങ്ങ് ചിതറി. കാണുന്ന ആളുകൾക്ക് വെറും ഒരു പ്രകാശമാണ് ആ ഹയറപ്പിൽ നിന്ന് മുന്നോട്ട് വന്നെന്ന് തോന്നുമെങ്കിലും മൈറ്റി ലെവലിൽ പീക്ക് സ്റ്റേജിലുള്ള അയാളുടെ എൻ്റെ സ്ട്രെങ്തും എടുത്താണ് അയാൾ ആ പ്രകാശത്തെ സൃഷ്ടിച്ചത്. അതിന്റെ പവറിനെ കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ട്. ആ പ്രകാശത്തെയാണ്, അയാളുടെ ഇന്റേണൽ എനർജിയാണ് നീൽ വളരെ കൂളായി മുകളിലേക്ക് തെറിപ്പിച്ചത്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതും ആ മനുഷ്യൻ മുട്ടിടിച്ച് താഴേക്ക് വീണു. പെട്ടെന്ന് സകലരും ആ കാഴ്ച വ്യക്തമായി കാണുകയാണ്. ആ 8 ഹയറപ്സും മുട്ടിടിച്ച് താഴെ വീണിരിക്കുകയാണ്. തനിക്ക് മുമ്പിൽ മുട്ടിടിച്ച് താഴേക്ക് വീണ ആ ഹയറപ്പുകളെ നീല് ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഓടി അവിടെ എത്തുന്നത്. മാർക്ക് അമ്പരം നിൽക്കുകയാണ്. മാർക്കിന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് മാർക്ക് കണ്ടത്. ആ 8 ഹയറപ്പുകളും തറയിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. മുട്ടുകുത്തി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ആ 8 പേരും അവരുടെ തല തറയിൽ കൊമ്പിട്ട് നിൽക്കുകയാണ്. തറയിൽ അവർ തല കൊണ്ട് തല്ലുന്നുണ്ട്. തല ഉയർത്തി നോക്കാതെ ആ 8 പേരും പറയുന്നതും മാർക്കിനെ കേൾക്കാം. ക്ഷമിക്കണം, ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, അറിവില്ലാതെ ചെയ്തു പോയതാണ്. ഗാർഡിയനെ പരീക്ഷിക്കാൻ ശ്രമിച്ചാൽ എന്താണ് ഫലമെന്ന് ആ 8 പേർക്കും നന്നായിട്ട് അറിയാം. ആ 8 പേരെയും ഒരു നിമിഷം കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ ആ ഗാർഡിയന് വിരലൊന്ന് ഞൊടിച്ചാൽ മാത്രം മതി. ആ യാഥാർത്ഥ്യം ആ 8 പേർക്കും നന്നായിട്ട് അറിയാം. ആ അറിവുള്ളത് കൊണ്ടാണ് തല ഉയർത്തിപ്പോലും നോക്കാതെ അവര് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെക്കൻഡ് മിസ്റ്റിക് വീഡിൽ ഹോളി റീജിയനിലേക്കുള്ള വാതിൽ തുറക്കപ്പെട്ടു എന്ന് ധരിച്ചിട്ട്
ഈ സമയത്ത് ഒരുപാട് ആളുകൾ ഓടിയെത്തിയിട്ടുണ്ട്. സെക്കൻഡ് മിസ്റ്റിക് വേൾഡിന് മുകളിൽ വൻതോതിൽ പ്രകാശം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഹോളി റീജിയനിലേക്കുള്ള വാതിൽ തുറന്നു എന്ന് കരുതിയിട്ടാണ് ആളുകൾ ഓടിയെത്തിയത്. ഓടിയെത്തിയിരിക്കുന്ന ആളുകളൊക്കെ ആ കാഴ്ച കാണുകയാണ്. ആ ഹയറപ്സ് മുട്ടുകുത്തി തറയിൽ തലയിട്ടടിച്ച് മാപ്പപേക്ഷിക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ശരിക്കും വളരെ വിശാലമായ ഒരു സ്ഥലത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാഴ്ചകൾ കൃത്യമായി കാണാം. സകല ആളുകളും സ്തംഭിച്ച് നിൽക്കുകയാണ്. നീൽ ഫ്ലെമിങ്ങിനെ തന്നെ കണ്ണുപിഴിച്ച് വാവളിച്ച് നോക്കി നിൽക്കുകയാണ് സാക്ഷാൽ മാർക്ക് ഫെല്ലർ. അതേ അമ്പരപ്പ് പൗലിയൻ മാസ്റ്റർക്കുമുണ്ട്. നീൽ ഫ്ലെമിങ് തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കുന്ന ആളുകളോടായി പറഞ്ഞു, നിങ്ങളുടെ ജീവൻ എൻ്റെ കയ്യിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് നീൽ ഫ്ലെമിങ് തിരിച്ച് നടന്നു തുടങ്ങി. അതൊരു വല്ലാത്ത നടത്തിയാണ്. ഒരു ഇഞ്ച് പോലും തല കുനിക്കാതെ ശരിക്കും അതിമനോഹരമായ സ്റ്റെപ്പുകളിലൂടെ നീൽ ഫ്ലെമിങ് നടന്നങ്ങ് പോവുകയാണ്. ആ വരവ് കണ്ട മാർക്ക് ഫെല്ലർ അറിയാതെ വഴി മാറിപ്പോവുകയാണ്. മാർക്കും കൂടെയുള്ള ആളുകളും ഒക്കെ ശരിക്കും അമ്പരപ്പോടെ നീൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീല് ആ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നടന്ന് അങ്ങ് അപ്രത്യക്ഷമായി. ഈ നിമിഷത്തിലും ആ 8 പേരും മുട്ടുകുത്തി തല തറയിൽ ചേർത്ത് പിടിച്ച് മാപ്പപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾ നേരം അത് അങ്ങനെ തന്നെ തുടർന്നു. അല്പസമയം കഴിഞ്ഞതും ആ ഹയറപ്സിൽ ഒരാൾ തല ഉയർത്തി. മുൻപിൽ ഗാർഡിയനെ കാണാതെ വന്നതും അയാൾ സാവധാനം എണീറ്റു. അയാൾ എണീക്കുന്ന ശബ്ദം കേട്ടതും ബാക്കിയുള്ള ആളുകൾ തല ഉയർത്തി നോക്കിന് ശേഷം ഓരോരുത്തരായി എണീറ്റു. ആ 8 പേരെയും മാർക്ക് ഫെല്ലർ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറെ നോക്കി യാൻ യോങ് ഫു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എപ്പോഴും നിന്നെ രക്ഷിക്കാൻ ഗാർഡിയൻ വരില്ല. ആ ചിന്ത നിന്റെ മനസ്സിരിക്കട്ടെ. നിന്നെ അവസാനിപ്പിക്കാൻ ഞങ്ങൾക്ക് വേറെയും മാർഗങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ആ 8 ടീമിനെ നയിച്ചുകൊണ്ട് യാൻ യോങ് ഫു അയാൾ കടന്നു വന്ന ആ തുരങ്കത്തിന് നേരെ നടന്നു. മാർക്ക് ഫെല്ലറും ആ എൻ്റെ ടീമും അവരങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് തുറക്കപ്പെട്ട ആ തുരങ്കത്തിലേക്ക് ആ 8 പേര് ഇറങ്ങി. അല്പസമയം കഴിഞ്ഞതും അവർ 8 അപ്രത്യക്ഷരായി. ആ 8 പേരും കണ്ണിന്ന് മറിഞ്ഞപ്പോഴാണ് മാർക്കിന് ശ്വാസം നേരെ വീണത്. ഈ സമയത്താണ് സാക്ഷാൽ സ്റ്റാർ സീസർ മാർക്കിനടുത്തേക്ക് ഓടി വരുന്നത്. മാർക്ക്, നിന്റെ ആ സുഹൃത്ത് ശരിക്കും കിടില അഭിനയമായി കാഴ്ചവെച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് സീസർ മാർക്കിനോട് ചോദിച്ചു, അല്ല മാർക്ക്, എനിക്ക് മനസ്സിലാക്കാത്തത് അവൻ എങ്ങനെ ആ പവർ തടുത്തു എന്നാണ്. ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലെ 8 ആളുകളും അതിശക്തരാണ്. സകലരും മൈറ്റി ലെവലിൽ തന്നെ പീക്ക് സ്റ്റേജിൽ എത്തിയവരുമാണ്. അങ്ങനെയുള്ള ആ 8 പേരിൽ ഒരാളുടെ പവർ സൃഷ്ടിച്ച ആ പ്രകാശത്തെ വളരെ കൂളായിട്ടാണ് നീൽ ഫ്ലെമിങ് മറികടന്നത്. അതാണ് സീസർക്ക് കൊണ്ട് മനസ്സിലാകാത്തത്. സീസർ അത് ചോദിക്കുമ്പോഴേക്കും പൗലിയൻ മാസ്റ്ററും മാർക്കിന്റെ അടുത്തേക്ക് എത്തി. മാർക്ക് പൗലിയൻ മാസ്റ്റർ ചോദിച്ചു, പൗലിയൻ മാസ്റ്റർ കണ്ടില്ലേ കാര്യങ്ങളൊക്കെ? മാർക്ക്, ഞാനും അതാ ആലോചിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ട്. ശരിക്കും അവരുടെ മുഖത്ത് ഒരു അമ്പരപ്പ് വ്യക്തമാണ്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു കറുത്ത വസ്ത്രവുമായി സാക്ഷാൽ നീൽ ഫ്ലെമിങ് അവിടേക്ക് ഓടി വന്നു. ഓടി വരുന്ന നീലിനെ കണ്ടതും മാർക്ക് ഫെല്ലർ ഓടിച്ചെന്ന് നീലിനെ കെട്ടിപ്പിടിച്ചു. നീൽ, നീ കലക്കി. മാർക്ക്, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. മാർക്കിന്റെ ചോദ്യത്തിനല്ല നീൽ ഉത്തരം പറഞ്ഞത്. നീൽ, നീ സമയത്തിന് എത്തി. നീൽ, നീ എങ്ങനെയാ ആ ഹയറപ്സിന്റെ പവർ തടുത്തത്? മാർക്ക്, ഹയറപ്സ് വന്നായിരുന്നു. മാർക്ക് ചോദിച്ച ചോദ്യത്തിന് നീല് മറു ചോദ്യം ചോദിക്കുകയാണ്. നീൽ, നീ എന്താ പറയുന്നത്? നീൽ ഇപ്പോൾ ഇവിടെ വന്നത്. മാർക്ക്, നീ എന്തായി പറയുന്നത്? ഞാന് ഈ കറുത്ത വേഷമൊക്കെ ധരിച്ച് അവിടെ ആ മുറിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ ഒരാള് എൻ്റെ തലയിൽ അടിച്ചത്. ആ സമയത്ത് എൻ്റെ ബോധം പോയി. ബോധം വീണപ്പോൾ ഞാൻ ആ തുണി എടുത്തുകൊണ്ട് ഓടി വരികയായിരുന്നു. നീല് പറഞ്ഞത് കേട്ടതും പൗലിയൻ മാസ്റ്റർ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പൗലിയൻ മാസ്റ്റർക്ക് നേരത്തെ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു. നീല് പറയുന്ന കേട്ടപ്പോൾ കഥ വ്യക്തമായി. അവിടെ വന്നത് സാക്ഷാൽ ഗാർഡിയൻ തന്നെയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായതും മാർക്ക് ഫെല്ലർ അറിയാതെ തലയെ കൈവച്ചു പോവുകയാണ്. അവന്റെ പിതാവിനെ കാണണമെന്ന് അവൻ ആഗ്രഹിച്ചു തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. അവന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം അവൻ അറിയുന്നത് 3 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അന്ന് മുതൽ അച്ഛനെ കാണണമെന്ന് മാർക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാറുണ്ട്. ഇതാ ഇപ്പോ ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവന്റെ അച്ഛൻ മജ്ജയിലും മാംസത്തിലും അവന്റെ തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്നു. അവന്റെ അച്ഛൻ അവന്റെ മുന്നിലൂടെയാണ് കടന്നുപോയത്. താൻ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ട വ്യക്തി തന്റെ അച്ഛനായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മാർക്ക് ശരിക്കും വാ പൊളിച്ചു പോയെന്ന് പറയാം. അവർ 4 കൂടി അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകളൊക്കെ ഓടി അവിടേക്ക് എത്തി. ഷാങ് മാങ്ങും
യാവോബെങ്ങും എല്ലാവരും ഉണ്ട്. എല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടി വരുന്ന കണ്ടതും പൗലോസ് മാസ്റ്റർ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ വിവരം അവരാരും അറിയണ്ട. അവിടെ വന്നിട്ട് പോയത് ഗാർഡിയൻ ആണെന്ന് ആരും അറിയണ്ട എന്നാണ് പൗലോസ് മാസ്റ്റർ മാർക്കിനോടും നീലിനോടും അതുപോലെ സീസറോടുമായി പറഞ്ഞത്. മാർക്കിനും അതറിയാം. ഒരു കാരണവശാലും ഗാർഡിയൻ മനുഷ്യരുടെ കാര്യങ്ങളിൽ ഇടപെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരാൻ പാടില്ല. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും യാവോമെങ് ഓടി അടുത്തെത്തിയ യാവോ നീലിനെ പിടിച്ചൊന്ന് കുലുക്കി. ഹേയ് നീൽ, നീ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റുള്ള ആളുകളൊക്കെ ഓടിയെത്തിയിട്ടുണ്ട്. ചാങ് മാങ് ഓടിയെത്തിയെങ്കിലും ചാങ് മാങ്ങിന് വല്ലാതെ പരിക്കുണ്ടെന്ന് അവനെ കണ്ടതും മാർക്ക് മനസ്സിലായി. മാർക്ക് പൗലോസ് മാസ്റ്ററോട് പറഞ്ഞു, പൗലോസ് മാസ്റ്റർ, ഈ ചാങ്ങിനെ ഒന്ന് നോക്കണം. പൗലോസ് മാസ്റ്റർ ഉടൻ തന്നെ ചാങ് മാങ്ങിനെ ആവശ്യമായ ചികിത്സ കൊടുക്കാനുള്ള നടപടി തുടങ്ങി. അവന് വലിയ പരിക്കുകൾ ഇല്ല എന്ന് പറയാം. ഒരൊറ്റ ഇടിയെ കിട്ടിയിട്ടുള്ളൂ. ചാങ് മാങ്ങിനെ പൗലോസ് മാസ്റ്റർ ചികിത്സിക്കുമ്പോഴേക്കും യാവോമെങ്ങും യുവാൻ ഷോയും കോങ് യാനിക്കും ചൂ ഹെഡും ഷുവാങ്ങും ഒക്കെ നീലിനെ വളഞ്ഞു നിന്ന് അവന്റെ ആ അഭിനയത്തെ ശരിക്കും പുകഴ്ത്തുകയാണ്. നീല് ശരിക്കും ആ സമയത്താണ് അഭിനയിച്ചു തുടങ്ങിയത്. നീലല്ല അവിടെ എത്തിയെന്നുള്ള കാര്യം ആരും അറിയരുതെന്ന് മാർക്ക് നീലിനോട് പറഞ്ഞിരിക്കുന്നുണ്ട്. നീൽ അതിമനോഹരമായിട്ട് തന്നെ അഭിനയിച്ചു. അവർക്കൊക്കെ അറിയേണ്ടത് ആ ഒരൊറ്റ കാര്യമാണ്, എങ്ങനെയാണ് ആ പവർ നീൽ സൃഷ്ടിച്ചെന്നുള്ളതാണ്. നീൽ അതിന് മറുപടി പറയാതെ ഒന്ന് ചിരിക്കും മാത്രം ചെയ്തു. അതൊക്കെ ഒരു ചെറിയ സംഭവമാണെന്ന് ശൈലിയില നീൽ പെരുമാറുന്നത്. ഇവിടെ ഈ സെക്കൻഡ് മിസ്റ്റിക് വേർഡിനകത്ത് അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഫസ്റ്റ് മിസ്റ്റിക് വേർഡിനകത്തേക്ക് മടങ്ങിയെത്തിയ ആ 8 ഹയറപ്പുകളും വല്ലാത്ത ദേഷ്യത്തിലാണ്. ശരിക്കും സങ്കടവും ഒക്കെ അവർക്ക് വരുന്നുണ്ട്. അവര് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഫസ്റ്റ് മിസ്റ്റിക് വേർഡിൽ നിന്ന് പുറത്തിറങ്ങി അവർ ചെന്നുപെട്ടത് സാക്ഷൽ ഗാർഡിയന്റെ മുന്നിലാണ്. ആ ഗാർഡിയനോട് എതിരിടാനുള്ള ശക്തി അവർക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അവർ തിരിച്ച് ഫസ്റ്റ് മിസ്റ്റിക് വേർഡിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. യാൻ യോങ്ഫുവിനോടായി കൂടെയുള്ള ഒരാൾ ചോദിച്ചു, ഏയ് യാൻ, നമ്മൾ ആ മാർക്കിനെ വെറുതെ വിടാൻ പോവുകയാണ്. അയാൾ അങ്ങനെ ചോദിച്ചതും മറ്റൊരു ഹയറപ്പും അതേ ചോദ്യം യാനോട് ചോദിക്കുകയാണ്. നമ്മൾ വിചാരിച്ചിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പലരും പലതരം കമന്റ് പറഞ്ഞതും യാൻ യോങ്ഫു അവരോട് പറഞ്ഞു, ഏയ്, നമുക്ക് അവനെ വെറുതെ വിടാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഇനി അവനെ നേരിട്ടാൽ ഗാർഡിയൻ നമ്മൾ അവസാനിപ്പിക്കും. അങ്ങനെ യാൻ യോങ്ഫു പറഞ്ഞതും ആ കൂട്ടത്തിലുള്ള ഒരു ലേഡി യാങ്ങിനോട് ചോദിച്ചു, യാൻ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജിങ്ദു മാർഷൽ അസോസിയേഷൻ അവൻ്റെ കൈവശമാണ്. സെക്കൻഡ് മിസ്റ്റിക് ഫീൽഡും അവൻ്റെ കൈവശമാണ്. അതൊക്കെ അവൻ അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പറ്റൂ. നമ്മുടെ ഒരുപാട് റിസോഴ്സുകൾ അവൻ്റെ കൈവശമാണ്. ആ ലേഡി പറയുന്ന കാര്യം വാസ്തവമാണെന്ന് യാൻ യോങ്ഫുവിനും അറിയാം, കൂടെയുള്ള ബാക്കി ആളുകൾക്കും അറിയാം. അവനങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സാക്ഷാൽ ഗു ഷിങ് വന്നു. ഗു ഷിങ് അവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ്. എന്താ ഗു ഷിങ്, ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അറിയാനാ വന്നത്. നീ ഒരു കാര്യം ചെയ്യും, നീ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. അങ്ങനെ യാൻ പറഞ്ഞതും അവൻ വെള്ളമെടുക്കാനായി തിരിഞ്ഞതും യാൻ അവനോട് പറഞ്ഞു, ഏയ് ഗു ഷിങ്, വെള്ളമെടുക്കാനായിട്ട് ഇവിടുന്ന് അതുവരെ പോകാൻ നിനക്ക് നടക്കേണ്ട കാര്യമില്ലല്ലോ. നീ മുട്ടിലിഴഞ്ഞു പോ. കേൾക്കേണ്ട താമസം ഗു ഷിങ് തറയിലേക്ക് കുനിഞ്ഞ് മുട്ടിൽ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അതൊരു രസമുള്ള കാഴ്ചയാണ്. ഗു ഷിങ് വളരെ അനുസരണയോടുകൂടി മുട്ടിലിഴഞ്ഞ് ആ വെള്ളമിരിക്കുന്ന ഭാഗത്തേക്ക് നടന്നു. കോറിഡോറിലൂടെ ഗു ഷിങ് എങ്ങനെ മുട്ടിലിഴഞ്ഞ് പോകുന്നത് ഈ ഹൈറപ്സിന് നന്നായിട്ട് കാണാം. അത് കണ്ടപ്പോൾ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ സംഘത്തിന് ലീഡർ യാൻ ആ കാഴ്ചയിലേക്ക് അങ്ങനെ കുറച്ചു നേരം നോക്കുന്നതിന് ശേഷം തിരിഞ്ഞ് സഹപ്രവർത്തകരോടായി പറഞ്ഞു, നമുക്ക് ഗാർഡിയൻ്റെ വാക്ക് ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മളല്ലാത്ത ഒരാൾ മാർക്കിനെ കൊന്നാൽ ഗാർഡിയന് നമ്മളെ ചോദ്യം ചെയ്യാനും പറ്റില്ല. അങ്ങനെ യാൻ പറഞ്ഞതും ആ കൂട്ടത്തിൽ ഒരാൾ യാനോട് ചോദിച്ചു, ആ മാർക്കിനെ അങ്ങനെ എളുപ്പം ആർക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അയാൾ അതിശക്തനാണ്. അയാൾ ശരിക്കും പീക്ക് ലെവൽ മാർഷൽ സെയിൻറ്റുകളെ വരെ കൊല്ലാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. മൈറ്റി ലെവലിലെ നമ്മളെപ്പോലും അവന് ചിലപ്പോൾ നേരിടാൻ പറ്റിയേക്കും. ആ വ്യക്തിയെ അത് സൂചിപ്പിച്ചതും യാൻ അയാളോടായി പറഞ്ഞു, അത് എനിക്കും അറിയാം. നമുക്ക് നമ്മുടെ ശക്തി മറ്റൊരാളിലേക്ക് കേന്ദ്രീകരിക്കാൻ പറ്റിയാൽ അയാൾക്ക് വളരെ എളുപ്പം ഈ മാർക്കിനെ കൊല്ലാൻ പറ്റും. അവരുടെ ടീം ലീഡർ യാൻ അത് പറഞ്ഞപ്പോൾ ആ ടീമിലെ എല്ലാവർക്കും ഒരു ആവേശം.
അത് പറ്റുമോ? അതെങ്ങനെ പറ്റും? ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് പഠിച്ച ഒരു വിദ്യയാണത്. നമ്മുടെ സ്ട്രെങ്ത് മറ്റാളിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാം. അങ്ങനെ ഞാൻ പറഞ്ഞതും ആ കൂട്ടത്തിൽ ഒരു ലേഡിയുണ്ട്. അവർ ഞാനോട് ചോദിച്ചു, അല്ല, നമ്മൾ അങ്ങനെ ഒരാൾക്ക് നമ്മുടെ ശക്തി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ആ ശക്തി എങ്ങനെ വീണ്ടെടുക്കും? ആ ചോദ്യം കേട്ടതും ഞാൻ ഒരു നിമിഷം നിശബ്ദനായി ആ കോറിഡോറിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം അയാൾ ആ സ്ത്രീയോടും കൂടുള്ളവരോടായി പറഞ്ഞു, നമ്മൾ നമ്മുടെ ശക്തി കൊടുക്കുന്ന ആള് ഒരു അടിമയെ പോലെ നമ്മൾക്കൊപ്പം നിൽക്കുന്ന ആളാണെങ്കിൽ പിന്നെ ഭയക്കണ്ട. അയാൾ നമുക്ക് നമ്മുടെ ആ ശക്തി തിരിച്ചു തരും. ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. അവരുടെ ശക്തി അവർ മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് ശക്തി കിട്ടുന്ന ആള് വിചാരിച്ചാൽ മാത്രമേ ആ ശക്തി തിരിച്ച് ഇവരിലേക്ക് വരൂ. അങ്ങനെ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ആ ശക്തി കൊടുക്കാനും അവർക്ക് പറ്റില്ല. അവർക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾക്കേ ആ ശക്തി കൊടുക്കാൻ പറ്റും. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൂഷിങ് വീണ്ടും അവിടേക്ക് വന്നത്. അവൻ അവർക്ക് ആവശ്യമായ വെള്ളവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗൂഷിങ് എല്ലാവർക്കും വെള്ളം സെർവ് ചെയ്തിട്ട് അവിടെ പോകാൻ പോയതും ഞാൻ വീണ്ടും ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എഴിഞ്ഞേ പോകാവൂന്നു. അത് കേട്ടതും ഗൂഷിങ് സന്തോഷത്തോടെ മുട്ടിലെറിഞ്ഞ് അവിടുന്ന് ആ ഹാളിലേക്ക് മടങ്ങി. ഹാളിലേക്ക് ഗൂഷിങ് അങ്ങനെ ഇഴഞ്ഞു പോകുമ്പോൾ ഗൂഷിങ്ങിനെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ 8 ഹൈറപ്സും. ഗൂഷിങ് കണ്ണിന്ന് പറഞ്ഞതും ആ ലേഡി ഞാനോട് ചോദിച്ചു, ഞാൻ ഉദ്ദേശിക്കുന്നത് അവനെയാണോ? ഗൂഷിങ് പോയ വഴിയിലേക്ക് ചൂണ്ടിയാണ് ആ ലേഡി അത് ചോദിച്ചത്. ആ ലേഡി അങ്ങനെ ചോദിച്ചതും ഞാൻ അവരോട് പറഞ്ഞു, സൂക്കുനൻ, നീ ചോദിച്ചത് ശരിയാണ്. ഞാൻ കുറെ നാളുകളായി അവനെ വീക്ഷിക്കുകയാണ്. അവൻ്റെ അച്ഛൻ ഗൂശീഷൻ നമുക്ക് വേണ്ടി അവൻ്റെ ജീവിതം മുഴുവൻ നിന്ന ആളാണ്. അതുകൊണ്ട് ഇവനും നമ്മളോടൊരു നന്ദി കാണും. ഇവനെ അല്ലാതെ ഒരാളെയും തൽക്കാലം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇവനാകുമ്പോൾ ഒരു അടിമയെ പോലെ നമ്മളോടൊപ്പം നിന്നോളും. ഇവനെ ഉപയോഗിച്ച് നമുക്ക് ആ മാർക്ക് ഫെൽഡറെ കൊല്ലണം. ആ ഹൈറപ്സ് മാർക്ക് ഫെൽഡറെ കൊല്ലാനായി അവരുടെ പവർ ഗൂഷിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആലോചന നടക്കുന്ന അതേ സമയത്ത് അവിടെ സെക്കൻഡ് മിസ്റ്റിക് വേർഡിൽ യാവോമെങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഒരാളെ കാണാൻ പോയാലോ? യാവോ, ആരെ നമ്മൾ കാണേണ്ടത്? മാർക്ക്, ഈ അടുത്ത കാലത്തായി പ്രവചനങ്ങൾ നടത്തുന്ന ഒരാളെക്കുറിച്ച് മാർക്കിന് അറിയാമല്ലോ. അതെനിക്കറിയാം. ആ ആളെയാണ് നമുക്ക് കാണേണ്ടത്. ആ ആളോട് നമുക്ക് കാര്യങ്ങൾ തിരക്കണം. ഈ ഹോളി റീജിയനിലേക്കുള്ള യാത്ര എങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതല്ലേ? യാവോമെങ് അത് പറഞ്ഞപ്പോൾ മാർക്കിനും അത് ശരിയാണെന്ന് തോന്നി. യാവോമെങ്ങും മാർക്കും ഏകദേശം ബാക്കി യാവോമെങ്ങും മാർക്കും കോങ് യാനിക്കും ചാങ് മാങ്ങും നീൽ ഫ്ലമിങ്ങും ഒക്കെയായി ഒരു ടീം ആ വ്യക്തിയെ കാണാനായി തിരിച്ചു. വാഹനത്തിൽ മാർക്കിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ചൂഹെഡാണ്. ചൂഹെഡിന്റെ അടുത്തിരിക്കുന്നത് ഷുവാങ്ങാണ്. ഷുവാങ്ങിന് അപ്പുറത്തായിട്ടാണ് യുവാൻ ഷോ ഇരിക്കുന്നത്. ചൂഹെഡ് മാർക്കിനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, മാർക്ക്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? അത് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. യുവാൻ ഷോയെ കുറിച്ചാണ് ചു സൂചിപ്പിക്കുന്നത്. അവരങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ച് ഒരു വനപ്രദേശത്തേക്ക് എത്തി. ന്യൂ സ്ഥലത്തിൽ നിന്ന് അല്പം ദൂരെയുള്ള ഒരു വനത്തിലേക്കാണ് അവരെത്തിയിരിക്കുന്നത്. മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന ആ വനത്തിനകത്തൂടി അവരെ വാഹനം ഏകദേശം ഒരു 2-3 കിലോമീറ്റർ കൂടി ഓടിക്കാണും. ആ റോഡ് ഒരു ബിൽഡിങ്ങിന് മുന്നിലാണ് അവസാനിച്ചത്. ആ ബിൽഡിംഗ് കാണുമ്പോൾ തന്നെ അറിയാം അതൊരു ക്ഷേത്രമാണെന്ന്. പുരാതന രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രത്തോട് സാമ്യമുള്ള ഒരു ക്ഷേത്രമാണ് അവരവിടെ കാണുന്നത്. വാഹനത്തിൽ ഇറങ്ങിയ മാർക്ക് ഫെല്ലറും കൂടെ ഉള്ളവരും ആ അമ്പലത്തിലേക്ക് അറിയാതെ ഒന്ന് നോക്കി പോവുകയാണ്. ശരിക്കും മനോഹരമായ ഒരു ക്ഷേത്രമാണ് അവർ കാണുന്നത്. മനോഹരമായ ക്ഷേത്രമാണെങ്കിലും ആ ക്ഷേത്രത്തിലേക്ക് ആളുകൾ ആരും വരാറില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. അവിടെ ആ വാഹനം നിർത്തിയ ഭാഗത്തുനിന്ന് മുകളിലേക്ക് നടക്കുന്ന വഴിയിൽ കാൽപ്പാടുകൾ പതിഞ്ഞ ലക്ഷണമേ ഇല്ല. പുല്ലെല്ലാം പിടിച്ചു കിടക്കുകയാണ്. ആ വഴിയിൽ ശരിക്കും പുല്ല് പടർന്നു കിടപ്പുണ്ട്. മാർക്കും ടീമും നടന്ന് ക്ഷേത്രത്തിന്റെ മുകളിലെത്തി. താഴ്ന്ന കാട് പോലെയല്ല, ശരിക്കും വിശാലമായ ഒരു ക്ഷേത്രം തന്നെയാണ് അത്. ആ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുമ്പോൾ മാർക്ക് ആദ്യം ശ്രദ്ധിച്ചത് അവിടെ വിഗ്രഹങ്ങൾ ഉണ്ടോന്നാണ്. വിഗ്രഹങ്ങൾ ഒന്നുമേ അതിനകത്തില്ല. സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ കൂറ്റൻ വിഗ്രഹങ്ങളൊക്കെ കാണും, അല്ലെങ്കിൽ ചുവരുകളിൽ അതുമായി ബന്ധിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ ഒരു സംവിധാനവും അവിടെ ഇല്ല. അവിടെയുള്ളത് ശരിക്കും ഹാളുകളാണ്.
ചെറുതും വലുതുമായ അനവധി ഹാളുകൾ. ആ ഹാളുകളിലുള്ളത് കല്ലിൽ തീർത്ത ബെഞ്ചുകളാണ്. ഒരു പാഠശാലയെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിലാണ് ആ ഹാളുകളുടെയും ആ ബെഞ്ചുകളുടെയും നിർമ്മാണം. അത് കൗതുകത്തോടെ നോക്കി മാർക്ക് ഫെല്ലറും ടീമും മുന്നോട്ട് നടക്കുമ്പോൾ അവർ ഒരു വിശാലമായ ഹാളിന് മുന്നിലെത്തി. അവിടെ എത്തിയതും യാവോമിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അകത്താണ് അദ്ദേഹം ഉള്ളത്. മാസ്റ്റർ ടിയാൻഷി ഒരു സമയത്ത് ഒരാളെ കാണത്തുള്ളൂ, അതുകൊണ്ട് നമുക്ക് അകത്തേക്ക് പോകാനുള്ള ആളുകളുടെ ക്രമം തീരുമാനിക്കണം. അങ്ങനെ യാവോമിങ് പറഞ്ഞതും മാർക്ക് യാവോട് പറഞ്ഞു, യാവോ, നമ്മൾ 10 പേരും ഇവിടേക്ക് വന്നത് അദ്ദേഹത്തെ കാണാനാണ്. ആ 10 പേരും അദ്ദേഹത്തെ കാണുന്നതിൻ്റെ ക്രമം യാവോ തന്നെ തീരുമാനിച്ചാൽ മതി. യാവോ പെട്ടെന്ന് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. മാർക്കിൻ്റെ സ്ഥാനം 6-ാമതാണ്. മാർക്കിന് മുന്നേ 5 പേരും അതിനുശേഷം 4 പേരും കൂടി ഉണ്ട്. അങ്ങനെ ഒരു ലിസ്റ്റാണ് യാവോ ഉണ്ടാക്കിയത്. ആ ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം യാവോ അവിടെയുള്ള എല്ലാവരോടായി പറഞ്ഞു, അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അദ്ദേഹം അവസരം നൽകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ചോദ്യം അത് മാത്രമേ നിങ്ങൾ ചോദിക്കാവൂ. അങ്ങനെ പറഞ്ഞതിന് ശേഷം യാവോ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നു. യാവോ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടന്നതും മാർക്ക് പതുക്കെ കണ്ണുകൾ അടച്ചു. അകത്തേക്ക് പോയ ആള് തിരികെ വരണം, അതിനുശേഷം രണ്ടാമത്തെ ആൾ പോകണം. അങ്ങനെ അനവധി ആളുകൾ കഴിയുമ്പോഴേ മാർക്കിൻ്റെ നമ്പർ എത്തും. അത്രയും സമയം വെറുതെ കളയാൻ ഇല്ലാത്തതുകൊണ്ട് മാർക്ക് 9 സീക്രട്സിലെ 4th ലെവല് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമായി അതിനെ എടുത്തു. മാർക്ക് 9 സീക്രട്സിലെ ആ 4th സീക്രട്സ് പതുക്കെ പഠിച്ചു തുടങ്ങിയാണ്. മാർക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് ബാറ്റിൽ ഫോർമുലയാണ്. മനസ്സിലകത്ത് അതിൽ പറയുന്ന ഓരോ സ്റ്റേജുകളും കംപ്ലീറ്റ് ചെയ്ത് മാർക്ക് അങ്ങനെ പോവുകയാണ്. ഇതിനിടയിൽ അകത്തേക്ക് പോയ യാവോമിങ് പുറത്തു വന്നു. ചൂ ഹെഡ് അകത്തോട്ട് പോയി. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ ആൾ പുറത്തു വന്നു, 3 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നിടയിൽ മാർക്ക് പെട്ടെന്ന് കണ്ണു തുറന്നു. സക്സസ്! മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്. മാർക്കിന്റെ അടുത്തിരിക്കുന്ന നീല് മാർക്കിനോട് ചോദിച്ചു, എന്താ മാർക്ക്? ഹേയ്, ഒന്നുമില്ല. മാർക്ക് ഈ സമയത്തിനുള്ളിൽ ആ 4th ലെവൽ പ്രാക്ടീസ് ചെയ്തു എന്നതാണ് സത്യം. വളരെ വിജയകരമായി ആ 4th ലെവൽ മാർക്ക് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്യാനായി മാർക്ക് എടുത്തത് വെറും 4.5 മണിക്കൂർ സമയമാണ്. മാർക്ക് തന്റെ അടുത്തിരിക്കുന്ന ആളെ നോക്കിയപ്പോൾ 5-ാമത്തെ ആള് അകത്തേക്ക് കയറിയിരിക്കുന്നതാണ് മാർക്ക് കണ്ടത്. ആ 5-ാമത്തെ ആള് മടങ്ങി വരാത്ത സ്ഥിതിക്ക് 5 മണിക്കൂർ ആയിട്ടില്ല എന്ന് ഉറപ്പാണ്. ഏകദേശം 1 മണിക്കൂറുള്ള സമയം പലരും എടുത്തുവെന്ന് അവിടെ നടക്കുന്ന സംഭാഷണം കേട്ടപ്പോൾ മാർക്കിന് മനസ്സിലായി. മാർക്ക് അങ്ങനെ കാത്തിരിക്കുമ്പോഴേക്കും മാർക്കിന്റെ ഊഴമെത്തി. ആ മാസ്റ്റർ ടിയാൻസിന്റെ അടുത്തേക്ക് മാർക്ക് എത്തുമ്പോൾ ടിയാൻസിയുടെ ഇടതുവശത്തും വലതുവശത്തുമായിട്ട് 2 ചെറുപ്പക്കാരുണ്ട്. മാർക്കിനെ കണ്ടതും ടിയാൻസി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഫെല്ലർ, ഇരിക്കും. മാർക്കിന് എന്തെങ്കിലും ചോദിക്കാൻ കഴിയും മുമ്പ് അയാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്കറിയാം നിനക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. പക്ഷേ നിനക്ക് 3 ചോദ്യങ്ങളെ ചോദിക്കാൻ പറ്റൂ. ചോദ്യം വളരെ ശ്രദ്ധിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. അങ്ങനെ അദ്ദേഹം പറഞ്ഞതും മാർക്ക് അദ്ദേഹത്തോടായി ചോദിച്ചു, എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ചാണ് അറിയാൻ താല്പര്യമുള്ളത്. മാർക്ക് അത് ചോദിച്ചതും മാസ്റ്റർ ടിയാൻഷി ഒന്ന് കണ്ണടച്ചു. അതിനുശേഷം കണ്ണു തുറന്ന് ടിയാൻഷി മാർക്കിനോടായി പറഞ്ഞു, അടുത്ത ചോദ്യം. ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പ്രതീക്ഷിച്ച മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ ചോദ്യം മാസ്റ്റർ ടിയാൻഷി സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്ന് മനസ്സിലാകാതെ മാർക്ക് മാസ്റ്റർ ടിയാൻഷിയോട് ചോദിച്ചു, മാസ്റ്റർ, എൻ്റെ അച്ഛനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതിന് മാസ്റ്റർ ടിയാൻഷിക്ക് പകരം ടിയാൻഷിയുടെ അടുത്തേക്ക് ചെറുപ്പക്കാരനാണ് മറുപടി പറഞ്ഞത്. മാർക്ക് ഫെല്ലർ, അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ ചോദ്യം സ്കിപ്പ് ചെയ്തത്. അങ്ങനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതും മാർക്ക് മാസ്റ്റർ ടിയാൻഷിയോട് പറഞ്ഞു, മാസ്റ്റർ, എൻ്റെ പിതാവ് എന്നെ 1-ലധികം തവണ രക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഗാർഡിയനാണ്. എന്നെ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് അദ്ദേഹം ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ടിയാൻഷി മാർക്കിനോടായി പറഞ്ഞു, മാർക്ക്, ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടതാണ്. ചില നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കപ്പെട്ടതുമാണ്. തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളും ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും തമ്മിൽ ഉരസുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കും. അത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. മാസ്റ്റർ ടിയാൻഷി പറഞ്ഞതിൻ്റെ അർത്ഥം മാർക്കിന് അങ്ങോട്ട് മനസ്സിലായില്ല.
അത് കേട്ടതും മാർക്ക് മാസ്റ്റർ ടിയാൻഷിയോട് ചോദിച്ചു, മാസ്റ്റർ ഞാൻ എപ്പോഴാ എമിലിയെ കാണുക? മാർക്ക് ഫെല്ലർ വളരെ പ്രതീക്ഷയോടെയാണ് ആ ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം കേട്ടതും ടിയാൻഷി കണ്ണ് ഒന്ന് അടച്ചു കാണിച്ചു. ആ സമയത്ത് തന്നെ ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ആ ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാർക്കിന് അവൻ്റെ അച്ഛനെക്കുറിച്ചും എമിലി ബ്ലാക്കിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ മാസ്റ്റർ ടിയാൻഷി വിസമ്മതിക്കുകയാണ്. മാർക്ക് ലേശം വിഷമത്തോടെ ടിയാൻഷിയെ നോക്കുന്ന കണ്ടതും ടിയാൻഷി മാർക്കിനോടായി പറഞ്ഞു, മാർക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ചില കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, ചില നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ചിലത് സംഭവിക്കും. മാർക്കിന് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷെ മാർക്ക് നിനക്ക് ഒരിക്കൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. അപ്പോൾ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നിനക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. മാർക്ക് ചോദിച്ച 2 ചോദ്യങ്ങൾക്കും ഡയറക്റ്റായി ഉത്തരം പറയാൻ മാസ്റ്റർ ടിയാൻഷി വിസമ്മതിക്കുകയാണ്. മാസ്റ്റർ ടിയാൻഷി 2 ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരമാണ് നൽകിയത്. ഇവിടെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളുമുണ്ട്. തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളും ഉണ്ടാക്കിയ നിയമങ്ങളും തമ്മിൽ ഉരസുന്ന ഒരു ഘട്ടം വരും. അവിടെ പുതിയ ചില സംഭവവികാസങ്ങൾ ഉണ്ടാകും. ആ സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാർക്കിന് ആദ്യത്തെ 2 ചോദ്യങ്ങളുടെയും ഉത്തരം ലഭിക്കും. മാസ്റ്റർ ടിയാൻഷി അതാണ് വ്യക്തമാക്കുന്നത്. എന്താണ് എമിലി ബ്ലാക്കുമായിട്ടും അതുപോലെ അവൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങൾ, എന്താണ് അവരുമായി കണക്ട് ചെയ്തിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ അവരുമായി കണക്ട് ചെയ്ത് ഉണ്ടാക്കപ്പെട്ട നിയമങ്ങൾ, ആ നിയമങ്ങളും തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളും തമ്മിൽ എപ്പോഴാണ് ഉരസുന്നത്, ആ ഉരസൽ എമിലിയും അച്ഛനെയും എങ്ങനെ ബാധിക്കും? ഒരുപാട് ചോദ്യങ്ങൾ സ്വാഭാവികമായും ആ നിമിഷത്തിൽ മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മാർക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടതും ടിയാൻഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അടുത്ത ചോദ്യം ചോദിക്കുക. മാസ്റ്റർ എനിക്ക് ഏത് ലെവൽ വരെ വളരാൻ കഴിയും? ആ ചോദ്യത്തിനും ടിയാൻഷി കണ്ണടച്ച് കാണിക്കുകയാണ് ചെയ്തത്. ശരിക്കും ആ ചോദ്യത്തിനും ശരിയായ ഉത്തരം ടിയാൻഷിയുടെ കയ്യിൽ ഇല്ല എന്നാണ് ആ കണ്ണടച്ച് കാണിക്കലിന്റെ അർത്ഥം. മാർക്ക് ലേശ വിഷമത്തോടുകൂടി ആ ടിയാൻഷിയുടെ ഇടതും വലതും നിൽക്കുന്ന ആ ചെറുപ്പക്കാരെ നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഒരാളുടെ വളർച്ച ആ ആളുടെ സ്ഥിര ഉത്സാഹവുമായി കണക്റ്റഡ് ആണ്. പിന്നെ അയാളുടെ ആ ബേസുമായും അതിന് കണക്ഷനുണ്ട്. മാർക്ക് ചോദിച്ച ചോദ്യം മാർക്കിൻ്റെ വളർച്ചയുമായി കണക്റ്റഡ് ആയിട്ടാണ്. മാർക്കിൻ്റെ ബേസ് അതെന്താണെന്ന് മാത്രം മാർക്ക് അറിയുക. ആ ബേസും മാർക്കിൻ്റെ സ്ഥിരോത്സാഹവും മാർക്കിന് ഉത്തരം നൽകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. മാർക്ക് ആ ഉത്തരത്തിൽ തൃപ്തരാകാതെ മാസ്റ്റർ ടിയാൻഷിയെ നോക്കിയപ്പോൾ ടിയാൻഷി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നതുപോലെ നിന്റെ അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവരെവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം മാത്രം എനിക്കറിയാം. മാർക്കിനെ ആ ഉത്തരവും ശരിക്കും അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് ചോദിക്കാതെ തന്നെ ടിയാൻഷി ആ ഉത്തരം പറഞ്ഞു. പെട്ടെന്ന് മാർക്ക് ടിയാൻഷിയോട് ചോദിച്ചു, അപ്പോൾ ഈ ഹോളി റീജിയനിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോം എന്നാ തുറക്കുക? മാർക്ക് ഹോളി റീജിയനിലേക്കുള്ള പ്ലാറ്റ്ഫോം 1 മാസത്തിനകം ഓപ്പൺ ആകും. ആ പ്ലാറ്റ്ഫോം പക്ഷെ ഓപ്പൺ ആകുന്നത് നിങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന പോലെ ഫസ്റ്റ് മിസ്റ്റേക്ക് വേണ്ടി തന്നെ ആകണമെന്നില്ല. കാരണം ഈ ലോകത്ത് അതുപോലെ 18 പ്ലാറ്റ്ഫോമുകളുണ്ട്. 18 ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ ഹോളി റീജിയനുമായിട്ട് ഉണ്ടെന്ന് മാർക്ക് നേരത്തെ ആ സ്ക്രിപ്ചർ ലൈബ്രറിയിലെ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അതിതാ ടിയാൻഷി വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഏത് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഹോളി റീജിയനുമായി ഭൂമി കണക്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ടിയാൻഷിക്ക് അറിയത്തില്ല. പക്ഷേ ആ പ്ലാറ്റ്ഫോമുകൾ അത് ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും ആ പ്ലാറ്റ്ഫോം 1 മാസത്തിനകം കണക്റ്റ് ആവുകയും ചെയ്യും, ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. ടിയാൻഷി കാര്യങ്ങൾ വ്യക്തമാക്കിയതും മാർക്ക് ഫെല്ലർ ടിയാൻഷിയുടെ യാത്ര പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാർക്കിനെ കാത്തു നിൽക്കുന്ന നീൽ ഫ്ലെമിങ്ങിന് അറിയേണ്ടതും അതാണ്. മാർക്ക് അറിഞ്ഞോ, എല്ലാം അറിഞ്ഞോ, എന്നാണ് ആ ഹോളി റീജിയനിലേക്ക് പോകാൻ പറ്റുന്നത് അറിഞ്ഞോ? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന് ചോദിക്കാൻ ബാക്കിയുള്ള ആളുകൾ റെഡിയാണ്. ബാക്കിയുള്ള ആളുകളും കൂടിയൊക്കെ അകത്ത് കയറി ടിയാൻഷിയെ കണ്ടിറങ്ങുമ്പോൾ രാത്രി 8 മണിയായി. ഒരു വാഹനത്തിൽ തിരിച്ചു പോകുമ്പോൾ ആ ഗ്രൂപ്പ് പൂർണ്ണമായി ചർച്ച ചെയ്യുന്നത് അന്ന് അവരറിഞ്ഞ കാര്യങ്ങളാണ്. അവരറിഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പരസ്പരം ചർച്ച ചെയ്തു വന്നപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായി. 1 മാസം കഴിയുമ്പോൾ
ഉറപ്പായും ഹോളി റീജിയനിലേക്കുള്ള ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ആവും. അങ്ങനെ ആക്ടിവേറ്റ് ആകുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ TNCക്ക് പറ്റില്ല. ആ പ്ലാറ്റ്ഫോം വഴി ആളുകൾക്ക് ഭൂമിയിൽ നിന്ന് ഹോളി റീജിയനിലേക്ക് പോകാൻ പറ്റുമോ എന്ന് യാവമിങ് ചോദിച്ചപ്പോൾ അതിന് TNC ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. TNC പറഞ്ഞ മറുപടി അങ്ങനെ ഇഷ്ടാനുസരണം ആളുകൾക്ക് ഹോളി റീജിയനിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ്. ഹോളി റീജിയനിൽ നിന്ന് ആളുകൾ ഇവിടെ ഭൂമിയിൽ വന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് ഹോളി റീജിയനിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മാത്രമേ ഭൂമിയിലെ ആളുകൾക്ക് ഹോളി റീജിയനിലേക്ക് ആ പ്ലാറ്റ്ഫോമുകൾ വഴി പോകാൻ പറ്റൂ. യാവമെങ്ങിൻ്റെ ചോദ്യത്തിന് വളരെ വ്യക്തമായി തന്നെ TNC മറുപടി നൽകിയിരിക്കുകയാണ്. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ടെന്ന് ആ വാക്യം വിളിച്ചു പറയുകയാണ്. ഹോളി റീജിയനിലെ ആളുകളുടെ കപ്പാസിറ്റിക്ക് ഒത്ത അല്ലെങ്കിൽ ടാലന്റ് ഉണ്ടെന്ന് അവർക്ക് തോന്നുന്ന ആളുകളെ മാത്രമേ അവർ റിക്രൂട്ട് ചെയ്യൂ. അതാണ് ആ വാചകത്തിന്റെ ബേസ്. അത് കേട്ടപ്പോൾ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാർക്ക് ഫെല്ലറെ ആയിരിക്കും ആദ്യം റിക്രൂട്ട് ചെയ്യുക. എന്തായാലും അടുത്ത ഒരു മാസത്തേക്ക് ആ ഹൈറപ്സിനെ ഭയക്കണ്ട. ഹൈറപ്സിനെ നീൽ ഫ്ലെമിംഗ് ഒതുക്കി കെട്ടിയതുകൊണ്ട് ഇനി ആ ഹൈറപ്സിന്റെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ യാവമെങ് പറഞ്ഞതും കോങ്യാനിക്ക് പറഞ്ഞു, നീലിൻ്റെ കള്ളക്കളി ചിലപ്പോൾ അവർ മനസ്സിലാക്കിയാൽ അവർ വീണ്ടും വന്നേക്കും. പലതരത്തിലാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അവരങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ എമിലി ബ്ലാക്കാ കടന്നു വരുന്നത്. ഹോളി റീജിയനിലേക്കുള്ള പാത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ മാർക്കിന് ആ പാത്ത് വഴി ഹോളി റീജിയനിലേക്ക് ചെല്ലാനും എമിലി ബ്ലാക്കിനെ കാണാനും പറ്റും. എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കുക എന്നുള്ളതല്ലാതെ മാർക്കിന് വേറെ ഒരു മോഹങ്ങളുമില്ല. ജിങ്ഡു മാർഷൽ ആർട്സ് അസോസിയേഷൻ പിടിച്ചെടുത്തൊക്കെ ആ യാത്രക്കിടയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ മാത്രമാണ്. മാർക്കിന് അതിനകത്തൊന്നും ഒരു താല്പര്യവുമില്ല. പലതരത്തിലുള്ള ചർച്ചകളാണ് ആ വാഹനത്തിൽ നടക്കുന്നത്. ഏകദേശം നേരം വെളുക്കാറായപ്പോഴാണ് അവർ സെക്കൻഡ് മിസ്റ്റിക് വേർഡിലേക്ക് മടങ്ങിയെത്തിയത്. സെക്കൻഡ് മിസ്റ്റിക് വേർഡിൽ മടങ്ങിയെത്തിയ അവർ ഓരോരോ ആക്ടിവിറ്റികളുമായി അങ്ങനെ സജീവമായി പിറ്റേ ദിവസം അങ്ങനെ പോവുകയാണ്. ആ പകലിൽ പക്ഷേ ഫസ്റ്റ് മിസ്റ്റിക് വേർഡിനകത്ത് ആ ഹൈറപ്സ് അതിനിർണായകമായ ആ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. യാൻ, അവരുടെ ലീഡർ യാൻ, അങ്ങ് ദൂരെ കാണുന്ന പൊടി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് നോക്കിയിട്ട് അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞു, ആ പ്ലാറ്റ്ഫോം അതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു മാസം കഴിയുമ്പോൾ ആ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ആവും. ആ പ്ലാറ്റ്ഫോം വഴി നമുക്ക് ഹോളി റീജിയനിലേക്ക് കടക്കണം. നമ്മൾ ഹോളി റീജിയനിലേക്ക് കടന്നാൽ പിന്നെ മാർക്കിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അത് പറയുമ്പോൾ സകലരുടെ ശ്രദ്ധ ദൂരെ കടന്ന പ്ലാറ്റ്ഫോമിൽ പതിയുകയാണ്. ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്ത് ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നത് 100% ശരിയാണ്. അവിടെ ഒരു പ്ലാറ്റ്ഫോം കാണാം, ഒരു പൊടി പിടിച്ച് കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് കുത്തി നിർത്തിയിരിക്കുന്ന കൊടികളാണ്. പല നിറത്തുള്ള കൊടികൾ ആ പ്ലാറ്റ്ഫോമിന് ചുറ്റും കുത്തിയിട്ടുണ്ട്. ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗുകളാണ് അത്. ആ ടെലിപ്പോർട്ടേഷൻ ഫ്ലാഗുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്ലാറ്റ്ഫോം ആക്ടിവേറ്റ് ആവൂ. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ഒരുപാട് കാലമായെന്ന് അവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ പൊടി വിളിച്ചു പറയുകയാണ്. ശരിക്കും പൊടി പിടിച്ച് അങ്ങനെ കിടക്കുകയാണ് ആ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി യാൻ ദീർഘനിശ്വാസം എടുക്കുന്ന കണ്ടതും സൂക്രൻ യാനോട് ചോദിച്ചു, ഏയ് യാൻ, നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? മാർക്ക് ഓൾമൈറ്റി ലെവലിലേക്ക് കടന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാകും. പക്ഷേ മാർക്കിനെ ഓൾമൈറ്റി ലെവലിലേക്ക് കടക്കാൻ നമ്മൾ അനുവദിക്കാതിരുന്നാൽ പിന്നെ ഈ നിരാശയ്ക്ക് കാരണമില്ലല്ലോ. സൂക്രൻ പറയുന്നത് ശരിക്കും വാസ്തവമാണെന്ന് ആ കേട്ടു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എല്ലാവരും യാനെ നോക്കിയതും യാൻ പറഞ്ഞു, അതിന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞ ആ കാര്യം നടന്നാലേ പറ്റൂ. നമ്മുടെ ശക്തി നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണം. ആ ശക്തി റിസീവ് ചെയ്യുന്ന ആള് നമുക്ക് വേണ്ടി മാർക്കിനെ കൊല്ലണം. മാർക്കിനെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഗാർഡിയൻ്റെ ശ്രദ്ധ ആ വ്യക്തിയിൽ മാത്രമായി പതിയും. ആ സമയത്ത് നമുക്ക് ഈ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വഴി ഹോളി റീജിയനിലേക്ക് അടക്കാം. ഗാർഡിയൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രം ഗാർഡ് ചെയ്യുന്ന ആളാണ്. ഗാർഡിയൻ്റെ ജോലി ഈ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം ഒരിക്കലും ഹോളി റീജിയനിലേക്ക് വരത്തില്ല. വളരെ ആലോചിച്ചാണ് യാൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഗാർഡിയൻ്റെ മകനാണ് മാർക്ക് ഫെല്ലർ.
ആ മാർക്ക്വെല്ലിനെ തൊട്ട് കളിക്കാൻ ശരിക്കും അസാമാന്യമായ ധൈര്യം വേണം. ഗാർഡിയന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് മാർക്ക്വെല്ലിനെ അവസാനിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് ഗാർഡിയൻ ആ അവസാനിപ്പിച്ച ആളെ നേരിടും, അയാളെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മാർക്ക്വെല്ലിനെ നേരിട്ട് കൊല്ലുന്നത് അബദ്ധമാണെന്ന് ആ ടീമിന് അറിയാം. മാർക്കിനെ കൊല്ലാൻ അവർക്കൊരു ഇടനിലക്കാരൻ വേണം. ആ ഇടനിലക്കാരന് പക്ഷേ മാർക്കിനെ കൊല്ലാനുള്ള കപ്പാസിറ്റി വേണം. ആ കപ്പാസിറ്റി ആ ഇടനിലക്കാരന് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് എളുപ്പം പറ്റും. പക്ഷെ പ്രശ്നം ആ ഇടനിലക്കാരൻ ആ ശക്തി നേടിക്കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിലോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അവർ ഏകദേശം 2-3 മണിക്കൂർ സംസാരിക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഗൂഷിങ് അങ്ങോട്ട് വന്നത്. ഗൂഷിങ്ങിനെ കണ്ടതും യാൻ ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ്, നിനക്ക് ആ മാർക്ക്വെല്ലറെ കൊല്ലണ്ടേ? മാർക്ക്വെല്ലറെ കൊല്ലണ്ടേ എന്ന് യാൻ ചോദിച്ചതും ഗൂഷിങ് ശരിക്കും ദേഷ്യത്തോടെ അലറുകയാണ്. എനിക്ക് അവരെ കൊല്ലണം, എനിക്ക് അവരെ കൊല്ലണം, കൊല്ലണം, അവരാണ് എൻ്റെ അച്ഛനെ കൊന്നത്. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും യാൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, അതെ അതെ, നിന്റെ അച്ഛനെ അവൻ മൃഗീയമായി കൊല്ലുകയായിരുന്നു, അതിന് നീ പ്രതികാരം ചെയ്യണം. അങ്ങനെ യാൻ പറഞ്ഞതും ഗൂഷിങ് യാനോട് പറഞ്ഞു, ഹാരപ്സ്, ഞാൻ എങ്ങനെ അവനെ കൊല്ലും? അവൻ എന്നെക്കാൾ ഒരുപാട് മുകളിലല്ലേ. ഗൂഷിങ്, നിന്നെ ഞങ്ങൾ സഹായിക്കാം. എന്നെ സഹായിക്കാമെന്നോ? എങ്ങനെയാ? ഗൂഷിങ്, നിനക്ക് ഞങ്ങളുടെ ശക്തി കൈമാറാം. അപ്പോൾ നീ ശക്തനാകും. നീ മാർക്കിനെ കൊന്നതിന് ശേഷം ആ ശക്തി ഞങ്ങൾക്ക് തിരിച്ചു നൽകിയാൽ മതി. യാൻ അത് പറഞ്ഞതും ഗൂഷിങ് യാനോട് പറഞ്ഞു, ഹാരപ്സ്, അയ്യോ, അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ? ഹേയ് ഗൂഷിങ്, നീ നിന്നെ അങ്ങനെ കുറച്ച് കാണുകയൊന്നും വേണ്ട. നീ ഒന്നുമല്ലെങ്കിൽ ആ ഗൂഷിഷിന്റെ മകനല്ലേ. ഗൂഷിഷിന്റെ മകന് ഇല്ലാത്ത യോഗ്യത ഈ ഭൂമിയിൽ ആർക്കാ ഉണ്ടാവുക? അങ്ങനെ യാൻ പറഞ്ഞതും ബാക്കിയുള്ള ഹാരപ്സുകളൊക്കെ ഗൂഷിങ്ങിനോട് സംസാരിച്ചു തുടങ്ങി. അതെ ഗൂഷിങ്, നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. നീ ഗൂഷിഷിന്റെ മകനാണ്. ഗൂഷിഷിന്റെ മകന് ഞങ്ങളുടെ ശക്തി ഉൾക്കൊള്ളാനുള്ള എല്ലാവിധ യോഗ്യതയുമുണ്ട്. അവരെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ അവസാനം മനസ്സോടെ ഗൂഷിങ് സമ്മതിച്ചു. ഏതാനും മണിക്കൂർ കഴിഞ്ഞതും ഒരു വലിയ ഹാളിൽ ഗൂഷിങ് അങ്ങനെ കിടക്കുകയാണ്. ഗൂഷിങ്ങിന് ചുറ്റുമായി ഒരു കളം വരച്ചിട്ടുണ്ട്. 8 കോണുകളുള്ള കളമാണ് വരയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ കളത്തിൻ്റെ 8 മൂലകളിലായി ആ 8 ഹാരപ്സും നിൽക്കുകയാണ്. 8 പേരും കണ്ണടച്ച് നിൽക്കുകയാണ്. ആ 8 പേരുടെയും കണ്ണിന് നേരെ മുകളിൽ നിന്ന് 2 പുരുങ്ങൾക്കിടയിൽ നിന്ന് ആ ഗ്ലാബലിൽ നിന്ന് ഒരു പ്രകാശം ഗൂഷിങ്ങിൻ്റെ ആ ഗ്ലാബലിലേക്ക് നേരെ പാഞ്ഞു വന്നു. 8 ഹാരപ്സിൻ്റെയും ഗ്ലാബലിൽ നിന്ന് ഒരേ സമയത്ത് ആ പ്രകാശം ഗൂഷിങ്ങിൻ്റെ ആ പുരുങ്ങൾക്കിടയിലേക്ക് വന്ന് തറയ്ക്കുകയാണ്. ഏതാനും മിനിറ്റ് നേരം ആ പ്രകാശം അങ്ങനെ തറച്ചുകൊണ്ടേ നിന്നു. ഏകദേശം ഒരു 10 മിനിറ്റ് ആ പ്രക്രിയ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കാണും. അത് കഴിഞ്ഞതും ആ ഹാരപ്സ് കണ്ണു തുറന്നു. ഹാരപ്സ് കണ്ണു തുറക്കുമ്പോൾ ശരിക്കും ശാന്തനായി കിടക്കുകയാണ് ഗൂഷിങ്. സകലരും തറയിൽ കിടക്കുന്ന ഗൂഷിങ്ങിനെ തന്നെ അങ്ങനെ നിർനിമിഷനായി നോക്കി നിൽക്കുമ്പോൾ ഗൂഷിങ് പെട്ടെന്ന് കണ്ണു തുറന്നു. കണ്ണു തുറന്ന ഗൂഷിങ് ഒരു നിമിഷം നിശബ്ദനായി മുകളിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ഒരു വലിയ ഹാളിനകത്താണ് ഗൂഷിങ് കിടക്കുന്നത്. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഗൂഷിങ് പെട്ടെന്ന് അങ്ങ് എണീറ്റ ഗൂഷിങ്ങിനെ കണ്ടതും യാൻ ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഗൂഷിങ്, ഇപ്പോ എന്തു തോന്നുന്നു? ആ ചോദ്യം യാൻ ചോദിച്ചതും ഗൂഷിങ് കൈ ഒന്ന് വിടർത്തി. അവൻ കൈ എന്നങ്ങനെ വിടർത്തുമ്പോൾ അവൻ്റെ പുറത്ത് എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേൾക്കാം. ആ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട ആ നിമിഷം തന്നെ ഗൂഷിങ്ങിൻ്റെ പുറത്തുനിന്ന് ഇന്റേണൽ എനർജി പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ആദ്യം പതുക്കെ പുറത്തേക്ക് വന്ന ആ ഇന്റേണൽ എനർജി പെട്ടെന്ന് അതിശക്തമായി മാറി. അതിശക്തമായി ഇന്റേണൽ എനർജി ഗൂഷിങ്ങിൻ്റെ പുറത്തേക്ക് അങ്ങനെ വന്നു തുടങ്ങിയതും ആ ഇന്റേണൽ എനർജി കൊണ്ട് ആ ഹാള് പെട്ടെന്ന് അങ്ങ് നിറഞ്ഞു. ശക്തമായ ഒരു പ്രഷർ തൽഫലമായി ആ 8 പേരുടെ മുകളിലും അനുഭവപ്പെട്ടു തുടങ്ങി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ 8 പേരും മുട്ടടിച്ച് താഴെ വീഴുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നതിനേക്കാൾ പവർ ഗൂഷിങ് അവരുടെ മുകളിൽ കൊടുത്തു. ഹാരപ്സും ആ കളത്തിന് ചുറ്റുമായി മുട്ടടിച്ച് താഴെ അങ്ങനെ നിൽക്കുമ്പോൾ ഗൂഷിങ് ഒന്ന് ചിരിച്ചു.
ഞാൻ എത്ര നാളായി കാത്തിരുന്ന ദിവസമാണിത്. അങ്ങനെ ഞാൻ അജയ്യനായിരിക്കുന്നു, അജയ്യൻ. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് എല്ലാവരും ഒന്ന് നോക്കുമ്പോൾ യാൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ പവർ നൽകിയിരിക്കുന്നതാണ്. ഏയ് യാൻ, എനിക്കറിയാം നീയാണ് എൻ്റെ അച്ഛനെ കൊന്നതെന്ന്. എൻ്റെ അച്ഛനെ കൊന്നിട്ട് ആ കുറ്റം നീ മാർക്കിൽ ആരോപിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകില്ല എന്ന് നീ കരുതിയോ? ഗൂഷിങ്ങിന്റെ ആ വാചകത്തിന് വല്ലാത്തൊരു മുഴക്കമുണ്ട്. അത് കേട്ടതും യാൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഏയ് ഗൂഷിങ്, നീ ഞങ്ങളുടെ അടിമയാണ്. അടിമ എന്ന വാക്ക് അയാള് ഏതാണ്ട് പൂർത്തിയാക്കിയതേ ഉള്ളൂ. ആ സമയത്ത് യാൻ അങ്ങ് തെറിച്ചു. ശരിക്കും ഗൂഷിങ് കൈയൊന്ന് അനക്കിയതേ ഉള്ളൂ. ഒരു പവർ യാനെ എടുത്തെറിയായിരുന്നു. യാൻ എടുത്തെറിയപ്പെട്ട കണ്ടതും ആ മുട്ടുകുത്തി നിൽക്കുന്ന ആളുകൾ അമ്പരപ്പോടെ ഗൂഷിങ്ങിനെ നോക്കുകയാണ്. ഗൂഷിങ്ങിന് ഒരു വല്ലാത്ത ആവേശം. ഗൂഷിങ് ഇടത് കൈ കൊണ്ട് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്തു. ശരിക്കും ആ ഇടത് കൈ ഗൂഷിങ്ങിനെ റൗണ്ട് ചെയ്യുമ്പോൾ ആ കൈയുടെ വേഗതയിൽ ഓരോ ആളായിട്ട് അടിയേറ്റ് താഴെ വീഴുകയാണ്. ശരിക്കും ഒരു രസം ഗൂഷിങ്ങിന് ഫീൽ ചെയ്യാണ്. ആ ഹയറപ്സിനെ ഇങ്ങനെ അടിക്കാൻ പറ്റുമെന്ന് ഗൂഷിങ് തീരെ കരുതിയിരുന്നില്ല. ഗൂഷിങ് യാനിനെ പെട്ടെന്ന് അടുത്തേക്ക് വലിച്ചു. യാനും അടുത്തേക്ക് വന്നതും ഗൂഷിങ് അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ എൻ്റെ പുറകെ വാ. അങ്ങനെ ഗൂഷിങ് പറഞ്ഞതും ആ 8 പേരും എണീറ്റു. 8 പേരെ എണീക്കുന്ന കണ്ടതും ഗൂഷിങ് അവരോട് പറഞ്ഞു, നിങ്ങളോട് എണീക്കാൻ ആരാ പറഞ്ഞത്? മുട്ടിലഴിഞ്ഞു വാ. ആ 8 ഹെയറപ്സും ഒരു നിമിഷം നിശബ്ദരായി. ഞെട്ടലോടെ ഗൂഷിങ് പറഞ്ഞ ആ വാക്കുകൾ കേട്ടെങ്കിലും അവർക്ക് അത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ആ 8 പേരും ഗൂഷിങ്ങിന്റെ പുറകെ മുട്ടിലെഴിഞ്ഞ് മുന്നോട്ട് നീങ്ങി തുടങ്ങി. അതൊരു കാഴ്ചയാണ്. ജിങ്കോ മാർഷൽ ആർട്സ് അസോസിയേഷന്റെ അദൃശ്യരായ ആ 8 ഹയറപ്സും ഇതാ ഗൂഷീഷിന്റെ മകൻ ഗൂഷിങ്ങിന്റെ പുറകെ മുട്ടിലെഴിഞ്ഞ് ആ പ്രധാന ഹാളിലേക്ക് വരികയാണ്. ഗൂഷിങ്ങിനെ കൊണ്ട് ഒരുപാട് തവണ മുട്ടിലെഴിപ്പിച്ച അതേ കോണ്ടോറിലൂടെയാണ് ആ 8 പേരും എഴിഞ്ഞു വരുന്നത്. അവര് ഇഴഞ്ഞ് ആ പ്രധാന ഹാളിലെത്തിയതും ഗൂഷീഷിന്റെ മകൻ ഗൂഷിങ് അവരോട് എണീക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആ 8 പേർക്ക് സന്തോഷമായി. ആ 8 പേരെയും അങ്ങനെ നിർത്തിയിട്ട് ഗൂഷിങ് പെട്ടെന്ന് കൈയൊന്ന് ഉയർത്തി. അയാളുടെ കൈ ഉയർത്തിയതും അയാളുടെ കൈ വിരലിൽ നിന്ന് ഒരു പ്രകാശം നേരെ യാനിന്റെ നെറ്റിയിൽ പതിച്ചു. അതേ നിമിഷം തന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ നെറ്റിൽ അതുപോലെ പ്രകാശം പതിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ആ ഹയറപ്സിന് പിടികിട്ടും മുമ്പേ ആ 8 ഹയറപ്സിന്റെ നെറ്റിയിൽ പതിച്ച ആ പ്രകാശം ഒരു ചങ്ങലയായി രൂപം മാറി. ആ ചങ്ങലയുടെ അറ്റം ഇപ്പോ ഗൂഷിങ്ങിന്റെ വിരലുകളിലാണ്. ഗൂഷിങ് അവരോട് പറഞ്ഞു, നിങ്ങളെ ഇവിടെ ഞാൻ ബന്ധിച്ചിടാൻ പോവുകയാണ്. നിങ്ങൾ തൽക്കാലം ഭയപ്പെടേണ്ട. നിങ്ങൾ ആരെയും ഇപ്പൊ ഞാൻ കൊല്ലില്ല, പക്ഷേ നിങ്ങളെ ഞാൻ കൊല്ലും. അത് കാണാൻ ഈ ഭൂമിയിലെ ആളുകൾക്കൊക്കെ ഞാൻ അവസരം ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ ചങ്ങല പ്രത്യേക രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാണ്. ആ കണക്ഷൻ ആ 8 പേരുടെയും ആ ബേസിക് ആത്മാവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അവരുടെ സ്പിരിറ്റിനെ, അവരുടെ പ്രൈമോഡിയൽ സ്പിരിറ്റിനെ, ആ മൗലികമായ സ്വത്വത്തെ ശരിക്കും ഗൂഷിങ് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഗൂഷിങ് കൈ ഒന്ന് അനക്കിയാൽ, ഒന്ന് ഞെരിച്ചാൽ അവിടെ ആ 8 പേരും അവസാനിക്കും. ഇതുപോലൊരു അവസ്ഥ തങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ആ 8 പേരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നല്ല. മാർക്ക് ഫെല്ലറെ അവസാനിപ്പിക്കാനുള്ള അവരുടെ ഒടുങ്ങാത്ത ആഗ്രഹമാണ് അവരെ ആ പരുവത്തിലെത്തിച്ചത്. ആ 8 പേരെയും ബന്ധനസ്ഥനാക്കിയ ഗൂഷിങ് അതിവേഗം അവിടെ നിന്ന് ആ കോറിഡോറിലേക്ക് നടന്നു. ആ തുരങ്കത്തിലേക്ക്, സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് പോകുന്ന ആ തുരങ്കത്തിലേക്ക് ഗൂഷിങ് കടക്കുമ്പോൾ സെക്കൻഡ് മിസ്റ്റിക് വേൾഡിനകത്ത് മാർക്ക് ഫെല്ലറും കൂട്ടരും ഒക്കെ ടിയാൻഷി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാങ് മാങ്ങും നീൽ ഫ്ലമിങ്ങും യാവമെങ്ങും കോങ് യാനിക്കും യുവാൻ ഷോയും ചു ഹെഡും ചു ഹെങ്ങും ഷുവാങ്ങും ഒക്കെ മാർക്കിന് ചുറ്റുമായി നിൽക്കുകയാണ്. അപ്പോഴാണ് ശരിക്കും ഒരു അലർച്ച അവർ കേട്ടത്. അലർച്ച കേട്ട സ്ഥലത്തേക്ക് സകലരും അമ്പരപ്പോട് നോക്കുമ്പോൾ അവർ കാണുന്നത് സാക്ഷാൽ ഗൂഷിങ്ങിനെയാണ്. അലർന്ന ഗൂഷിങ്ങിനെ കണ്ട അവര് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അലർന്ന ഗൂഷിങ്ങിന്റെ ശബ്ദം കേട്ടാണ് മാർക്ക് ഫെല്ലർ അങ്ങോട്ട് നോക്കിയത്. മാർക്ക് ഗൂഷിങ്ങിനെ കേട്ടതും ഗൂഷിങ്ങിനോട് ചോദിച്ചു, ഏയ് ഗൂഷിങ്, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ അലറുന്നേ? മാർക്കിനെ കണ്ടപ്പോ ഗൂഷിങ്ങിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് ഫെല്ലർ, ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒരുപാടായി. മാർക്ക്, ഇന്ന് നിന്റെ അവസാനമാണ്. ഏയ് ഗൂഷിങ്, നിനക്കെന്താ വട്ടായോ? മാർക്ക് ഫെല്ലർ ആ ചോദ്യം ചോദിച്ചതും ഗൂഷിങ് വെറുതെ ഒന്ന് പഞ്ച് ചെയ്തു. ശരിക്കും കൂളായിട്ട്, വളരെ കാഷ്വൽ ആയിട്ടാണ് ഗൂഷിങ് മാർക്കിനെതിരെ പഞ്ച് ചെയ്യുന്നത്.
മാർക്കും ഗൂഷിങ്ങും തമ്മിൽ ശരിക്കും അകലമുണ്ട്. പക്ഷെ ആ അകലത്ത് നിൽക്കുന്ന മാർക്കിന് ഗൂഷിങ് വെറുതെ വായിൽ പഞ്ച് ചെയ്തപ്പോൾ തന്നെ കഥ മനസ്സിലായി. ഗൂഷിങ്ങിന് എന്തോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ പെട്ടെന്ന് സെയിൻലി ബോഡി ടെക്നിക്കും വജ്ര ടെക്നിക്കും ആ ഗ്രീൻവുഡ് ടെക്നിക്കും ആക്ടിവേറ്റ് ചെയ്തു. അതിവേഗമാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് ഗൂഷിങ്ങിന്റെ ആ പഞ്ചിനെ 2 കൈ കൊണ്ട് തടുക്കുകയാണ്. എന്നാൽ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ദൂരേക്ക് തെറിക്കുകയാണ് ഉണ്ടായത്. ഗൂഷിങ് മാർക്കിനോട് തോറ്റു തൊപ്പിയിട്ട് ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനിൽ നിന്ന് മടങ്ങുന്ന കാഴ്ച കണ്ട ആളുകളാണ് അവിടെയുള്ള സകലരും. അവര് ഇപ്പോ ഇതാ അമ്പരം നിൽക്കുകയാണ്. ഗൂഷിങ് മാർക്ക് ഫെല്ലറെ ഒറ്റയിടിക്ക് തെറിപ്പിച്ചിരിക്കുന്നു. ദൂരേക്ക് തെറിച്ച് വീണ മാർക്കിന് ദേഹം മുഴുവൻ വേദനിക്കുന്നുണ്ട്. ആ ഫസ്റ്റ് മിസ്റ്റേക്ക് വഴിയിൽ നിന്ന് പുറത്തെത്തി മാർക്കിനെ അറ്റാക്ക് ചെയ്ത യാനേക്കാളും പവറിലാണ് ഗൂഷിങ് മാർക്കിനെ പഞ്ച് ചെയ്തിരിക്കുന്നത്. അത് മാർക്കിന് പൂർണ്ണ ഉറപ്പാണ്. ഒരു പരുവത്തിൽ എണീറ്റ മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഇത് നിന്റെ ശക്തിയല്ല. നിനക്കെങ്ങനെയാ ഈ ശക്തി കിട്ടിയത്? മാർക്ക്, അതൊന്നും നീ അറിയണ്ട. നിന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് ആ അവസരം കിട്ടി എന്ന് മാത്രം നീ അറിയുക. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് മുന്നോട്ട് നടന്നു തുടങ്ങിയതും അയാളുടെ മുന്നിലേക്ക് സാക്ഷാൽ സീസർ ഓടി വന്നു. സീസർ 2 കൈ കൊണ്ട് ഗൂഷിങ്ങിനെ തടഞ്ഞു. യങ് മാസ്റ്റർ, ഗൂഷിങ്, അരുത് അരുത്, തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. സീസർ, വഴിയെന്ന് മാറ്. യങ് മാസ്റ്റർ ഗൂഷിങ്, നിങ്ങൾ തൽക്കാലം ഒന്ന് അടങ്ങ്. അങ്ങനെ സീസർ പറയുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി ചാങ്മാൻ ചാടി ഉയർന്ന് ഒരൊറ്റ ഇടി. തന്റെ ഇടിയേറ്റ് തെറിച്ചു വീണ മാർക്ക് ഫെല്ലറെ ഒരു കണ്ണുകൊണ്ട് നോക്കിയായിരുന്ന ഗൂഷിങ് ഇടം കണ്ണുകൊണ്ട് സീസർ നോക്കി സീസറോട് സംസാരിക്കുമ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി ചാങ്മാൻ ഗൂഷിങ്ങിനെ ഇടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ആ ഫസ്റ്റ് മിസ്റ്റിക് വേർഡിലെ യാനിനെ ചാങ്മാൻ പതിയിരുന്ന് ആക്രമിച്ചതുപോലെ വീണ്ടും ഒരു ആക്രമണം. ഒരു ചുവപ്പ് പ്രകാശം കണ്ണിനടുത്തൂടെ പാഞ്ഞു പോകുന്നത് സീസർ കണ്ടിരുന്നു. സീസർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ചാങ്മാങ്ങിന്റെ കൈ സാക്ഷാൽ ഗൂഷിങ്ങിന്റെ പുറത്ത് പതിക്കുകയായിരുന്നു. ശരിക്കും അതിശക്തമായ കൂടം കൊണ്ട് ഒരാളെ ഇടിക്കും പോലെ ചാങ്മാങ് ആ ഗൂഷിങ്ങിനെ ഇടിച്ചതും ഗൂഷിങ് നിന്ന സ്ഥലത്ത് നിന്ന് തെറിച്ചു. ഗൂഷിങ് വീണ അതേ സ്ഥലത്ത് ആ സെക്കൻഡിൽ ചാങ്മാങ് എത്തി. ചാങ്മാങ് നേരത്തെ യാനിനെ ഇടിച്ചതുപോലെ തലങ്ങും വിലങ്ങും ഗൂഷിങ്ങിനെ ഇടിച്ചു തുടങ്ങി. ഏതാനും ഇടികൾ ഗൂഷിങ്ങിന്റെ പുറത്ത് വീഴുകയും ചെയ്തു. ഇടിയേറ്റ ഗൂഷിങ് വീണ സ്ഥലം കൊഴിഞ്ഞു തുടങ്ങി. ചാങ്മാങ്ങിന്റെ അതിശക്തമായ പഞ്ചുകൾ ആ മണ്ണ് ഇളക്കി മറിക്കുകയാണ്. മണ്ണ് തെറിക്കുന്നത് സകലർക്ക് കാണാം. ചാങ്മാങ്ങിന്റെ ഭ്രാന്തമായ ആ പഞ്ചുകൾ അങ്ങനെ സംഭവിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ഉറക്കെ വിളിച്ചു, ചാങ്! മാർക്ക് ചാങ് എന്ന് വിളിച്ച ആ നിമിഷത്തിൽ തന്നെ ഗൂഷിങ്ങിന്റെ ഇടത് കൈ മുകളിലേക്ക് ഉയർന്നിരുന്നു. ശരിക്കും അതിശക്തമായ ഒരു പ്രകാശം, ഒരു ഫോഴ്സോടുകൂടി ചാങ്മാങ്ങിനെ എടുത്തൊരു അറ്റയേറി ആകാശത്തൂടെ പട്ടം പറക്കും പോലെ ചാങ്മാങ് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നത് ആളുകളൊക്കെ കണ്ടു. കുറെ ദൂരേക്ക് ചാങ്മാങ് ഒരു വൻ ശബ്ദത്തോടെ വന്ന് വീണു. കൂറ്റൻ ബോഡിയാണ് ചാങ്മാങ്ങിൻ്റെത്. ചാങ്മാങ് ഒരു കുന്നിൻ്റെ സൈഡിൽ വന്ന് വീഴുമ്പോൾ ആ വീണ ഭാഗത്തുണ്ടായിരുന്ന മണ്ണൊക്കെ ചിതറി തെറിക്കുകയാണ്. ഒരു പരുവത്തിൽ ആ തെറിച്ചു വീണ മണ്ണിലിടയിലൂടെ ചാങ്മാങ് ഉരുണ്ട് താഴെ എത്തുമ്പോൾ മാർക്ക് ഫെല്ലർ ഓടി ചാങ്മാങ്ങിൻ്റെ അടുത്തെത്തി. ഈ സമയത്ത് കുഴിന്ന് ചാടി മുകളിലേക്ക് കയറിയ ഗൂഷിങ് ശരിക്കും ദേഷ്യത്തിലാണ്. ഗൂഷിങ് കൈ ഒന്ന് ഉയർത്തിയതും ആ എൻറ്റയർ ആളുകളുടെ മുകളിലും ഒരു വൻ പ്രഷർ അനുഭവപ്പെട്ടു. പൗലിൻ മാസ്റ്ററും ജിയാങ് ഹിയും ഉൾപ്പെടെയുള്ള സകലിന്റെ മുകളിലുമാണ് ആ പ്രഷർ അനുഭവപ്പെടുന്നത്. അവിടെ പുറത്തേക്ക് പ്രഷർ വന്നു തുടങ്ങിയതും സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ പ്ലീസ് പ്ലീസ് പ്ലീസ്, അരുത്, ഇത് ചെയ്യരുത്. അതിന് മറുപടിയായി ഗൂഷിങ് പറഞ്ഞു, ഞാൻ ഇവരെ എല്ലാവരെയും കൊല്ലാൻ പോവുകയാണ്. ഞാൻ വളർത്തിയെടുത്ത, ഞാൻ നേതാവായിരുന്ന ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചവരാണ് ഇവരൊക്കെ. എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ മുൻകൈ എടുത്ത മാർക്കിനെ മാത്രമല്ല, മാർക്കിനൊപ്പം നിന്ന് എല്ലാവരെയും ഞാൻ കൊല്ലും. ആ സകല അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളിലെയും നേതാക്കന്മാരെ കൊല്ലുമെന്ന് കൂടി ഗൂഷിങ് പറഞ്ഞപ്പോ സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, അങ്ങക്ക് അങ്ങയുടെ ആഗ്രഹപ്രകാരം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ മാൻ പവർ കൂടിയേ തീരൂ. ആ മാൻ പവർ അങ്ങക്ക് വേണ്ടേ? ആ മാൻ പവറാണ് അങ്ങിത ഇല്ലാതാക്കാൻ പോകുന്നത്. സീസർ ആ വാചകം പറഞ്ഞതും ഗൂഷിങ് അവന്റെ കൈ ഒന്ന് താഴ്ത്തി. ആ സമയത്ത് സകലർക്ക് മുകളിലും അനുഭവപ്പെടുന്ന പ്രഷർ അങ്ങ് മാറുകയും ചെയ്തു. മാർക്ക് ഫെല്ലറും ചാങ്മാങ്ങും ഒക്കെ ഒരു പരുവത്തിൽ എണീറ്റ് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒരു പരുവത്തിൽ എണീറ്റിട്ട് ചാങ്മാങ്ങിനെ ആ പുൽത്തകിടിയിൽ അങ്ങനെ കിടത്തി. ശരിക്കും ഗുരുതരമായി ചാങ്മാങ്ങിന് പരിക്കേറ്റിരിക്കുകയാണ്. ഒരു പന്ത് പൊങ്ങി വീഴും പോലെയാണ് ചാങ്മാങ് പൊങ്ങി വീണത്. ആ കൂറ്റൻ ബോഡി
ഏതാണ്ട് നുറുങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഒരു ഞെരക്കം ചാങ്മാങ്ങിന്റെ ബോഡിയിൽ നിന്ന് മാർക്കിന് കേൾക്കാം. എന്നിട്ടും ചാങ്മാങ് എണീക്കാൻ ശ്രമിക്കുകയാണ്. മാർക്ക് ചാങ്ങിനെ എണീക്കാൻ സമ്മതിക്കാതെ അവനെ പുറത്ത് തട്ടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് സീസർ ഗൂഷിങ്ങിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഗൂഷിങ് അവന്റെ ആ പവർ പിൻവലിച്ചെന്ന് മനസ്സിലാക്കിയതും സീസർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, യങ് മാസ്റ്റർ, ഇവരെ ഇവിടുന്ന് പോകാൻ അനുവദിക്കണം. ഏഹേയ്, അതൊന്നും പറ്റത്തില്ല. ഞാൻ ഇവിടേക്ക് വന്നത് മാർക്ക് ഫെല്ലറെ കൊല്ലാനാണ്. മാർക്കിനെ കൊല്ലാൻ ഞാൻ തീരുമാനിച്ച ഇങ്ങോട്ട് വന്നത്. അതിൽ നിന്ന് ഞാൻ മാറത്തില്ല. യങ് മാസ്റ്റർ, പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങയുടെ ലക്ഷ്യം ഒരു കാരണവശാലും ഈ കാണുന്ന ആളുകളാവരുത്. 1 മാസത്തിനകം ഹോളി റീജിയനിലേക്കുള്ള പാത്ത് ആക്ടിവേറ്റ് ആവുകയാണ്. അങ്ങനെ ആക്ടിവേറ്റ് ആകുമ്പോൾ ഹോളി റീജിയനിലേക്ക് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ നിൽക്കുന്ന ആരും തന്നെ അങ്ങേക്കൊരു തടസ്സമാകത്തില്ല. അവരൊക്കെ ഹോളി റീജിയനിലേക്ക് പോകാൻ നിൽക്കുന്നവരാണ്. അങ്ങും ഹോളി റീജിയനിലേക്ക് പോകാനാണ് ശ്രമിക്കേണ്ടത്. അത് കേട്ടതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, ഹോളി റീജിയനൊന്നും എന്നെ ടാർഗറ്റ് അല്ല. എന്റെ ടാർഗറ്റ് ഈ പൈറോയിലെ ഈ ജിങ്ധു മാർഷൽസ് അസോസിയേഷനാണ്. വിശാലമായ ലോകത്തെ ഒരു അനുയായി ആകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഈ ചെറിയ രാജ്യത്തെ രാജാവ് ആകുന്നതാണ്. ഗൂഷിങ്ങിന് വളരെ വ്യക്തമായ സിദ്ധാന്തമാണ് ഉള്ളത്. അവന്റെ ആശയം ശക്തമാണ്. ഹോളി റീജിയനിൽ ചെന്ന് എണ്ണമറ്റ ഫൈറ്റേഴ്സിനോട് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഇവിടെ അതിശക്തനായി നിലനിൽക്കുകയാണ്. ഈ ഭൂമിയിൽ, ഈ പൈറോയിൽ തന്നെക്കാൾ ശക്തനായി ഇനി ഒരാളും ഉണ്ടാകില്ല. അത് ഗൂഷിങ്ങിന് ഉറപ്പാണ്. ഗൂഷിങ് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നിനക്ക് വേണ്ടത് ഞാനല്ലേ? നീ എന്നെ തടങ്കിലാക്കിക്കൂ, ബാക്കിയുള്ളവരെ വിട്. മാർക്ക്, നീ എന്ത് വാചകമായി പറയുന്നത്? നിന്നെ തടങ്കലിലാക്കാൻ എനിക്ക് നിന്റെ അനുവാദം ആവശ്യമില്ലല്ലോ. ഗൂഷിങ്, നിന്റെ ആ ധാരണ തെറ്റാണ്. എന്നെ തടങ്കലാക്കാൻ നിനക്ക് എന്റെ അനുവാദം ആവശ്യമുണ്ട്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഗൂഷിങ് ശക്തമായി ഒന്ന് പഞ്ച് ചെയ്തതും മാർക്ക് ഫെല്ലർ മാർക്കിന്റെ വേർഡ് ഫോർമുലയിൽ അവിടുന്ന് അപ്രത്യക്ഷമായതും ഒരേ നിമിഷത്തിലാണ്. കണ്ണഞ്ചിക്കുന്ന വേഗത്തിലാണ് മാർക്കിന്റെ വേർഡ് ഫോർമുലയിലെ ആ വേർഡ് മാർക്കിനെ കൊണ്ട് മറയുന്നത്. ഗൂഷിങ് ആ പരിസരം മുഴുവൻ ഒന്ന് നിരീക്ഷിച്ചിട്ടും ഗൂഷിങ് ശരിക്കും അമ്പരന്ന് പോവുകയാണ്. ആ ഭാഗത്തൊന്നും മാർക്കില്ല. അല്പനേരം കഴിഞ്ഞതും മാർക്ക് ഫെല്ലർ ഗൂഷിങ്ങിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഗൂഷിങ്, എനിക്ക് വേണമെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും നിന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. 8 ഹയറപ്സും കൂടി നൽകിയ ആ ശക്തി ഉണ്ടായിട്ട് പോലും അവിടെ നിന്ന് മാർക്ക് രക്ഷപ്പെടുന്നതിനെ തടസ്സപ്പെടുത്താൻ തനിക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യം ഗൂഷിങ് തിരിച്ചറിയുകയാണ്. മാർക്ക്, നിനക്ക് എന്താ വേണ്ടത്? ഗൂഷിങ്, ബാക്കിയുള്ള ആളുകളെ ഇവിടുന്ന് പോകാൻ അനുവദിക്കുക. അങ്ങനെ അനുവദിച്ചാൽ ഞാൻ നിനക്ക് കീഴടങ്ങാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ചാങ്മാങ് വയ്യാതെയാണെങ്കിലും ഉറക്കെ പറഞ്ഞു, മാർക്ക്, അത് വേണ്ട, അത് ചെയ്യരുത്. ചാങ് അങ്ങനെ പറഞ്ഞപ്പോ അടുത്തുണ്ടായിരുന്ന യാവോമെങ്ങും കൂട്ടരൊക്കെ ചാങ്ങിനോട്, ചാങ്, ശബ്ദിക്കാതെ, മാർക്ക് എന്തോ പ്ലാൻ ചെയ്യുകയാണ്. യാവോമെങ് ചാങ്മാങ്ങിനോട് അങ്ങനെ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ ഇവിടെ ഗൂഷിങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. നിനക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഇപ്പൊ പ്രൂവ് ചെയ്തതേ ഉള്ളൂ. രക്ഷപ്പെടാൻ കഴിയുമായിരുന്നിട്ടും അത് വേണ്ടാന്ന് വെച്ചിട്ട് നീ ഇവർക്ക് വേണ്ടി സ്വയം ബലിയർപ്പിക്കുകയാണ്. നിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ അംഗീകരിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയൊന്ന് പൊക്കി താഴ്ത്തിയതും ഒരു പ്രകാശം മാർക്കിന്റെ കാലിൽ വന്നിടിച്ചു. മാർക്കിന്റെ കാലിൽ ആ പ്രകാശം ഇടിച്ചതും മുട്ടിടിച്ച് മാർക്ക് താഴെ വീണു. മാർക്കിനെ യഥാർത്ഥത്തിൽ ഗൂഷിങ് അവിടെ ബന്ധിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ ഇറങ്ങുകൊണ്ട് അവൻ മാർക്കിനെ ബന്ധിച്ചതും മാർക്ക് മറ്റുള്ളവരോടായി പറഞ്ഞു, എല്ലാവരും ഇവിടുന്ന് പൊയ്ക്കോളൂ. പൗലിയൻ മാസ്റ്ററും ജിയാങ്ഹിയും ശരിക്കും ആ കാഴ്ച കണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ മാർക്ക് അവരോട് പറഞ്ഞു, സാരമില്ല, പൊയ്ക്കോളൂ. അതിവേഗം അവിടെ നിന്ന് ആളുകളൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ജിയാങ്ഹിയും ടീമും നേരെ പോയത് കാൻ സിറ്റിയിലെ ആ ഹെവൻലി ഗേറ്റിലേക്കാണ്. പൗലിയൻ മാസ്റ്ററും ടീമും നേരെ പോകുന്നത് ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലേക്കാണ്. ചാങ്മാങ്ങും യാവോമെങ്ങും കോങ് യാനിക്ക് ഉൾപ്പെടെയുള്ള ആ ടീമും പൗലിയൻ മാസ്റ്റർക്കൊപ്പം ഡിവൈൻ ആൽക്കെമിസ്റ്റ് പവലിയനിലെത്തി. മാർക്ക് ഫെല്ലറേയും കൊണ്ട് ഗൂഷിങ് ഫസ്റ്റ് മെസ്സിക്ക് വേർഡിലും എത്തി. ഫസ്റ്റ് മെസ്സിക്ക് വേർഡിലേക്ക് മാർക്ക് ഫെല്ലറേയും വലിച്ചിഴച്ചുകൊണ്ട് അങ്ങനെ കയറി വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഗൂഷിങ്ങിന് അനുഭവപ്പെടുകയാണ്. ആ 8 ഹയറപ്സും കിടക്കുന്ന മുറിയിലേക്ക് മാർക്കിനെയും കൊണ്ട് കയറിയ ഗൂഷിങ്ങിനെ കണ്ട ആ 8 ഹയറപ്സും വല്ലാത്ത അമ്പരപ്പോടെ ഗൂഷിങ്ങിന്റെ കയ്യിലെ മാർക്കിനെ നോക്കി. മാർക്കിനെ അങ്ങനെ കണ്ടപ്പോൾ ആ 8 ഹയറപ്സുകൾക്കും ശരിക്കും സന്തോഷമായി. അവരെ കൊണ്ട് പറ്റാത്ത കാര്യം ഇതാ ഗൂഷിങ് ചെയ്തിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറും ആ ഹയറപ്സുകളെ കണ്ടു. അവരെ കെട്ടിയിട്ടിരിക്കുന്ന കണ്ടതും മാർക്ക് അറിയാതെ ചിരിച്ചു പോവുകയാണ്.
ഓ, നിങ്ങളിവിടെ ബന്ദികളാക്കിയിട്ടാണോ ഗൂഷിങ് എന്നെ തേടി സെക്കൻഡ് മെസ്സിക്ക് വേണ്ടി വന്നത്? കൊള്ളാം, എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് ഇത് തന്നെ വേണം. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഗൂഷിങ്ങിന്റെ വിരലിൽ നിന്ന് ഒരു പ്രകാശം മാർക്കിന്റെ നെറ്റിയിൽ പതിച്ചു. ആ പ്രകാശത്തിന്റെ എൻഡ് ഒരു ചെയിനായി മാറി. ആ ചെയിന് അയാൾ മാർക്കിന്റെ പ്രിമോഡിയൽ സ്പിരിറ്റുമായി കണക്ട് ചെയ്ത് മറ്റ് ചങ്ങലകളുമായി ബന്ധിച്ചു. ശരിക്കും മാർക്കിന്റെ ആ ബേസിക് ആത്മാവിനെ, സ്പിരിറ്റിനെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് ബാക്കി 8 ഹൈറപ്സിന്റെയും ആത്മാവിനെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ആ 9 പേർക്കും ഒരു കാരണവശാലും ഗൂഷിങ്ങിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് ഗൂഷിങ് ഉറപ്പാക്കിയിരിക്കുന്ന കാര്യം. ആ 9 പേരെയും ഒന്ന് നോക്കിയിട്ട് ഗൂഷിങ് അവരോടായി പറഞ്ഞു, നിങ്ങൾ 9 പേരെയും ഇതുപോലെ ബന്ദികളാക്കിയിരിക്കുന്നത് ഈ ഭൂമിയിൽ എല്ലാവരും കാണേണ്ടതാണ്. ഞാൻ എന്തായാലും അതിനുള്ള അവസരം ഉണ്ടാക്കും, ഇന്നല്ല വരും ദിവസങ്ങളിൽ. അങ്ങനെ പറഞ്ഞിട്ട് ഗൂഷിങ് അവിടെ നിന്ന് പുറത്തേക്ക് പോയി. ഗൂഷിങ് അവിടെ നിന്ന് പോയത് സെക്കൻഡ് മിസ്റ്റിക് വേർഡിലേക്കാണ്. സെക്കൻഡ് മിസ്റ്റിക് വേർഡിലെത്തിയ ഗൂഷിങ് അവിടെ നിന്ന് അതിവേഗം ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ ആ ഓഫീസിലെത്തി. ഗൂഷിങ്ങിനൊപ്പം സീസറുമുണ്ട്. സീസറോടായി ഗൂഷിങ് പറഞ്ഞു, സീസർ, നമുക്ക് ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷൻ വീണ്ടും ബിൽഡ് ചെയ്യണം. അതിന് ഇന്നിപ്പോ ഈ ഭൂമിയിൽ ശക്തരായ ആരൊക്കെയുണ്ടോ അവരെയെല്ലാം ഇവിടേക്ക് വിളിപ്പിക്കണം. നമുക്ക് അതിശക്തമായ ഒരു സേന ഉണ്ടാക്കിയെടുക്കണം. ഗൂഷിങ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ മാത്രമേ സീസർക്ക് പറ്റൂ. സീസർ ഗൂഷിങ് പറഞ്ഞ അനുസരിച്ച് ശക്തരായ ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ പൗലിയം മാസ്റ്ററുടെ ചികിത്സയിൽ കഴിയുന്ന ചാങ്മാങ് അയാളുടെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, എനിക്ക് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. മാർക്കിനെ അവൻ എന്റെ കൺമുന്നിലാണ് വലിച്ചുകൊണ്ട് പോയത്, അത് അനുവദിക്കാൻ പറ്റില്ല. ഗൂഷിങ് മാർക്കിനെ വലിച്ചുകൊണ്ടുപോയ രംഗം അവരൊക്കെ കണ്ടതാണ്. മാർക്കിനെ എങ്ങനെ രക്ഷിക്കണം, അതിനുവേണ്ടി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലെ ആ തുരങ്കം വഴി ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിലേക്ക് പോകാനാണ് ചാങ്മാങ്ങിന്റെ തീരുമാനം. ചാങ്മാങ് അത് പറഞ്ഞതും അവിടെ അവന്റെ കൂടെയുള്ള ആളുകൾ അവനോട് പറഞ്ഞു, ഏയ് ചാങ്, ആദ്യം നിന്റെ ഈ അസുഖം മാറട്ടെ, നിന്റെ മുറിവുകൾ കരിയട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. എന്തായാലും എനിക്ക് ഉറപ്പാണ് മാർക്കിനെ അവൻ തൽക്കാലം ഒന്നും ചെയ്യില്ല. മാർക്കിനെ അവൻ രഹസ്യമായി കൊല്ലുമെന്നുള്ള പേടി എന്തായാലും വേണ്ട, അത് നടക്കില്ല. യാവമെങ്ങിന് അക്കാര്യത്തിൽ പൂർണ്ണ ഉറപ്പാണ്. യാവമെങ്ങും കോങ്യാനിക്കും ഷുവാങ് ടെങ്ങും ചു ഹെഡും ഒക്കെ ചാങ്മാങ്ങിന്റെ ചുറ്റുമിരുന്ന് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പൗലിയം മാസ്റ്ററും അത് തന്നെയാണ് അവനോട് പറയുന്നത്, പ്ലീസ് വെയിറ്റ്. ഈ സമയത്ത് ജിയാങ്ഹി ആ ഹെവൻലി ഗേറ്റിലുള്ള ആളുകളോടും എങ്ങോട്ടെങ്കിലും ഒഴിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൂഷിങ് മാർക്കിനെ പിടികൂടിയ സ്ഥിതിക്ക് അടുത്തതായി ലക്ഷ്യമിടാൻ പോകുന്നത് മിക്കവാറും ഹെവൻലി ഗേറ്റ് ആയിരിക്കും. ഹെവൻലി ഗേറ്റിലെ മുഴുവൻ ആളുകളെ കൊന്നൊടുക്കാൻ ഗൂഷിങ് ഒരു മടിയും കാണിക്കില്ല. ഗൂഷിങ്ങിന്റെ ശക്തി അവരൊക്കെ കണ്ടതാണ്. ഗൂഷിങ് വിരലൊന്ന് ഞൊടിച്ചാൽ അവിടെ ഹെവൻലി ഗേറ്റ് അവസാനിക്കും. മാർഷൽ സെയിന്റുകളൊന്നും അയാൾക്കൊരു വിഷയമേ അല്ല. ഗൂഷിങ്ങിന്റെ ശക്തിയെക്കുറിച്ച് ഏകദേശം ധാരണ ഉള്ളത് കൊണ്ടാണ് ജിയാങ്ഹി അവിടെയുള്ള ആളുകളെ മറ്റെങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. പൗലിയം മാസ്റ്റർക്ക് ആശുപത്രി പോലുള്ള സംവിധാനങ്ങളായതുകൊണ്ട് അങ്ങനെ വേഗം ഷിഫ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇവിടെയൊക്കെ ഈ രംഗങ്ങൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ആ 8 ഹൈറപ്സുകളെയും കണ്ട് ചിരിക്കുകയാണ്. ശരിക്കും എനിക്ക് നിങ്ങളിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വല്ലാത്ത തമാശ തോന്നുകയാണ്. അതിന് ഞാനാണ് മറുപടി പറഞ്ഞത്, ഏയ് മാർക്ക്, ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് വിഷയമൊന്നുമല്ല. പക്ഷെ നീ ഈ പരുവത്തിൽ ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിന്റെ അന്ത്യം ഞങ്ങളുടെ കൺമുന്നിൽ സംഭവിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാ സന്തോഷിക്കാതിരിക്കുക? അത് കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ ഓക്കെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ആലോചിച്ചു. ഞാൻ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുന്നതിനെ കുറിച്ച് സീരിയസ് ആയി ആലോചിക്കുകയാണ്. രക്ഷപ്പെടുന്നതിനെ കുറിച്ച് പെട്ടെന്ന് അറിയാതെ ഞാൻ ചോദിച്ചു പോവുകയാണ്. ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളും കൗതുകത്തോടെ മാർക്കിനെ നോക്കി. അതെ, രക്ഷപ്പെടുന്നതിനെ കുറിച്ച്. മാർക്ക്, ശരിക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ നിനക്ക് കഴിയുമോ? അതെന്ത് ചോദ്യം മിസ്റ്റർ യാൻ? ഉറപ്പായും അതിന് കഴിയുമെന്നുള്ളത് കൊണ്ടല്ലേ ഞാൻ അവന് പിടികൊടുത്തത്. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഞാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, നീ രക്ഷപ്പെടുകയാണെങ്കിൽ എന്നെ കൂടി ഇവിടുന്ന് രക്ഷപ്പെടുത്തൂ. ഏയ്, നിന്നെ ഞാൻ എന്തിനു രക്ഷപ്പെടുത്തണം? നീ എന്നെ ശരിക്കും ദ്രോഹിച്ചവനല്ലേ? എന്റെ എമിലിയെ ഒരുപാട് ഉപദ്രവിച്ചതല്ലേ നീ? നിന്നെ ഞാൻ എന്തിനാ രക്ഷിക്കുന്നത്? അങ്ങനെ മാർക്ക് ചോദിച്ചതും ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളും ഉറക്കെ പറഞ്ഞു, അതെ അതെ മാർക്ക്, ഞങ്ങളെയൊക്കെ രക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങൾ 8 പേരും മാർക്ക് നീ പറയുന്ന പോലെ ചെയ്യാം. ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ തലപ്പത്തുണ്ടായിരുന്ന ആ 8 ആളുകളും മാർക്ക് ഫെല്ലറെ നേതാവായി അംഗീകരിക്കാമെന്ന് പറയുന്നിടത്തേക്ക് കാര്യമെത്തുകയാണ്. മാർക്ക് അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങളെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടി മാത്രം അവതരിച്ച ആളാണ് ഞാൻ. അത് എനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. നിങ്ങൾ ഞാൻ കൊല്ലും.
അത് കേട്ടതും യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഞങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് ഞാനൊരു കാര്യം തരാം. എന്ത് കാര്യം? മാർക്ക്, എൻ്റെ കയ്യിൽ എമിലിയുടെ രക്തമുണ്ട്. എമിലിയുടെ രക്തമുണ്ടെന്ന് യാൻ പറഞ്ഞപ്പോൾ ശരിക്കും ഒരു ദേഷ്യം മാർക്കിന് അങ്ങോട്ട് വരികയാണ്. മാർക്കിന് എമിലിയെ ദ്രോഹിച്ച ആളുകളെ കാണുന്നതേ കലിയാണ്. അപ്പോഴാണ് ഇതാ എമിലിയുടെ ബ്ലഡിനെ കുറിച്ച് ഒരാൾ ഓർമ്മിപ്പിക്കുന്നത്. മാർക്ക് ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്ന കണ്ടതും യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ദേഷ്യപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. എൻ്റെ കയ്യിൽ എമിലി ബ്ലാക്കിൻ്റെ ബ്ലഡ് ഉണ്ട്. ആ ബ്ലഡിന് ശരിക്കും ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത പൂർണ്ണമായും ഫലിക്കണമെങ്കിൽ അത് നിന്റെ ബോഡിയിൽ തൊടണം. നിന്റെ ബ്ലഡുമായി കലരുമ്പോഴേ ആ ബ്ലഡിൻ്റെ പൂർണ്ണത എന്താണെന്ന് ഈ ലോകം അറിയൂ. മാർക്ക്, നീ ആ ബ്ലഡ് കലരുന്ന നിമിഷം മുതൽ ശരിക്കും ശക്തനാകും. നിനക്ക് വളരെ അനായാസം പിന്നെ ആരെയും തോൽപ്പിക്കാനാവും. വളരെ വളരെ വലിയൊരു കാര്യമാണ് യാൻ മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും മാർക്ക് പറഞ്ഞു, ഓക്കെ, നീ എനിക്ക് ബ്ലഡ് നൽകുകയാണെങ്കിൽ ഉറപ്പായും ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷേ നിന്നെ മാത്രം. 8 പേരടങ്ങിയ ആ ടീമിൽ ഒരാളെ മാത്രം രക്ഷിക്കാമെന്ന് മാർക്ക് പറഞ്ഞതും ബാക്കി 7 പേരും ഉറക്കെ പറഞ്ഞു, മാർക്ക്, അങ്ങനെ ചെയ്യരുത്, നമ്മൾ 8 പേരെ രക്ഷിക്കണം, ഞങ്ങൾ 8 പേരും നിന്നോടൊപ്പം നിൽക്കാം. 8 പേരെയും രക്ഷിക്കാൻ എനിക്ക് പറ്റത്തില്ല, ഒരേ ഒരാളെ ഞാൻ രക്ഷിക്കൂ, നിനക്ക് സമ്മതമാണെങ്കിൽ എന്നോട് പറ. അങ്ങനെ മാർക്ക് പറഞ്ഞതും യാൻ രണ്ടാമൊന്നും ആലോചിക്കാതെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഓക്കെ, ഞാൻ റെഡിയാണ്. മാർക്ക് തന്നെ മാത്രം രക്ഷിച്ചാൽ മതി എന്നാണ് യാൻ മാർക്കിനോട് പറഞ്ഞത്. അത് കേട്ടതും ആ 7 പേരും ദേഷ്യം കൊണ്ട് യാനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. യാൻ, നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യവും ചെയ്തത്, എന്നിട്ട് അവസരം വന്നപ്പോ ഞങ്ങൾ നീ ഒഴിവാക്കുന്നു. ചതിയ, കള്ള, തെമാടി, പലതരത്തിലുള്ള വിളികളാണ് ആ 7 പേരും കൂടെ വിളിക്കുന്നത്. അതിങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ പതുക്കെ കണ്ണുകൾ അടച്ചു. മാർക്കിന് ഇപ്പോൾ 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, മാർക്കിന്റെ ബോഡിയിൽ ഇപ്പോഴുമുള്ള ആ ബുദ്ധൂസാണ്. ബുദ്ധൂസ് ഒരു ആൾമൈറ്റി ലെവലുകാരനാണ്. ബുദ്ധൂസ് ഉറക്കമെണീറ്റാൽ പിന്നെ മാർക്കിനെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലയോ ഗൂഷിങ്ങോ ഒന്നും ഒരു വിഷയമേ അല്ല. പക്ഷേ ആ ബുദ്ധൂസ് എപ്പോ ഉണരുമെന്നുള്ള കാര്യമാണ് മാർക്കിന് അറിഞ്ഞുകൂടാത്തത്. രണ്ടാമത്തെ സാധ്യത, മാർക്ക് പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ആ 5th സീക്രട്ടാണ്. 9 സീക്രട്സിലെ ആ 5th ലെവല് മാർക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ 5th ലെവലിന്റെ ശക്തി ഉപയോഗിച്ച് മാർക്കിന് ആ ചങ്ങല പൊട്ടിക്കാൻ പറ്റും. അത് മാർക്കിന് ഉറപ്പാണ്. ബുദ്ധൂസ് ഉണരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ കാത്തു നിന്നാൽ അതിനു മുന്നേ ഗൂഷിങ് അവസാന തീരുമാനം എടുക്കുകയാണെങ്കിൽ താൻ പെട്ടുപോകുമെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. അതുകൊണ്ട് തന്നെ മാർക്ക് കിട്ടിയ അവസരം വിനിയോഗിക്കാൻ തീരുമാനിച്ചു. മാർക്ക് കണ്ണടച്ച് ആ 5th ലെവല് പതുക്കെ പതുക്കെ പ്രാക്ടീസ് തുടങ്ങി. ഈ സമയത്തും സകലരുടെ ശരീരവും വേദനിക്കുന്നുണ്ട്, മാർക്കിന്റെ ഉൾപ്പെടെ. ആ 9 പേരെയും ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണല്ലോ. ആ ചങ്ങലയിൽ അവരങ്ങനെ ബന്ധനസ്ഥനായി കിടക്കുമ്പോൾ പിറ്റേന്ന് ഏകദേശം വൈകുന്നേരമായപ്പോഴാണ് ഗൂഷിങ് അവിടേക്ക് എത്തുന്നത്. മാർക്ക് ഫെല്ലർ ഈ പകലും രാത്രിയൊന്നും വ്യത്യാസമില്ലാതെ ശരിക്കും ധ്യാനത്തിലാണ്. ധ്യാനത്തിൽ കിടക്കുന്ന മാർക്കിനെ കാണുമ്പോഴൊക്കെ യാൻ അറിയാതെ മനസ്സുകൊണ്ട് മാർക്കിനെ അഭിനന്ദിച്ചു പോകാറുണ്ട്. അയാൾക്ക് അനുഭവപ്പെടുന്ന വേദന അതുപോലെ തന്നെ മാർക്കിനും അനുഭവപ്പെടുന്നുണ്ടെന്ന് അയാൾക്കറിയാം. ആ വേദനക്കിടയിലും ഒരാൾ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ കാര്യമല്ല. അയാളുടെ വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി അത് അവർണ്ണനീയമാണ്. മാർക്ക് ഫെല്ലർ എങ്ങനെ ഇവിടം വരെ എത്തി എന്നതിന്റെ ഉത്തരം ഞാൻ ശരിക്കും അനുഭവിച്ചറിയുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൂഷിങ് അങ്ങോട്ട് വരുന്നത്. ഗൂഷിങ് അവിടേക്ക് വന്നതും ആ കൂട്ടത്തിലെ ഏക സ്ത്രീയായ സൂക്കുനിൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗൂഷിങ്, എനിക്ക് നിങ്ങളോട് ഒരു രഹസ്യം പറയാനുണ്ട്. രഹസ്യമോ? എന്ത് രഹസ്യം? ഗൂഷിങ്, അത് നിങ്ങളുടെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എന്റെ ജീവനുമായോ? അതെ ഗൂഷിങ്, നിങ്ങൾ എന്നെ മോചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ രഹസ്യം നിങ്ങളോട് പറയാം. സൂക്കുനിൻ അങ്ങനെ പറഞ്ഞപ്പോ ഒരു നിമിഷം ഗൂഷിങ് നിശബ്ദനായി സൂക്കുനിനെയും ബാക്കിയുള്ള ആളുകളെയും ഒന്ന് നോക്കി. ഗൂഷിങ് സൂക്കുനിന് വേദന കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ചങ്ങലിലുള്ള പ്രഷർ പിൻവലിച്ചു. ചങ്ങല ഉണ്ടെങ്കിലും സൂക്കുനിന്റെ പുറത്തുള്ള വേദന അപ്രത്യക്ഷമായി. ആ വേദന അപ്രത്യക്ഷമായതും ചിരിച്ചുകൊണ്ട് സൂക്കുനിൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, മിസ്റ്റർ ഗൂഷിങ്, ഈ യാനും മാർക്ക് ഫെല്ലറും കൂടി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നിങ്ങളെ കൊല്ലാനാണ് പരിപാടി. അതിനുവേണ്ടി യാൻ മാർക്കിന് എമിലി ബ്ലാക്കിന്റെ രക്തം കൊടുക്കാന്നാ പറഞ്ഞത്. തികച്ചും അപ്രതീക്ഷിതമായി സ്യൂക്കുനിൻ അങ്ങനെ പറഞ്ഞതും
ശരിക്കും മാർക്ക് ഫെല്ലർ ഞെട്ടി എന്ന് തന്നെ പറയാം. സ്യൂക്കുനിൻ ആ ശൈലിയിൽ ചതിക്കുമെന്ന് മാർക്ക് തീരെ കരുതിയിരുന്നില്ല. ഗൂഷിങ്ങിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാൾ ഉറക്കെ യാനോട് ചോദിച്ചു, യാൻ, ഈ കേട്ടത് വാസ്തവമാണോ? അങ്ങനെ യാനോട് ഗൂഷിങ് ചോദിച്ചതും യാൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, എന്ത് ചോദ്യമാ ഈ ചോദിക്കുന്നത്? ഇവിടെ നിന്ന് ഞങ്ങളെങ്ങനെ രക്ഷപ്പെടാൻ? ഉടൻ സ്യൂക്കുനിൻ പറഞ്ഞു, ഗൂഷിങ്, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ഈ യാനും മാർക്കും തമ്മിൽ ശരിക്കൊരു പ്ലാനിങ് നടക്കുകയാണ്. അത് കേട്ടതും മാർക്ക് ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നീ ഒരു വിഡ്ഢി തന്നെയാണ്. മാർക്ക്, എന്താ നീ പറഞ്ഞ? ഗൂഷിങ്, നീ ഒരു വിഡ്ഢിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അത് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിനക്ക് ഇപ്പോഴും ഇവരുടെ കളി മനസ്സിലായില്ലേ? ഈ യാനും ഈ സ്യൂക്കുനും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഒരു ടീമാണ്. ഇവര് എന്നെ കൂടി അവരുടെ കൂടെ ചേർക്കൂ. ഞാൻ അവരുടെ പ്രഖ്യാപിത ശത്രുവല്ലേ? ആ ശത്രുവിനെ അവർ കൂടെ കൂട്ടുമെന്നാണോ നീ വിചാരിക്കുന്നത്? മാർക്ക് ചോദിച്ച ചോദ്യത്തിൽ അർത്ഥമുണ്ടെന്ന് അത് കേട്ടപ്പോൾ ഗൂഷിങ്ങിന് മനസ്സിലായി. ആ സമയത്ത് യാൻ സ്യൂക്കുനിനോട് പറഞ്ഞു, സ്യൂക്കുനിൻ, ഇനി നമുക്ക് തർക്കിക്കണ്ട, നമ്മുടെ പ്ലാൻ പൊളിഞ്ഞു. യാൻ സന്ദർഭോചിതമായി ആ ഡയലോഗ് കൂടെ പറഞ്ഞതും സ്യൂക്കുനിൻ ശരിക്കും പെട്ടതുപോലെയായി. സ്യൂക്കുനിൻ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, അയാളെ പരിശോധിക്ക്. രണ്ടുപേരും പറയുന്ന വാചകവും ശ്രദ്ധിച്ച് കേട്ടുന്ന ഗൂഷിങ് രണ്ടാമൊന്നും ആലോചിക്കാതെ യാനിന്റെ ബോഡി മുഴുവൻ പരിശോധിച്ചു. എമിലി ബ്ലാക്കിന്റെ രക്തം എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവൻ പരിശോധിച്ചത്. അവന്റെ പരിശോധന കഴിഞ്ഞതും മാർക്ക് ചിരിച്ചു. ആ പരിശോധനയിൽ രക്തത്തിന്റെ ഒരു ബോട്ടിലും ഗൂഷിങ്ങിന് കിട്ടിയില്ല. മാർക്ക് ചിരിച്ചുകൊണ്ട് ഗൂഷിങ്ങിനോട് പറഞ്ഞു, നീ ഒരു വിഡ്ഢിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ആ സ്യൂക്കുനും ഇവരെല്ലാം കൂടി ചേർന്ന് നിന്നെ പറ്റിക്കുന്നതല്ലേ? മാർക്ക് അങ്ങനെ പറഞ്ഞതും ഗൂഷിങ് ദേഷ്യപ്പെട്ട് അവന്റെ കൈയൊന്ന് അനക്കി. പെട്ടെന്ന് എല്ലാവരുടെയും ചങ്ങലകൾ വീണ്ടും ശക്തമായി വിറച്ചു തുടങ്ങി. ആ വിറയൽ അതിശക്തമായ ഒരു പെയിനാണ് മാർക്ക് ഉൾപ്പെടെ എല്ലാ ആളുകളിലും എത്തിച്ചത്. ശക്തമായൊരു വേദന മാർക്കിലേക്കും ഗൂഷിങ്ങിലേക്കും സ്യൂക്കുനിലേക്കൊക്കെ വരികയാണ്. സകലരും വേദന കൊണ്ട് പൊളഞ്ഞു തുടങ്ങി. അവർ വേദന കൊണ്ട് പൊളയുന്ന കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഗൂഷിങ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗൂഷിങ് വീണ്ടും ഫസ്റ്റ് മിസ്റ്റേക്ക് ബേഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റേക്ക് ബേഡിലേക്കും അവിടെ നിന്ന് നേരെ ജിങ്ദു മാർഷൽ അസോസിയേഷനിലേക്ക് എത്തി. ഈ സമയത്ത് ഗൂഷിങ്ങിന്റെ നിർദ്ദേശപ്രകാരം സീസർ സകല സ്ഥലത്തും വിവരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതിന് ഫലമുണ്ടാവുകയാണ്. പല മേഖലകളിലായി ഒളിച്ചു താമസിക്കുകയായിരുന്ന മൈറ്റി ലെവലിലെ 1 ഡസനോളം ആളുകൾ ഗൂഷിങ്ങിന്റെ ആ വാർത്തയറിഞ്ഞ് ജിങ്ദു മാർഷൽ അസോസിയേഷനിൽ വരാമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ വിവരം സീസർ ഗൂഷിങ്ങിനെ അറിയിച്ചു. ഗൂഷിങ് സീസറോട് ചോദിച്ചു, ആകെ എത്ര മൈറ്റി ലെവലുകാരാ വരുന്നത്? 1 ഡസൻ ആളുകളുണ്ട്. അവരെല്ലാവരും ഹോളി റീജിയനിലേക്ക് പ്ലാറ്റ്ഫോമുകൾ റെഡിയാകുന്ന വിവരം അറിഞ്ഞിട്ട് എത്തിയിരിക്കുന്നത്. സീസർ കാര്യം റിപ്പോർട്ട് ചെയ്തതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, നമുക്ക് ആദ്യം തകർക്കേണ്ടത് ആ പ്ലാറ്റ്ഫോമുകളാണ്. ഈ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് യൗമാരെ തന്നെ ഉപയോഗിക്കണം. സീസർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ ഗൂഷിങ് കൊടുത്തു കഴിഞ്ഞതും പിറ്റേ ദിവസം ആ മീറ്റിംഗ് നടന്നു. 12 മൈറ്റി ലെവൽ ആളുകളും അനവധി മാർഷൽ സെയിന്റുകളും അവിടെ ഹാജരാണ്. പണ്ടൊക്കെ മീറ്റിംഗ് വിളിക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റേഴ്സും മാർക്കസുകളും ഒക്കെയാണ് വരിക. ഇപ്പോ ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത് മാർഷൽ സെയിന്റുകളും മൈറ്റി ലെവൽ ആളുകളുമാണ്. ആ ആളുകളെ മുഴുവൻ ഒന്ന് നോക്കിയിട്ട് ഗൂഷിങ് അവരോടായി പറഞ്ഞു, ഞാൻ ജിങ്ദു മാർഷൽ അസോസിയേഷൻ വീണ്ടും സജീവമാക്കാൻ പോവുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായി, മാർഷൽ സംഘടനയായി ജിങ്ദു മാർഷൽ അസോസിയേഷനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. ആ യത്നത്തിൽ എനിക്കൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകളെ ഞാൻ ഇവിടേക്ക് വിളിപ്പിച്ചതാണ്. ഗൂഷിങ് അത് പറഞ്ഞതും ആ മൈറ്റി ലെവലിലുള്ള ഒരാൾ ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, നീ ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ള യോഗ്യതയുള്ള ആളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങൾ ഈ മൈറ്റി ലെവലിലുള്ള ആളുകൾ ഇവിടേക്ക് വന്നത് നിന്റെ കീഴിൽ ജിങ്ദു മാർഷൽ അസോസിയേഷനെ ബിൽഡ് ചെയ്യാനൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഹോളി റീജിയനിലേക്ക് പോവുക എന്നുള്ളതാണ്. ഞങ്ങളെ കഴിഞ്ഞ 100 വർഷങ്ങളായി ശരിക്കും ഞങ്ങളുടെ ശക്തി റെഡ്യൂസ് ചെയ്ത് രഹസ്യമായി ഒളിച്ചു താമസിച്ചത് ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഈ സുവർണ യുഗം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾ റെഡിയാകുന്നതോടുകൂടി ഞങ്ങൾ ആ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഹോളി റീജിയനിലേക്ക് പോകും. അതുകൊണ്ട് ഞങ്ങളെ ഭരിക്കാമെന്നുള്ള നിന്റെ ഈ മോഹവും ആഗ്രഹവും ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ആ മൈറ്റി ലെവലുകാരൻ പറഞ്ഞതും ഗൂഷിങ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കയറി നിൽക്കുകയാണ്. ഗൂഷിങ് ആ മൈറ്റി ലെവലുകാരനോട് ചോദിച്ചു, ഇവിടെ സംസാരിക്കുമ്പോൾ ശക്തിയാണ് പ്രാധാന്യമുള്ളതെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അതേ ഗൂഷിങ്, ശക്തി തന്നെയാണ് പ്രാധാന്യം. നീ ഈ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണോ ചെയർമാനാണോ ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങളുടെ കൈക്ക് ബലമുണ്ട്,
ആ ബലം നിനക്കുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ അയാൾ പറഞ്ഞതും ഗൂഷിങ് അവന്റെ വലത് കൈ ഒന്ന് ഉയർത്തി. ആ വലത് കൈ ഉയർത്തിയ ഗൂഷിങ് അവന്റെ കൈ ഒന്ന് അനക്കിയതും വളരെ നേർത്ത അളവിൽ ഒരു പ്രകാശം ഗൂഷിങ്ങിന്റെ ആ വിരലുകൾക്കിടയിലൂടെ ആ മൈറ്റി ലെവൽ മാർഷൽ ആർട്ടിസ്റ്റിന്റെ നെറ്റിക്ക് നേരെ പാഞ്ഞു വന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും ആ മൈറ്റി ലെവലുകാരന് അതിശക്തമായൊരു പവർ തനിക്ക് നേരെ വരുന്നു എന്നുള്ള കാര്യം മനസ്സിലായി. അയാൾ പെട്ടെന്ന് അയാളുടെ കൈയെടുത്ത് അത് തടക്കാൻ ശ്രമിച്ചു. ഒരു മൈറ്റി ലെവലുകാരന്റെ ബോഡി ശരിക്കും ശക്തമായ ഒരുക്ക് ബോഡിയാണ്. അയാൾ ആ കൈയെടുത്ത് തടുക്കാൻ ശ്രമിച്ചതും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച ബാക്കിയുള്ള ആളുകൾ കണ്ടു. ആ രണ്ട് കൈയും അറ്റുപോകുന്നതാണ് അവർ കണ്ടത്. കൈ മാത്രമല്ല, കൈക്ക് പുറകിലുണ്ടായിരുന്ന തലയും കാണാനില്ല. ആ തലയും അറ്റുപോയിരിക്കുകയാണ്. തല അറ്റുപോയ ആ ബോഡിയിലേക്ക് ആളുകൾ അമ്പരപ്പെട്ട് നോക്കുമ്പോൾ എൻറ്റിയർ ബോഡിയും പൊട്ടിത്തെറിച്ചു തുടങ്ങി. ആ നിമിഷത്തിൽ ആ പ്രൈമോഡിയൽ സ്പിരിറ്റ് പുറത്തേക്ക് ചാടിയതാണ്. ആ നിമിഷത്തിനെ ഗൂഷിങ് ഇടത് കൈകൊണ്ട് ആ പ്രൈമോഡിയൽ സ്പിരിറ്റ് പിടിച്ച് കയ്യിലൊന്ന് ഞെരടിയതും അതും അപ്രത്യക്ഷമായി. ശ്വാസം നിലച്ചതുപോലെ ബാക്കിയുള്ള മൈറ്റി ലെവലുകാർ നിശബ്ദരായി നിൽക്കുകയാണ്. അവരെ മുഴുവൻ ഒന്ന് നോക്കിയിട്ട് ഗൂഷിങ് അവരോട് പറഞ്ഞു, ഇനി ആർക്കാ സംശയം? 8 മൈറ്റി ലെവലുകാരുടെ പവർ ഒരുമിച്ച് കൈയാളുന്ന ഗൂഷിങ്ങിന് അതിൽ ഒരാളുടെ മാത്രം പവറുള്ള ഒരാളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ വെറും സിമ്പിളായ ഒരു കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അൺബിലീവബിൾ ആയിട്ടുള്ള പവറാണ് ഗൂഷിങ്ങിനുള്ളതെന്ന് കണ്ടതും ബാക്കി മൈറ്റി ലെവലുകാർ ഒന്നടങ്കം ഗൂഷിങ്ങിനോട് പറഞ്ഞു, ഗൂഷിങ്, ഞങ്ങൾ നിങ്ങളുടെ നേതാവായി അംഗീകരിക്കുന്നു. എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാലും. അത് കേട്ടതും ഗൂഷിങ് സീസറോട് പറഞ്ഞു, സീസർ, നമുക്ക് ഹോളി റീജിയനിലേക്ക് പോകാനുള്ള പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇവർ ലോകം മുഴുവൻ കറങ്ങി ആ പ്ലാറ്റ്ഫോമുകൾ കണ്ടുപിടിക്കട്ടെ. 5 പേർ പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകൾ നമ്മുടെ ജിങ്ദു മാർഷൽസ് അസോസിയേഷന് വേണ്ടി ശക്തമായ ഒരു ടീം ബിൽഡ് ചെയ്യട്ടെ. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തമായ സംഘടനയായി ജിങ്ദു മാർഷൽസ് അസോസിയേഷനെ ഏതാനും ദിവസങ്ങൾക്കകം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അവിടെ ആ രംഗം ഇങ്ങനെ അരങ്ങേറുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും ധ്യാനത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതിശക്തമായ വേദന മാർക്കിന് അനുഭവപ്പെട്ടിരുന്നു. ആ വേദനയെ മാർക്ക് മറന്നിട്ട് 5th സീക്രട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലേക്ക് മാർക്ക് കടക്കുകയാണ്. മാർക്ക് ആ വേദനയിലും 5th സീക്രട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കണ്ടതും ഞാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞാൻ ശരിക്കും നിന്നെ നമിച്ചു പോവുകയാണ്. നിനക്ക് ശക്തി മാത്രമല്ല ബുദ്ധിയുമുണ്ട്. പിടിക്കപ്പെട്ടു എന്ന് തോന്നിയ നിമിഷത്തിലാണ് മാർക്ക് ഫെല്ലറുടെ ബുദ്ധി യാനിനെ രക്ഷിച്ചത്. സൺ ക്യുനിനെ വല്ലാതെ വെട്ടിലാക്കിയ ഒരു പരിപാടിയിലൂടെയാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ യാനിനെ രക്ഷിച്ചത്. അതിൻ്റെ ഒരു നന്ദി യാനിനുണ്ട്. അതിവേഗം ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് പൗലിൻ മാസ്റ്ററുടെ വസതിയിൽ ചാങ്മാങ് അവന്റെ ആരോഗ്യം വീണ്ടെടുത്തു കഴിഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്ത ചാങ്മാങ് അവന്റെ ദേഹത്തുണ്ടായിരുന്ന ആ പ്ലാസ്റ്ററുകളൊക്കെ മാറ്റിയിട്ട് ഉറക്കെ പറഞ്ഞു, ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല, എനിക്ക് ഇപ്പൊ തന്നെ പോകണം, എനിക്ക് മാർക്കിനെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ചാങ്മാങ് പറഞ്ഞതും കോങ്യാനിക് ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, നീ അങ്ങനെ അതുവിധം പറഞ്ഞ് വെറുതെ ജീവൻ ബലി കൊടുക്കാൻ നിൽക്കരുത്. ഷുവാങ്ങും അതുപോലെ ചൂ ഹെഡും ഒക്കെ ചാങ്മാങ്ങിനോട് അങ്ങനെ പറഞ്ഞതും ചാങ്മാങ് എല്ലാവരോടായി പറഞ്ഞു, നോക്ക്, ഞാനേ നിങ്ങൾ ആരും പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എൻ്റെ ജീവൻ ഒരു വിഷയമേ അല്ല. ഞാൻ മാർക്കിന് വേണ്ടി എൻ്റെ ജീവൻ കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് ചാങ്മാങ് മുന്നോട്ട് ഇറങ്ങിയതും പെട്ടെന്ന് അവന്റെ പുറത്ത് ഒരു നെറ്റ് വീണു. അതിശക്തമായ ഒരു വല ചാങ്ങിന്റെ പുറത്തുകൂടി വീണിരിക്കുകയാണ്. അദൃശ്യമായ വലയാണ്. ചാങ്ങിന് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. തിരിഞ്ഞു നോക്കി ചാങ് കാണുന്നത് യാവോമെങ്ങിനെയാണ്. യാവോമെങ്ങിന്റെ കയ്യിൽ നിന്ന് പ്രകാശം കൊണ്ടുള്ള ഒരു വല ചാങ്മാങ്ങിനെ പൂർണ്ണമായും മൂടിയിരിക്കുകയാണ്. അത് കണ്ടതും ചാങ്മാങ് യാവോട് പറഞ്ഞു, യാവോ, നീ വെറുതെ ഈ വിഷയത്തിൽ ഇടപെടരുത്. അതിന് മറുപടിയായി യാവോ ചാങ്ങിനോട് പറഞ്ഞു, ചാങ്, നിന്നെ മരണത്തിൽ വിട്ടുകൊടുക്കാൻ എനിക്കും പറ്റില്ല. യാവോ, ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ തമ്മിലൊരു ഫൈറ്റ് നല്ലതല്ല. ചാങ്, നീ എന്നെ കൊന്നാലും വേണ്ടില്ല, നിന്നെ ഞാൻ വിടത്തില്ല. അങ്ങനെ യാവോ പറഞ്ഞതും, ഏതാ നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ മാർക്കിനടുത്തേക്ക് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ചാങ്മാങ് ആ വലയ്ക്കകത്തോട് തന്നെ മുന്നോട്ട് കുതിക്കാൻ പോയതും പൗലിൻ മാസ്റ്റർ അവർക്കിടയിലേക്ക് വന്നു. സ്റ്റോപ്പ് ഇറ്റ്! എന്താണോ ഇത്? ഒരു കാര്യവുമില്ലാതെ വഴക്കുണ്ടാക്കുന്നു. പൗലിൻ മാസ്റ്റർ ശക്തമായി അവരോട് കയർത്ത് സംസാരിച്ചതും പെട്ടെന്ന് അവിടെ ഒരു ശാന്തത വന്നു. പൗലിൻ മാസ്റ്റർ എല്ലാവരും നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഇതിന് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണമെന്ന് എനിക്കറിയാം. ഞാൻ ഗാർഡിയനെ ഒന്ന് കാണാം. പൗലിൻ മാസ്റ്റർ, ഗാർഡിയനെ കാണാനോ? അതെ,
ഗാർഡിയൻ എവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഗാർഡിയൻ ശരിക്കും അദൃശ്യനാണ്. ഈ ഭൂമിയിൽ എവിടെയാണ് ഗാർഡിയൻ ഉണ്ടാകുക എന്ന് ഒരാൾക്കും അറിയില്ല. പക്ഷേ ഗാർഡിയനെ ചെറുപ്പത്തിൽ സ്നേഹിച്ചിരുന്ന, പ്രണയിച്ചിരുന്ന പൗലി മാസ്റ്റർക്ക് ഗാർഡിയനെ കാണാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് പൗലി മാസ്റ്റർ അവരോട് പങ്കുവച്ചത്. പൗലി മാസ്റ്റർ എല്ലാവരോടായി പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടാകണം, ഞാൻ ഗാർഡിയനെ കണ്ടിട്ടേ വരൂ. അത് പറഞ്ഞ് പൗലി മാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങി. പൗലി മാസ്റ്റർ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മാർക്ക് ഫെല്ലർ ഒന്ന് പുഞ്ചിരിച്ച് മാർക്ക് ഫെല്ലർ ഉറക്കെ പറഞ്ഞു, സക്സസ്. അത് തൊട്ടടുത്തുള്ള യാൻ കേട്ടു. യാൻ മാർക്കിനോട് ചോദിച്ചു, മാർക്ക് എന്താ പറഞ്ഞേ? യാൻ, ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞാൽ അതേന്ന് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായി. മാർക്ക്, ശരിക്കും സത്യമാണോ നീ പറയുന്നത്? അങ്ങനെ യാൻ ചോദിച്ചതും മാർക്ക് ഫെല്ലർ കണ്ണുകൾ ഒന്ന് ഇറുക്കി അടച്ചു. അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഒരു സുവർണ പ്രകാശം പതുക്കെ അങ്ങനെ ഉണ്ടായി വരികയാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഉണ്ടായ സുവർണ പ്രകാശം സാവധാനം മാർക്കിന്റെ നെറ്റിയിലേക്ക് കേന്ദ്രീകരിച്ചു. നെറ്റിയിൽ കേന്ദ്രീകരിക്കപ്പെട്ട പ്രകാശം പെട്ടെന്നാണ് പുറത്തേക്ക് ഒരു പ്രൊജക്റ്റഡ് രൂപമായി വന്നത്. മാർക്കിന്റെ പ്രതിരൂപം തൊട്ടു മുന്നിൽ ഇതാ വന്നു നിൽക്കുകയാണ്. ഈ കാഴ്ച ബാക്കി എല്ലാ ഹയറപ്സും കാണുകയാണ്. അവരും ഇതുപോലെ പ്രൊജക്റ്റഡ് രൂപം അയക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ കൗതുകത്തോടെ അതിനെ നോക്കുമ്പോൾ മാർക്കിന്റെ ആ പ്രൊജക്റ്റഡ് രൂപം അതിന്റെ കൈ മാർക്കിന് നേരെ ഒന്ന് ചൂണ്ടി. ആ നിമിഷത്തിൽ മാർക്കിനെ ബന്ധിപ്പിച്ചിരുന്ന ചങ്ങല അറ്റ് താഴേക്ക് വീണു. ആ നിമിഷത്ത് തന്നെ ആ പ്രതിരൂപം മാർക്കിന്റെ ബോഡിയിലേക്ക് അങ്ങ് ലയിക്കുകയും ചെയ്തു. ഇപ്പോ മാർക്ക് പൂർണ്ണ സ്വതന്ത്രനാണ്. ശ്വാസം നിലച്ചുപോയ ഒരു കാഴ്ചയാണ് യാനും കൂട്ടരും കണ്ടത്. ഇവിടെ ഈ രംഗം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ശരിക്കും ജിങ്ദു മാർഷൽ അസോസിയേഷനകത്ത് സീസറോടായി ഗൂഷിങ് പറഞ്ഞു, നമുക്ക് നാളെ തന്നെ ഫസ്റ്റ് മിസ്റ്റിക് വേരിലേക്ക് പോകണം. മറ്റന്നാ എല്ലാവരും കാണക്കെ നമുക്ക് മാർക്കിനെയും കൂടെയുള്ള ആ 8 പേരെയും എക്സിക്യൂട്ട് ചെയ്യണം. സകലരെയും കാണട്ടെ നമ്മുടെ പവർ എന്താണെന്ന്. ഈ സമയത്ത് ജിങ്ദു മാർഷൽ അസോസിയേഷൻ അതിശക്തമായ ഒരു സംഘടനയായി രൂപപ്പെട്ട് കഴിഞ്ഞു. മുഴുവൻ ശക്തരായ യോദ്ധാക്കളും ജിങ്ദു മാർഷൽ അസോസിയേഷന്റെ ഭാഗമായി എന്നത് മാത്രമല്ല അതിന്റെ കാരണം. സകല അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളെയും ഗൂഷിങ് അയാളുടെ വരുതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൂഷിങ്ങിനെ എതിർത്താൽ പിന്നെ ഈ ഭൂമിയിൽ അവർ ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഷിങ്ങിനൊപ്പം ചേരുകയാണ്. ഈ കാഴ്ചകളും ഈ വാർത്തകളും ഒക്കെ സ്വാഭാവികമായിട്ടും ലാരി ഹോംസും ഗവൺമെന്റും ഒക്കെ അറിയുന്നുണ്ട്. ലാരി ഹോംസ് അറിയാതെ പറഞ്ഞു പോവുകയാണ്, മാർക്ക്, ഈ തരത്തിൽ അവസാനിക്കാനാണോ നിന്നെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തത്? ശരിക്കും ആ ചോദ്യം ലാരി ഹോംസിന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പണ്ട് സാക്ഷാൽ ജിയാങ്ഹി ജിങ്ദു മാർഷൽ അസോസിയേഷനെ ചോദ്യം ചെയ്തുകൊണ്ട് ഉണർന്നു വന്ന വ്യക്തിയാണ്. പക്ഷെ അയാൾ വഴിക്ക് വെച്ച് ആ ഉദ്യമം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളായി മാറിയിരുന്നു. കാലങ്ങൾക്ക് ശേഷമാണ് അതേപോലെ പവർഫുള്ളായ ഒരാൾ കടന്നു വന്നത്. ആ ആളിൽ ലാരി ഹോംസും ഗവൺമെന്റും വല്ലാതെ പ്രതീക്ഷ അർപ്പിച്ചതാണ്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഗൂഷിങ്ങിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ് മാർക്ക് ഫെല്ലർ. ഗൂഷിങ് ആണെങ്കിൽ ഗവൺമെന്റിന് വരെ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ അതിശക്തമായ ഒരു സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗൂഷിങ് ആണ് ഇപ്പോ സീസറോട് മാർക്ക് ഫെല്ലറെയും കൂട്ടരെയും എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നത്. അവരങ്ങനെ സംസാരിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ യാനിനെ അയാളുടെ ചങ്ങലിൽ നിന്ന് മോചിപ്പിച്ചു. അത് കണ്ടതും ബാക്കിയുള്ള ആളുകളും മാർക്കിനോട് പറഞ്ഞു, മാർക്ക് പ്ലീസ് ഞങ്ങളെ കൂടെ രക്ഷിക്ക്, ഞങ്ങൾ ജീവിതകാലം മുഴുവൻ മാർക്കിനൊപ്പം നിൽക്കാം. മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് യാനുമായി ആ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് സെക്കൻഡ് മിസ്റ്റിക് വേൾഡിലേക്ക് കടന്നു. അവിടേക്ക് എത്തിയതും യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എമിലി ബ്ലാക്കിന്റെ ബ്ലഡ് ഞാൻ രഹസ്യമായി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അവിടേക്ക് പോവാം. അതീവ രഹസ്യമായി സെക്കൻഡ് മിസ്റ്റിക് വേൾഡിൽ നിന്ന് പുറത്തു കിടന്ന മാർക്ക് ഫെല്ലറും യാനും അനവധി സ്ഥലങ്ങളിലൂടെ കറങ്ങി സമുദ്രതീരത്ത് ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയതും യാൻ ആ ശൂന്യതയിൽ കൈകൊണ്ട് ചില അടയാളം കാണിച്ചു. ആ അടയാളങ്ങൾ കാണിച്ചതും അവിടെ ഒരു വാതിൽ പ്രത്യക്ഷപ്പെട്ടു. ആ വാതിലിലൂടെ യാനും മാർക്കും അകത്തേക്ക് കിടന്നു. ഒരു ചെറിയ മിസ്റ്റിക് വേൾഡ് അവിടെ അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വളരെ ചെറിയ മിസ്റ്റിക് വേൾഡാണ്. ഒരു 100 സ്ക്വയർ മീറ്ററിന്റെ മാത്രം അളവിലുള്ള ഒരു മിസ്റ്റിക് വേൾഡ്. അതിനകത്തേക്ക് കിടന്ന യാൻ മാർക്കിനെയും കൊണ്ട് നേരെ എത്തിയത് അകത്തുള്ള ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൽ മേശപ്പുറത്ത് ഒരു ജാർ ഇരിപ്പുണ്ട്. ആ ജാറിനെ ചൂണ്ടി യാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇതാണ് എമിലി ബ്ലാക്കിന്റെ ബ്ലഡ്. ശരിക്കും അത് കണ്ടപ്പോ ദേഷ്യം മാർക്കിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇരച്ചു കയറിയാണ്. പക്ഷെ ആ സമയത്ത് തർക്കിക്കാൻ നിൽക്കാതെ യാൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളിലേക്ക് മാർക്ക് കടന്നു. ഏതാനും മിനിറ്റിൽ കഴിഞ്ഞതും ആ ബ്ലഡ് അവിടെയുള്ളൊരു ബാത്ത് ടബിലേക്ക് ഒഴിച്ചു.
അതിനുശേഷം വസ്ത്രങ്ങൾ മാറ്റി മാർക്ക് ഫെല്ലർ ആ ടബിൽ അങ്ങനെ കിടന്നു. യാൻ പറയുന്നത് പോലെയാണ് മാർക്ക് ചെയ്യുന്നത്. യാനിന് ശരിക്കും ആ രംഗം കാണണമെന്നുണ്ട്. അതുകൊണ്ടാണ് അയാൾ മാർക്കിനെ കൊണ്ട് മനഃപൂർവ്വം അതൊക്കെ ചെയ്യിക്കുന്നത്. എമിലി ബ്ലാക്കിന്റെ രക്തവും മാർക്ക് ഫെല്ലറുടെ രക്തവും തമ്മിൽ കലരുന്ന ആ നിമിഷം, അതാണ് അയാൾക്ക് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അയാളെ അമ്പരപ്പിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ ആ ബോഡിയിൽ ആ ബ്ലഡ് തൊട്ടതും അൺബിലീവബിളായ വേഗതയിൽ മാർക്കിന്റെ ബോഡിയിലേക്ക് ആ രക്തം കയറുകയാണ്. ആ രക്തം കയറി തുടങ്ങിയ അധിക സമയം കഴിയുമ്പോൾ മാർക്കിന്റെ ബോഡി പൊട്ടിത്തെറിച്ചു തുടങ്ങി. ശരിക്കും മാർക്കിന്റെ ബോഡി മുഴുവൻ ഇളകി മാറുകയാണ്. ട്രിബുലേഷൻ സമയത്ത് മാർക്കിന് പലപ്പോഴും അത് അനുഭവപ്പെടാറുണ്ട്. അതേ ട്രിബുലേഷൻ ഇതാ മാർക്കിൽ അനുഭവപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡി വിണ്ടുകീറും, വീണ്ടും ബോഡി ശരിയാവും, വീണ്ടും ബോഡി വിണ്ടുകീറും, വീണ്ടും ബോഡി ശരിയാവും. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച സാക്ഷാൽ ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഫസ്റ്റ് മിസ്റ്റിക് വേൾഡിനകത്ത് ഗൂഷിങ്ങും സീസറും എത്തി. ആ ഹൈറപ്സിനെയും മാർക്കിനെയും ഇട്ടിരുന്ന മുറിയിലേക്ക് സാക്ഷാൽ ഗൂഷിങ് കടന്ന നിമിഷത്തിന് അയാൾക്ക് അത് മനസ്സിലായി. അവിടെ ആളുകളുടെ എണ്ണം കുറവാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.